കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു ലേഡി കൗൺസിലറുടെ അടുത്ത് ഒരു സഹോദരി ചെന്നു. അവരുടെ ഭർത്താവിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് ആയിരുന്നു പറഞ്ഞത്. അപ്പൊ ഭർത്താവ് ആയിട്ടുള്ള ഒന്നിച്ചുള്ള സിറ്റിങ്ങിൽ ഈ വ്യക്തി അധികം മനസ്സ് തുറക്കാത്തത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി വ്യക്തിപരമായി അറിയുന്ന ഒരാൾ എന്നുള്ള നിൽക്കും അദ്ദേഹത്തെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. 14 വർഷമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. കഴിഞ്ഞ 13 വർഷവും അവർക്കിടയിൽ പ്രശ്നങ്ങളാണ്. 1.5 വർഷമായിട്ട് 1.25 വർഷമായിട്ട് ഇവർ തമ്മിൽ സെക്സൽ ഇന്റർകോഴ്സസ് 1 ടൈം പോലും നടന്നിട്ടില്ല. അയാളുടെ ഉമ്മാന്റെ അടുത്ത് ഉറങ്ങുന്നു, ഉമ്മാനെ സംരക്ഷിക്കുക, ഉമ്മാക്ക് സഹായി എന്നുള്ള നിലക്ക്. അയാൾക്കത് ആവശ്യമായിട്ടല്ല. അവൾ അവളുടെ റൂമിൽ ഉറങ്ങുന്നു, അവർക്കും ഇത് ആവശ്യമില്ലാഞ്ഞിട്ടല്ല. രണ്ടാളെയും കുറിച്ചുള്ള പരാതി ഒരു ഭർത്താവിൽ നിന്ന് മാത്രം കിട്ടേണ്ട കാര്യം എനിക്ക് കിട്ടണില്ല. തിരിച്ച് ഭർത്താവിന്റെ പരാതി ഒരു ഭാര്യയിൽ നിന്ന് കിട്ടേണ്ടത് മാത്രം എനിക്ക് കിട്ടണില്ല. ഇതാണ് അവരുടെ പരാതിയുടെ മർമ്മം. ഞാൻ പറയുന്നത് ഇതുപോലത്തെ 100 അനുഭവങ്ങളുടെ തീവ്രമായ പശ്ചാത്തലത്തിലൂടെയാണ് വ്യക്തികൾ പലപ്പോഴും കടന്നു പോകുന്നത്. പിന്നെ അവരുടെ അഭിമാനം, അതുപോലെ തന്നെ മക്കൾ, മതബോധം, തറവാട്, കുടുംബം, സാഹചര്യം, പ്രൊഫഷൻ, ഇങ്ങനെയുള്ള കുറെ കാരണങ്ങൾ കൊണ്ട് നിയമപരമായി ആളുകൾ വേർപിരിയുന്നില്ല എന്ന് മാത്രം. സന്തോഷകരമല്ല പലപ്പോഴും കുടുംബങ്ങളിലെ സാഹചര്യങ്ങൾ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെങ്കിൽ കൂടുമ്പോൾ ഒട്ടും താല്പര്യമില്ലാത്തതായി അത് മാറുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ കൂടുതൽ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിലെപ്പോഴും വില്ലനായി വരുന്നൊരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് അവരുടെ പ്രൈവറ്റ് സ്പേസിലെ കാര്യങ്ങളിൽ അതിർത്തികൾ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഏറെ വേദനയോടുകൂടെ ഓർക്കുന്നൊരു കാര്യം, ഒരു സഹോദരി, അവർക്ക് ഒരു ലൈംഗികമായൊരു രോഗം വരുന്നു. ആ രോഗത്തിന് അവരൊരു ഡെർമറ്റോളജിസ്റ്റിനെ, ഒരു ത്വക്കുരോഗ വിദഗ്ധയെ സമീപിക്കുമ്പോൾ ആ സ്ത്രീ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവരെ കൗൺസിലിംഗ് ചെയ്യാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവരെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഇവരുടെ ജീവിതവും പരിസരവും ഒക്കെ ഇങ്ങനെ അന്വേഷിക്കണം. അപ്പൊ ലാസ്റ്റ് ഒന്നും അവർ ഫൈൻഡ് ചെയ്യാതിരുന്നപ്പോ ഈ ലേഡി ഡോക്ടർ അവരോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വന്ന ഈ അസുഖം സത്യത്തില് നാട്ടിലെ അഭിസാരികകൾക്ക് വരുന്നതാണ്, വേശ്യാവൃത്തി തൊഴിലായി സ്വീകരിക്കുന്ന ആളുകൾക്ക് വരുന്നതാണ്. നിങ്ങളെപ്പോലെ ഇത്രയും വിശുദ്ധമായി ജീവിക്കുന്ന ഒരാൾക്ക് ഇത് വരാൻ പാടില്ല. അപ്പൊ അവരുടെ ഭർത്താവിനെയും കൂട്ടി വരാൻ പറഞ്ഞു. അപ്പൊ ഭർത്താവ് ഇത് ചോദിച്ചതോടുകൂടെ ഭർത്താവ് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് തിരിച്ച് ഈ ഭാര്യയോട് പറഞ്ഞു, നീ എന്നോട് ചോദിക്കലുണ്ടല്ലോ, ഒരു പ്രത്യേക ദിവസം മുതൽ നിങ്ങൾ തഹജ്ജുദൊക്കെ തുടങ്ങി ഭയങ്കര പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു, സുജൂദിൽ കരയുന്നു എന്നൊക്കെ പൊതുവെ നീ പറയാറുണ്ടല്ലോ. ആ പ്രത്യേക ദിവസം എനിക്ക് പറ്റിയൊരു വീഴ്ചയാണിത്. ഞാൻ ബസ്സിറങ്ങി, എൻ്റെ ബൈക്ക് എടുക്കാൻ വേണ്ടി പോണതിൻ്റെ ഇടക്ക് KSRTC ബസ് സ്റ്റാൻഡിൽ ബസ്സിറങ്ങി ബൈക്ക് എടുക്കാൻ പോണ ദൂരത്തിൻ്റെ ഇടയ്ക്കൊരു സ്ത്രീ എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു മഹാപാതകത്തിൽ എത്തിപ്പെട്ടു. അപ്പൊ അത്രയും ദിവസം അവരുടെ ലൈംഗികാവ്യത്തിൽ അവരനുഭവിച്ച വേദനയെക്കാളും അസ്വസ്ഥതയെക്കാളും വലിയൊരു വേദനയിലേക്കാണ് ആ നിമിഷത്തിൽ അവർ എത്തിച്ചേരുന്നത്. പക്ഷെ അതിനെ ഇസ്ലാമികമായി സമീപിക്കുകയും ഇസ്ലാമികമായ പരിഹാരങ്ങളിലേക്ക് പോകുകയും ചെയ്തപ്പോൾ അവരുടെ ലൈഫ് റീജോയിൻ ചെയ്തു. അത് എനിക്കെങ്ങനെ മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു റേഡിയോ സംവിധാനമുണ്ട്, അതിൽ ആളുകൾ ഇങ്ങനത്തെ വളരെ അനോണിമസ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നതുകൊണ്ട് മെസ്സേജസ് അയക്കും. അപ്പോൾ അവരുടെ സെയിം നമ്പറിൽ എന്നുള്ളതിൽ എനിക്കൊരു ജീവിതത്തിൽ വലിയൊരു ട്രോമ സംഭവിച്ചിരുന്നു. അത് ഞങ്ങൾ വളരെ മനോഹരമായി റീബിൽഡ് ചെയ്തു. അതിൽ നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇതുപോലത്തെ സാഹചര്യമുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് എന്നാണ്. അപ്പൊ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ അൽഹംദുലില്ലാ എന്ന് മനോഹരമായി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഒരു സാമൂഹിക പരിസരത്ത് ചെറുതും വലുതുമായ തോതിൽ ഇത്തരം ക്രൈസിസുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ടീം വർക്ക് ഇപ്പോൾ ഒരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദാമ്പത്യം 40+ എന്നാണ് ആ പ്രൊജക്ടിന്റെ പേര്. പൊതുവെ ഒരു 40 വയസ്സ്, ഒരു 45 വയസ്സിന്റെ ഉള്ളിലുള്ള ആളുകളൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടാകുക ഒരു 23, 24, 25 ഈ ഒരു ഏജ് കാറ്റഗറിയിലായിരിക്കും. 23ന്റെ മുമ്പ് കല്യാണം കഴിച്ച ആൾക്കാരൊന്നും കഴിയുന്നെങ്കിൽ
അത് ആ വയസ്സ് നോക്കിയാലും അറിയാം 40 മനസ്സിലായില്ലേ? അതിൻ്റെ ഇടയിൽ വേറൊരു പ്രധാന ചോദ്യം വിട്ടുപോയി. ഇതിൽ കല്യാണം കഴിക്കാത്തവരെന്ന് എണീറ്റിക്ക് എണീറ്റെന്നുള്ള എന്താ കല്യാണം കഴിക്കാത്തവർ? ഒന്ന് എണീറ്റിടോ, എണീറ്റോ, എണീറ്റ് നിന്നോ. ഇവരൊക്കെ കെട്ടാളാണ് എല്ലാവരും നോക്കുക. അവനവൻ്റെ പെൺകുട്ടികൾ പേരക്കുട്ടികൾ ഒക്കെ നോക്കിയിട്ട് കെട്ടിച്ചെടുക്കുക. മേലെ ശരി. അപ്പം പൊതുവെ നമ്മുടെയൊക്കെ ഒരു 40+, ഒരു 45-ന്റെ ഇടയിലുള്ള ആളുകളൊക്കെ പൊതുവെ കല്യാണം കഴിച്ചിട്ടുണ്ടാകുക ഒരു 23+, ഒരു 26-ന്റെ ഉള്ളിലായിരിക്കും. അപ്പൊ അവരുടെ ഭാര്യമാരൊക്കെ എന്ന് പറയുന്നത് പൊതുവെ ഒരു 22 മുതൽ ഒരു 23 ഒക്കെ വരെ ആയിരിക്കും മാക്സിമം ഉണ്ടാകുക. ഒരു 20 കൊല്ലം ജീവിച്ച് വരുമ്പോൾ പിന്നീട് ഒരുപാട് ദാമ്പത്യങ്ങൾ പൊട്ടണത് നമ്മൾ ശരിക്കും കാണുന്നുണ്ട്. നല്ലോണം ആലോചിച്ച് നല്ലോണം ശ്രദ്ധിച്ച് കേട്ടോളി കേട്ടോ. മൈക്കല്ലെങ്കിലും കൂടി കേൾക്കേണ്ട വിഷയമാണ്. അത് ഒരു പ്രശ്നമല്ല. നല്ല അടിപൊളിയായിട്ട് പോണ ഫാമിലികൾ നമുക്കൊക്കെ എത്രയോ അനുഭവങ്ങളുണ്ട്. പൊട്ടി തകർന്ന് ഒന്നും അല്ലാതെ രണ്ടായിട്ട് ജീവിക്കുന്ന, ഒരു വീട്ടിൽ രണ്ടായിട്ട് ജീവിക്കുന്ന എത്രയോ ആളുകൾ നമുക്കറിയാം. പലതും റീബിൽഡ് ചെയ്യാൻ പറ്റിയതുണ്ട്, പലതും ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയതുണ്ട്. അതിൽ ഇതെങ്ങനെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്, ശരിക്കും ശ്രദ്ധിച്ചു പോകേണ്ടതാണ് കേട്ടോ. നമുക്ക് അത്ര കേൾക്കാൻ ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ എൻ്റെ ടോക്ക് സ്റ്റാർട്ട് ചെയ്യണത്. കേൾക്കാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ടോക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോൾ കുറച്ചൊരു തണുപ്പിലും തണലിലും പോകാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും അവസാനത്തേക്ക് ഈ സാധനങ്ങളൊക്കെ കൂടെ വന്നാൽ അതിൻ്റെ ഫ്രസ്ട്രേഷനിലാണ് നമ്മൾ പോകേണ്ടി വരിക. അതുകൊണ്ടാണ് ടോക്ക് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു സമാധാനം കിട്ടിയാണല്ലോ പോകേണ്ടത്. സത്യത്തിൽ ശരിക്കും കുടുംബ സംവിധാനത്തെ പൊളിക്കാനുള്ള വളരെ ആസൂത്രിതമായ പദ്ധതികൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാരാണ് കൊണ്ടുവരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ സെക്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ലോകത്ത് പെട്രോളിയം ബിസിനസിനേക്കാളും വലിയ ബിസിനസ്സാണ് ഇന്ന് പോണോഗ്രാഫി എന്ന് പറയുന്നത്. പോണോഗ്രാഫി എന്ന് പറയുന്നത് ഗൂഗിളിനേക്കാളും അതുപോലെയുള്ള സെർച്ച് എഞ്ചിനുകളെക്കാളും വലിയ പ്രോഫിറ്റിൽ ഓടുന്ന സംവിധാനങ്ങളാണ് ഇവിടുത്തെ പോൺ ബിസിനസ് എന്ന് പറയുന്നത്. ആ പോൺ ബിസിനസ് ഓരോ ഇൻഡിവിജ്വലിലേക്കും എത്തിക്കുക എന്നത് വളരെ സമർത്ഥമായ നമ്മളുടെ ചിന്തയെയും നമ്മുടെ കാര്യങ്ങളെയൊക്കെ ഓരോന്നിനെയും ട്രാക്ക് ചെയ്തെടുത്തുകൊണ്ട് നടക്കണ ഒരു വലിയ പ്രൊജക്റ്റാണ്. ഞാൻ എൻ്റെ 1ാമത്തെ ദിവസം ഈ വിഷയം വിശദമായിട്ട് എങ്ങനെ മനുഷ്യനെ ട്രാക്ക് ചെയ്യുന്നു എന്നുള്ളത് പരമാവധി ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ പറയാൻ ശ്രമിച്ചിരുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരിക്കും, അപ്പോൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. എനിക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശത്തിലേക്കൊന്ന് പോണയിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും നമ്മുടെ ശ്വാസം മുതൽ നമ്മുടെ ഹേർട്ട് ബീറ്റ് മുതൽ ഒക്കെ നമ്മളല്ലാത്തൊരു വ്യക്തിൻ്റെ അടുത്ത്, നമ്മളല്ലാത്ത ആളുകളുടെ അടുത്ത് കറക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വഭാവം, പെരുമാറ്റം, സംഗതി കാര്യം കംപ്ലീറ്റ് ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരെയും ഈ അശുദ്ധിയിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ഫിലിം ഡയറക്ടറെ കൊണ്ടുവരികയാണ്. കുറച്ച് കോൺട്രവേഴ്സി ഫിലിമുകളൊക്കെ അയാൾ പ്രസിദ്ധീകരിച്ചപ്പോൾ ഫറൂഖ് കോളേജിലെ നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും അയാളെ പ്രോഗ്രാമിന് ക്ഷണിച്ചതിന് ശേഷം നിങ്ങൾ വരേണ്ടതില്ല, നിങ്ങൾ പുതിയതായി പബ്ലിഷ് ചെയ്ത സിനിമയോടുള്ള പ്രതിരോധമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കുറെ ഓൺലൈൻ ബുജികൾ സെലക്റ്റീവായി മാത്രം ഞെട്ടണ ചില ആൾക്കാരുണ്ട്. ചിലത് കേൾക്കുമ്പോൾ ഭയങ്കര ഞെട്ടലാണ്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ ചോദിക്കും. എന്നാൽ ചിലത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവില്ല, അവർ വായക്ക് സീലടിച്ചിരിക്കലാണ്, അവർ മൗനം പാലിക്കും. പാലത്തായിലെ പെൺകുട്ടി അവൾ പീഡിപ്പിക്കപ്പെട്ട് അവൾ 100 തവണ ആവർത്തിച്ച് നിരന്തരം പീഡിപ്പിക്കപ്പെട്ടൊരു 4 വയസ്സുകാർ പീഡിപ്പിക്കപ്പെട്ടപ്പോ അത് മാനിപ്പുലേറ്റ് ചെയ്ത് പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ആളുകളൊക്കെ അവസാനം കോടതി ചങ്കുറപ്പോടെ കാര്യം ഡീൽ ചെയ്ത് അയാളെ ശിക്ഷിച്ചപ്പോ അതിലൊക്കെ മൗനാണ്. അങ്ങനത്തെ ആൾക്കാരൊക്കെ 100% മൗനാണ്. അവർക്ക് നാവ് പൊങ്ങണില്ല. ഹിജാബിന്റെ വിഷയം വരുമ്പോൾ നാവ് പൊങ്ങൂല. തെക്കൻ കേരളത്തിലെ ഒരു സാമുദായിക നേതാവ് ഇടയ്ക്കിടയ്ക്ക് മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ അവർ ഞെട്ടൂല. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം പ്രഭാഷകന്റെ വായിന്നൊരു വാചകം വന്നാൽ ഒരു ഭയങ്കര ഞെട്ടൽ ഞെട്ടും. ഇങ്ങനെ ഞെട്ടണ ടൈപ്പ് ആളുകളൊക്കെ കൂടെ അന്ന് ഫറൂഖ് കോളേജിലെ കുട്ടികളുടെ ആ ആക്ടിവിറ്റിക്കെതിരിൽ അയാൾ കോഴിക്കോട് എത്തിയതിനു ശേഷം തിരിച്ചു പോകേണ്ടി വന്നു. അയാള് ഗേ സെക്സിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു ഫിലിം പ്രസിദ്ധീകരിച്ചിരുന്നു, പബ്ലിഷ് ചെയ്തിരുന്നു. അദ്ദേഹം പറയാണ് കുടുംബ സംവിധാനം വളരെ ദുഷിച്ച ഒന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങിക്കോട്ടെ. ഈ വിവാഹം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന എനിക്കറിയത്തില്ല.
എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത്. കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശം സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല. കുടുംബം എന്ന് പറയുന്നത് ഒരു ദുഷിച്ച സമ്പ്രദായമാണ്. ഉപ്പ, ഉമ്മ, മക്കൾ, വല്ലിപ്പ, വല്യമ്മ, അതേപോലെ അമ്മായി, മൂത്തമ്മ, അങ്ങനെ ഒരു വലിയ നെറ്റ്വർക്ക്. എല്ലാവരും ഒന്നിച്ചു കൂടുന്നു, സന്തോഷിക്കുന്നു എന്ന് പറയുന്നത് ഒരു ദുഷിച്ച സമ്പ്രദായമാണ്. അവിടെ ഒരു സ്വാതന്ത്ര്യവും ഇല്ല എന്നാണ് കേട്ടോ. സെൽഫായിട്ട് ഫീൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് മുഴുവൻ നാട്ടുകാർക്ക് മുഴുവൻ ഉണ്ടാകുന്ന ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമ്മള്? അയാളുടെ നിയന്ത്രണത്തിന്റെ ഒരു പ്രശ്നം അയാൾ പറയുന്നുണ്ട്. അയാളുടെ നിയന്ത്രണത്തിന്റെ ഒരു പ്രശ്നം അയാൾ പറയുന്നത് എന്താ അറിയോ? അയാൾക്ക് വേലി ചാടാൻ പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു സംഗതി, ഞാൻ ഒരാളെ കൊന്നു എന്ന് വന്ന് എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാർട്ണർ പറയായിരിക്കും, സാരമില്ല, നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഇതേ പാർട്ണറുടെ അടുത്ത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേ പാർട്ണർ ചിലപ്പോൾ നമ്മളെ കൊല്ലും. അയാള് പറയാൻ ശ്രമിച്ച കാര്യം ഇതാണ്: എനിക്ക് വേറെ എന്റെ ഭാര്യ ഇല്ലാത്ത ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അതാണ് മൂപ്പര പ്രശ്നം. അതാണ് കുടുംബത്തിന് മൂപ്പര് കാണുന്ന കുഴപ്പതാണ്. അപ്പൊ മൂപ്പർക്ക് എല്ലായിടത്തും പോണം. ഇവരാണ് വിവാഹത്തിനെതിരിൽ, വിവാഹപ്രായം എത്തിയ പെൺകുട്ടികളോട് ഞാൻ പ്രത്യേകം പറയാണ്, ഇവരാണ് വിവാഹത്തിനെതിരെയുള്ള പ്രൊപ്പഗണ്ട ക്യാമ്പയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട സൃഷ്ടിച്ചു വിടുന്നത്. വിവാഹം വേണ്ട, ഞാനൊന്ന് സെറ്റിലാകട്ടെ, ഞാനൊന്ന് പഠിക്കട്ടെ, കോഴ്സ് കഴിയട്ടെ, ഡിഗ്രി കഴിയട്ടെ, PG കഴിയട്ടെ, ജോലി കിട്ടട്ടെ, ഇങ്ങനത്തെ ഒരു തലത്തിലേക്ക് കുട്ടികൾ മാറി ചിന്തിക്കുന്ന ഒരു പുതിയ കാലത്ത് അവരെ ട്യൂൺ ചെയ്യണത് ആരാണ്? ഇൻസ്റ്റഗ്രാം വഴി, ഫിലിംസ് വഴി, മറ്റു സോഷ്യൽ നെറ്റ്വർക്കുകൾ വഴി, കാണുന്ന റീലുകളിൽ, സംസാരങ്ങളിൽ, സംഭാഷണങ്ങളിലൊക്കെ കല്യാണത്തെ ഏറ്റവും ഇകഴ്ത്തി അവതരിപ്പിക്കുന്ന ട്രോളുകളും കാര്യങ്ങളൊക്കെയാണ്. ഭാര്യ എന്ന് പറയുന്നത് ഒരു അന്തമല്ലാത്ത ആളാണെന്നാണ്, ഭർത്താവ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബാധ്യതയാണെന്നാണ് ട്രോളുകളൊക്കെ ഉണ്ടാകുക കേട്ടോ. വയനാട് ഭാര്യയെ അല്ലാതെ എല്ലാവരെയും നഷ്ടപ്പെട്ടൊരു മനുഷ്യൻ, പ്രളയത്തിൽ ഭാര്യ അല്ലാത്ത മറ്റെല്ലാ ആളുകളെയും നഷ്ടപ്പെട്ടൊരു മനുഷ്യൻ. അദ്ദേഹം വളരെ കരഞ്ഞുകൊണ്ട് മീഡിയക്ക് ഇത് കൊടുക്കണം, എല്ലാവരും പോയി, ഇവള് മാത്രമാണ് ബാക്കിയായതെന്ന് പറഞ്ഞപ്പോ എന്താണ് അതിന് കൊടുത്ത മറുപടി എന്താ അറിയോ? വൈറസ് മാത്രം ബാക്കിയായില്ലേ. ഇത് പൊട്ടിക്കരഞ്ഞൊരു മനുഷ്യൻ അയാളുടെ സങ്കടം പറയണേ വീഡിയോയുടെ താഴെ ഒരാൾ എഴുതി കമന്റ് ആണ്, അപ്പൊ വൈറസ് മാത്രമാണ് ബാക്കിയായത്, ബാക്കിയൊക്കെ പോയില്ലേ. അപ്പം ഭാര്യ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഭർത്താവ് എന്ന് പറയുന്നത് അങ്ങനെയാണെന്നുള്ള ഒരു തരം വലിയ ക്യാമ്പയിൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ക്യാമ്പയിനിന്റെ ആളുകൾ മുന്നോട്ട് വെക്കുന്ന തിയറി എന്താണ്? ആ ക്യാമ്പയിനിന്റെ ആളുകൾ മുന്നോട്ട് വെക്കുന്ന തിയറി, പാറി നടക്കുന്ന പറവകളൊന്നും വേളി കഴിക്കാറില്ല, കാക്കയും കുരുവിയും കോഴിയും ഒന്നും കല്യാണം കഴിച്ചിട്ടല്ല സെക്സ് ചെയ്യണത്, അതിന് മഹറും താലിമാലയും ഒന്നും കൊടുക്കണില്ല, അതിന് ആചാരവും ചടങ്ങൊന്നുമില്ല. അവരവരുടെ ഇഷ്ടം പോലെ, മഴ പെയ്യും പോലെ, കാറ്റടിക്കും പോലെ, ഇതൊരു പ്രകൃതിപരമായ ഒരു കാര്യമാണ്, അത് വേണ്ടവർക്ക് വേണ്ട പോലെ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞൊന്നുമല്ല, കേരളത്തിന്റെ പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്തിരുന്ന് സാലറി എടുക്കുന്ന ഒരു ചങ്ങാതിയുണ്ട് കേട്ടോ, സന്തോഷ് ജോർജ് കുളങ്ങര എന്നാണ്. അത്യാവശ്യം നല്ല ഒരു പോസിറ്റീവ് വൈബ് ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഉണ്ടാക്കിയിട്ട് ഇത്തരം വ്യക്തികളിലൂടെ വിഷം നിറഞ്ഞ ആശയങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാചകം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനി എനിക്ക് വിവാഹം കഴിക്കുക എന്ന ഒരു കാര്യം താല്പര്യമില്ലെന്നിരിക്കട്ടെ, എനിക്കൊരു ഭാര്യയെ കൂടെ കൊണ്ടു നടക്കാനോ പോറ്റാനോ ഉള്ള ഒരു ചുറ്റുപാടില്ല, ഞാനൊരു വിവാഹത്തിന് തയ്യാറല്ല, പക്ഷെ എനിക്ക് സെക്സ് ആവശ്യമായിട്ട് വരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പറയും? ശരിയാണ്, അതിന് ഒരു സാഹചര്യം സൊല്യൂഷൻ ഫോർ ദാറ്റ് വേണ്ടേ? എനിക്ക് വിവാഹം കഴിക്കാനോ ഒരു ഭാര്യയെ പോറ്റാനോ, എനിക്കൊരു ഭാര്യയെ പെണ്ണ് തരാൻ ഒരാളില്ലെന്ന് വിചാരിക്കും. എന്റെ ചില പ്രത്യേക സ്വഭാവം ഉണ്ടാവാം, എന്റെ ചില ശാരീരിക പ്രത്യേകത ഉണ്ടാവാം, ചില എന്ത് കാരണമാട്ടെ, എന്റെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടാവാം, എനിക്ക് ഒരു ഭാര്യയെ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ, എനിക്കൊരു ഭാര്യയെ ജീവിതകാലം മുഴുവൻ പോറ്റാൻ താല്പര്യമില്ലെങ്കിൽ, അഥവാ എനിക്ക് സെക്സ് വേണം പക്ഷെ എനിക്ക് ഭാര്യ വേണ്ട, ഭാര്യ വേണ്ടാത്തവർക്കും സെക്സ് വേണ്ടതാണ്, അത് എവിടുക്കെ കൊണ്ടുപോകണമെന്ന് വളരെ കറക്റ്റാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന ക്യാമ്പസുകളിലൊക്കെ വലിയ പബ്ലിക് റിയാക്ഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പബ്ലിക് റിയാക്ഷൻ വീഡിയോസിന്റെ പ്രത്യേകത എന്താണ്? 100 ആളോട് ഒരു അഭിപ്രായം ചോദിക്കുന്നു, മൈക്കിൽ 100 ആളോട് അഭിപ്രായം ചോദിക്കുന്നു, അതിൽ 10 ആള് ഈ ചോദിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചിട്ടുള്ള അഭിപ്രായം പറയുന്നു. അത് മാത്രം സിംഗിൾ സെക്കൻഡുകളായിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നു. എന്നിട്ട് ഇവരെന്നെ ഏർപ്പാടാക്കിയ ആളുകൾ കുറെ കമന്റ് ചെയ്യുന്നു. ഇത് കാണുന്ന വ്യക്തികൾ ഇത്തരം ഒരു മനോഗതത്തിലേക്ക്, എന്നിട്ട് എല്ലാവരും പറഞ്ഞു വെക്കുന്നു, നാടാകെ മാറുകയാണ്. ഭയങ്കര പഞ്ച് ഡയലോഗാണ്. നാടാകെ മാറുകയാണ്, നാട് ഭയങ്കര മാറ്റത്തിന് വിധേയമാവുകയാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കും. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ഇതിങ്ങനെ കേൾക്കും, ഇൻസ്റ്റ നീക്കുമ്പോ കേൾക്കും, സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം, അവസാനം അവരുടെ ഫ്രണ്ട് സർക്കിളിൽ എത്തുമ്പോൾ കേൾക്കും. എന്താ കേൾക്കുക? സമൂഹം ഇപ്പം മാറി, പഴയ പോലെയല്ല.
ആരിപ്പോ വിവാഹമൊന്നും കഴിക്കണില്ല. ആദ്യഘട്ടത്തിൽ എന്തേ പറയുള്ളൂ? പഠിച്ചു കഴിഞ്ഞിട്ട്. പിന്നെന്തേ പറയുള്ളൂ? ജോലി കിട്ടി കഴിഞ്ഞിട്ട്. പിന്നെ ഇതിന്റെ വേറൊരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ ഒരു പബ്ലിക് റിയാക്ഷൻ വീഡിയോയിൽ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് നിങ്ങളോട് സെക്സ് തരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മളെ കുട്ടികളെ മദ്രസിൽ വെള്ളിയാഴ്ച ശനിയാഴ്ചയായിട്ടാണ് മദ്രസ പഠിപ്പിക്കുന്നത് അല്ലേ? ഇതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ അഭിമുഖീകരിക്കാനുള്ളതൊക്കെ കിട്ടണം എന്നാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഇതിനൊക്കെ ഫേസ് ചെയ്യാനുള്ള എല്ലാം കിട്ടണം. എന്നിട്ട് കുട്ടി നാടിനും കുടുംബത്തിനും മാതാപിതാക്കൾക്കൊക്കെ പറ്റുന്ന നല്ലൊരു മോനായി, നല്ലൊരു ഡോക്ടറായി, എഞ്ചിനീയറായി വരണം എന്നൊക്കെയാണ് പറയുന്നത്. അവൻ പോകുന്ന ക്യാമ്പസിന്റെ സ്ഥിതിയാണ്, അവൾ പോകുന്ന ക്യാമ്പസിന്റെ സ്ഥിതിയാണ്, നാം ജീവിക്കുന്ന സാമൂഹിക പശ്ചാത്തലാണ്. ആ പെൺകുട്ടിയോട് ചോദിച്ച ചോദ്യത്തിന് ബെസ്റ്റ് ഫ്രണ്ടിനോട് സെക്സ് ചോദിക്കാമോ, ബെസ്റ്റ് ഫ്രണ്ടിനോട് ഒരു നന്നാരി സർവത്ത് വാങ്ങിത്തരാമോ എന്ന് ചോദിക്കണ ലാഘവത്തോടു കൂടെ ചോദിച്ച ചോദ്യത്തിന് അവൾ കൊടുത്ത ഉത്തരം അതിലേറെ ലളിതാണ്. ഉത്തരം കേട്ടോളൂ. താല്പര്യം ഉണ്ടെങ്കിൽ യെസ് പറയും, ഇല്ലെങ്കിൽ നോ പറയും, അത്രേ ഉള്ളൂ. ഫ്രണ്ടാണ്. പക്ഷെ ഇന്ന് ലോകം ഒത്തിരി മാറിപ്പോയി. എല്ലാവരും വളരെ ആക്സസിബിൾ ആണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ അതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല. ഇത് വലിയ ഭയങ്കര സെക്സ് ചോദിക്കുന്നുണ്ടോ വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല. ഇഫ് ഐ ഫീൽ ലൈക്ക് സേയിങ് നോ അതാണെങ്കിൽ അങ്ങനെ. പക്ഷെ ഇഫ് ഐ ഫീൽ ലൈക്ക് അത് കുഴപ്പമില്ലെന്നാണെങ്കിൽ അപ്പോ എന്താണ്, അതൊന്നും വലിയ കാര്യമില്ല. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പോകും, ഇല്ലെങ്കിൽ ഞാൻ പോകൂല. ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് നമുക്കൊന്ന് പോകല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ചോദിക്കാൻ പറ്റുന്ന, അങ്ങനെ സംവദിക്കുന്ന ഒരു സ്പേസിലേക്കാണ് എത്തുന്നത്. ഇങ്ങനെ ആരോ ചോദിച്ച് പരസ്പരം സെക്സ് ചെയ്തു, അവരെന്തോ പ്രഗ്നന്റ് ആയി, അതാണ് ഇപ്പൊ ഭയങ്കര വിവാദം. അപ്പൊ അവിടെ ഭയങ്കര ധാർമ്മികതയും ചർച്ചയൊക്കെ വരും. അവിടെ ഈ ലിബറലിസോ ഇതൊന്നും ഉണ്ടാവില്ല. അത് പൊളിറ്റിക്കലി യൂട്ടിലൈസ് ചെയ്യേണ്ടതായതുകൊണ്ട് അത് അങ്ങനെ വരും. അത്തരമൊരു തലത്തിലേക്ക് പോകും. കൺസെന്റ് ഉണ്ടെങ്കിൽ ആകാം എന്നാണ്. കൺസെന്റ് ഉണ്ടെങ്കിൽ ആകാം. ഒരു പെണ്ണിനോട് ചോദിച്ചാൽ അവൾ ഓക്കെ പറയണമെങ്കിൽ ആകാം. ഇത് എവിടെ ഡിസ്കസ് ചെയ്യുന്ന സാധനമാണ്? ഇത് നമ്മുടെ ക്യാമ്പസിൽ, നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ, നമ്മുടെ കുട്ടികളുടെ ഇടത്തിൽ ചർച്ച ചെയ്യുന്നതാണ്. നാളെ പതിയെ ഈ ആൺപെൺ ദൂരം കുറയുന്നത് എങ്ങനെ? ഈ ആൺപെൺ ദൂരം കുറയുന്നത് ഇങ്ങനത്തെ ചർച്ചകളിലൂടെ. ഇവിടെ ഒന്നും നിൽക്കണില്ല കേട്ടോ. എന്താണ്, നേരത്തെ ആണിന് പെണ്ണും പെണ്ണിനാണും വേണ്ടിയിരുന്നു. ഇപ്പൊ അതൊക്കെ പോയി. ലെസ്ബിയൻ സെക്സിനെ കുറിച്ച് നിങ്ങളുടെ ഒരു സുഹൃത്ത് വന്നിട്ട് ലെസ്ബിയൻ പങ്കാളിയാകാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? ഞാൻ കണ്ണും മൂക്കും കൂട്ടിയിട്ട് ഒന്ന് കൊടുക്കുന്നതാണ് ഉത്തരം പറയണ്ടേ. പക്ഷെ ആ പെൺകുട്ടി പറയുന്ന ഉത്തരം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു കൂട്ടുകാരി സെക്സിന് വേണ്ടി അപ്രോച്ച് ചെയ്ത് എന്തായിരിക്കും റിയാക്ട്? ഞാൻ സോറി കുഴപ്പമൊന്നുമില്ല. അനുഭവമില്ല. എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടണമെന്ന് ഭയങ്കര താല്പര്യമുണ്ട്. അല്ല, ഒരിക്കലും തെറ്റല്ല. അതൊരിക്കലും തെറ്റല്ല. ഒക്കെ നമ്മള് അംഗീകരിക്കും. ഇത് ഈ വീഡിയോ ഒക്കെ വളരെ പബ്ലിക്കാണ്. അവരുടെ ഫേസ് കാണിച്ചിട്ടാണ് അവരൊക്കെ ഇത് പറയണത്. നമ്മൾ അവരുടെ ഫേസ് കാണിക്കാത്തതിന് കുറെ കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഈ കുട്ടിഞ്ഞ് നല്ല നിലക്ക് ബോധോദയം വന്ന് എന്തെങ്കിലും നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? ഇതൊന്നും പബ്ലിക്കായിട്ട് വന്ന് പറയാനൊരു പ്രശ്നമല്ല. അതിന്റെ താഴെ കമന്റ്സ് എടുത്തു നോക്കി കഴിഞ്ഞാൽ എല്ലാവരും 100 പെൺകുട്ടികൾ ഇതിന് അനുകൂലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പെൺകുട്ടികൾ ഒരു റൂമിൽ ഒന്നിച്ചുറങ്ങുമ്പോൾ അവിടെ പോലും സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒരു സ്പേസിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം പുതിയൊരു കാലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇതൊക്കെ എങ്ങനെ വരികയെന്നറിയോ? ഇതൊക്കെ എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നോർമലൈസ് ചെയ്തിട്ട് വരിക. ഇത്തരം കാര്യങ്ങളുടെ പ്രത്യേകത എന്താണ്? മനുഷ്യന്റെ തലച്ചോറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ നിരന്തരം കണ്ട് പോകുമ്പോൾ അതൊരു നോർമൽ സാധനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അത് തലച്ചോറിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല, അറുവാര് കണ്ടിട്ടില്ല? എന്തൊരു സിമ്പിൾ ആയിട്ടാണ് അവർ ഒരു മോരിക്കൂട്ടിനെ അറുത്തിട്ടിട്ട് അരമണിക്കൂർ കൊണ്ട് പണി കഴിച്ചിട്ട് നമുക്ക് പാക്കാക്കിയിട്ട് തരും. എന്താ, അത് നോർമൽ, അവരുടെ ലൈഫിന്റെ ഒരു നോർമൽ സൈക്കിളിലേക്ക് അത് കയറി. അവർക്കത് പ്രശ്നമല്ല. ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ട്. ശരീരത്തിൽ ഒരു 5-6 സ്ഥലങ്ങളിൽ വളരെ ശക്തമായി അടിക്കും, ശരീരം തുറക്കും. എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് അതേ നമ്മളെ കാണുമ്പോഴൊക്കെ പറയും, പിന്നെ എന്റെ മയ്യത്ത് നിങ്ങൾ നിസ്കരിക്കണം കേട്ടോ എന്നറിയും. ഒരു തൗഹീദിലേക്ക് അടുത്ത കാലത്ത് വന്ന എന്റെ ഖുത്ബ ദീർഘകാലം കേട്ടിരുന്ന ഒരാളാണ്. ഇടക്കിടക്ക് പറയും, ഞാനും തിരിച്ചു പറയും, ഞാൻ ജീവിച്ചിരിക്കണല്ലോ, നിങ്ങളാണോ ഞാനാണോ പോകാന്ന് അതറിയില്ല. അല്ല, ആദ്യം ഞാൻ തന്നെ പോവാ. ഇയാൾ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഉമ്മയും അനിയനും കൂടി തിരുവനന്തപുരത്ത് നിന്ന് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ആലപ്പുഴ വെച്ച് ആക്സിഡന്റ് ആയി. അദ്ദേഹം സ്പോട്ടിൽ മരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മയ്യത്ത് എടുക്കാനും കുളിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നു. ഞാൻ അവർ സൺഡേ ആണ്, ഞാൻ ഓർക്കുന്നു, വേദനാപൂർവ്വം ഓർക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്തോടെ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സംഭവം അവിടെ ചെയ്തു തന്നു. കുറച്ചൊരു ബന്ധങ്ങളും ഒക്കെ വെച്ചിട്ട് അവിടെ തന്നെ അതിന്റെ സൗകര്യമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിന് ഉപയോഗിച്ച സാധനങ്ങളോടെ കണ്ടു. ഞാൻ ചോദിച്ചു, ഇവരങ്ങൾ ഇതുകൊണ്ടാണോ ചെയ്തതെന്ന് ചോദിച്ചു. ഡോക്ടർ ചിരിയിരിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഡോക്ടർക്ക് അതൊരു പ്രശ്നമാകാത്ത എന്തുകൊണ്ടാ? അയാളുടെ നോർമൽ സൈക്കിളിലേക്ക് അത് കയറിയതുകൊണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ചില കാര്യങ്ങൾ നിരന്തരം കേട്ട് പോകുമ്പോൾ അത് നമ്മളും കൂടി പറയുന്ന ഒരവസ്ഥയ്ക്ക് എത്തും, നമ്മളും കൂടി ചെയ്യുന്ന ഒരവസ്ഥയ്ക്ക് എത്തും.
നമ്മൾ കൂടി ഇൻവോൾവ് ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തും. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. നിങ്ങൾ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അകലം വളരെ ശക്തമായി പാലിക്കുന്ന ആളാണ്. പക്ഷെ നിങ്ങളുടെ ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ലിബറൽ ആയിട്ടുള്ള സംഭവമാണെങ്കിൽ ആദ്യമൊക്കെ നിങ്ങളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ അവരിരിക്കുന്ന ഡെസ്കിൽ ഇരിക്കാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ തുടങ്ങും. പിന്നെ അവരെ നിങ്ങൾ ഹഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയാണ്. ഇതൊരു വിഷയമായിട്ട് തോന്നൂല. അപ്പൊ ഞാൻ പറയണത് ഇംഗ്ലീഷ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇംഗ്ലീഷ് പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ചില ആളുകൾക്കൊക്കെ അത് അറിയുന്ന വിചാരിക്കണേ. അതുവഴി ഗേ സെക്സ് കടന്നു വരുന്നതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിനോട് ചോദിക്കുകയാണ്, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, നിങ്ങൾ എന്നെ പഠിപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. നിങ്ങളാണോ പഠിപ്പിക്കണമെന്നൊക്കെ. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കൊരു പഞ്ചാര ചെക്കനെയാണ് അവിടെ ഫീൽ ചെയ്യുക. ആ പെൺകുട്ടിയോട് പഞ്ചാര അടിക്കണ, നാട്ടുമ്പുറത്ത് ഭാഷയിൽ പറഞ്ഞ പഞ്ചാര അടിക്കണ ഒരു ചെക്കനെയാണ് ഫീൽ ചെയ്യുക. നിങ്ങളതൊന്ന് കണ്ടു നോക്ക്, ബാക്കി നമുക്ക് പറയാം. ആണ് ഇവിടെ കൊടുക്കുന്നത്. നിങ്ങളെന്നല്ലേ പഠിപ്പിക്കാം? അല്ല, നമുക്കിവിടെ പേഴ്സണൽ ട്യൂട്ടേഴ്സ് ഉണ്ട്. എന്നാലും ഇവിടെ വന്നിട്ട് തന്നെ ഉള്ളോ പഠിക്കാൻ? അയ്യോ, നമ്മൾ വാട്സപ്പ് വഴിയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ എവിടാണോ അവിടെ ഇരുന്ന് പഠിച്ചാൽ മതി. നിങ്ങൾ കാര്യമായിട്ട് എന്തോ ഒരു എയിം വെച്ചിട്ടാണല്ലോ ഇംഗ്ലീഷ് പഠിക്കാൻ വന്നത്. നിങ്ങൾ കേട്ടപ്പോ തോന്നി എന്താണ്, ആ പെൺകുട്ടിനോട് എന്തോ ഇങ്ങനെ ഞാൻ ഇവിടെ തന്നെ വന്ന് പഠിച്ചോളാം എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ അയാൾ ആഗ്രഹിക്കുന്നത് ഇതൊന്നുമല്ല. അയാൾ ഇനി അടുത്തൊരു സീനിൽ അയാൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അയാൾ ആഗ്രഹിക്കുന്ന ഒരു ഗേ പങ്കാളിനെയാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ഭയങ്കര വൈകാരികമായി അയാളത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. Hey. Yeah? Hi. Since long time, I wanted to tell you this. I would like to share the rest of my life with you. Okay, but what took you so long? I was scared to talk, to express, and moreover, I was not knowing your language, you know. Love has only one language, man. ഇതിന്റെ കമന്റ്സ് പരിശോധിച്ചാൽ അറിയാം. ഒരു തരം കടന്നുകയറ്റം. ഞാൻ പറയുന്നു, ഫാഷിസത്തെക്കാളും നമ്മൾ അഭിമുഖീകരിക്കുന്ന ക്രൈസിസ് എന്ന് പറയുന്നത് ലിബറലിസമാണ്. ഇതിനാണ് ലിബറലിസം എന്ന് പറയാം. വളരെ സുന്ദരമായി നമ്മുടെ കുടുംബ സംവിധാനങ്ങളിലേക്കും വ്യക്തി ജീവിതത്തിലേക്കും ഈവൻ ബെഡ്റൂമിലേക്ക് അടക്കം നമ്മുടെ ഒരു ഇന്റർകോഴ്സസിനോടുള്ള സെക്സിനോടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടിനടക്കം റീറൈറ്റ് ചെയ്തുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ സെക്സ് ചെയ്യുമ്പോൾ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. ഇത്തരം കുറേ സാധനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ഒരു ചിന്ത തന്നെ റീറൈറ്റ് ചെയ്യപ്പെടുകയാണ്. കാഴ്ചപ്പാട് തന്നെ റീറൈറ്റ് ചെയ്യപ്പെടുകയാണ്. ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം വീട്ടിൽ തിരിച്ചു വന്നു. ഭർത്താവിന്റെ വീട്ടിലുണ്ടായിരുന്ന ബൈക്ക് എടുത്തിട്ട് വീട്ടിൽ തിരിച്ചു വന്നു. നേരെ റൂമിൽ കയറി വാതിലടച്ചു. പുതിയ ട്രെൻഡാണ് പെൺകുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. നേരെ റൂമിൽ കയറി വാതിലടക്കുക, ബ്ലേഡ് വെക്കുക, അല്ലേ? റൂമിൽ കയറി വാതിലടക്കും. പിന്നെ ഓള് കൂർക്കം വലിച്ചിറങ്ങും. ഈ പാവമ്മ പുറത്ത് വാതിൽക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, ചെവിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ. നമ്മൾക്ക് എത്രയോ തവണ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞു പറഞ്ഞ അനുഭവം വ്യക്തിപരമായി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുക്കും എന്ത് ചെയ്താൽ മതി, പിന്നെ ഇമ്മ അസ്വസ്ഥയാണ്, എണീറ്റ് പോയി നോക്കുന്നു, ജനലിൽ കൂടെ നോക്കുന്നു, അവളെ ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു, രാത്രി മുഴുവൻ ഉറങ്ങാതെ. അപ്പൊ ഈ ഉമ്മ വാതിലൊക്കെ തട്ടി വിളിച്ചു, അവൾ തുറക്കണില്ല. അപ്പോൾ അവളുടെ ഇത്താത്തമാര് വന്നു, വാതിലൊക്കെ തുറന്നു, സംസാരിച്ചപ്പോൾ പറഞ്ഞു അയാളൊരാണല്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു അയാള് അങ്ങനെ ആണല്ല എന്ന് പറഞ്ഞാൽ ഒരു ജനറേഷനെ മനസ്സിലാക്കുക എന്താ, മനസ്സിലായി നിങ്ങൾക്ക് എന്താണെന്ന്? ഒരു പ്രത്യേക ജനറേഷനെ മനസ്സിലാക്കുക എന്താ, അവളുടെ ബെഡ് അവൾക്ക് വൃത്തിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു ആളല്ല എന്നാണ് മനസ്സിലാക്കുക. അങ്ങനെയാണ് ഈ മോള് പോകണ്ട, അതിനെന്താ? പക്ഷെ മൂത്തെത്താത്ത ചോദിച്ചു, കല്യാണം കഴിഞ്ഞ് 3 ദിവസം കൊണ്ട് അതൊക്കെ തീരുമാനമാകും. അപ്പൊ ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. അപ്പൊ എന്താ പ്രശ്നം അറിയോ? അയാള് മുണ്ട് കൊടുക്കുന്ന ആളാണ്, അയാൾ ജീൻസ് ഇടൂല, അയാൾ ബുള്ളറ്റ് ഓടിക്കൂല, അയാൾക്ക് കട്ടിമീശല്ല, അയാളെ മുടി ഇങ്ങനെ സാധാരണഗതിയിൽ വെട്ടിയ ഒരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ യാതൊരു തരം ഭ്രാന്തും ഇയാളെ തലയ്ക്ക് കയറിയിട്ടില്ല എന്നതിന്റെ അർത്ഥം. അപ്പൊ ആ ഭ്രാന്ത് ഫുള്ള് കയറിയ ഒരു പ്രത്യേക ജീവിനെയാണ് എനിക്ക് ആരാ ഇത് കൊടുത്ത്, ഇൻസ്റ്റയാണ് കൊടുത്ത്. വെറുതെ നിങ്ങൾ പെൺകുട്ടിയോട് വെച്ചൊക്കെ ബൈക്ക് ഓടിക്കാൻ ആഗ്രഹമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം, ഒരിക്കലും ആന്ന് പറയില്ല. എക്സ്പ്രഷനിൽ വ്യത്യാസം ഉണ്ടാവും. മോൾക്ക് ബൈക്ക് ഓടിക്കാൻ ആഗ്രഹം ഉണ്ടോ ചോദിച്ചാൽ എന്താ, അങ്ങനെയല്ല പറയാം. ഉണ്ട് ഉണ്ട്. കാശ്മീരിലേക്ക് സോളോ ട്രിപ്പ് പോകാൻ താല്പര്യമില്ല, ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ഉണ്ട് പീസ് റേഡിയോയിൽ ഒരു പയ്യന് അവിടെ പിന്നെ അവിടുത്തെ സൗണ്ട് എഞ്ചിനീയറുടെ സുഹൃത്താണ്. സൗണ്ട് എഞ്ചിനീയർ പറയുന്നത് ഇങ്ങനെ ഒരു ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ നല്ലൊരു യോയോ ആയിട്ട് വന്ന ആളാ കേട്ടോ. അവസാനമായപ്പോഴത്തെ നല്ല അടിപൊളി കുട്ടിയായി. അങ്ങനെ കേൾക്കല്ലേ, നേരം വെളുത്ത് വൈകുന്നേരം വരെ ഇങ്ങനെ കേൾക്കുകയാണ്. നല്ല പ്രണയമൊക്കെ ഉള്ള ആളാണ്. അപ്പൊ ഞാനും അരിസ് മൗലവി ഇരുന്നിട്ട് ഈ ഡിസ്കഷനിൽ പങ്കെടുത്ത് ഇറങ്ങുമ്പോൾ ഞാനെന്താ കാട്ടുവെച്ചു.
മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനത്തെ കുട്ടിയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോണ്ട് ഇവന് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പോയ ബൈക്കിന് ലൈറ്റ് ഒന്നുമില്ല, ഞാൻ പോയ ബൈക്കിന് ബ്രേക്ക് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൻ പറയണേ. അപ്പൊ അവന്റെ കഴിഞ്ഞപ്പോ ഞാൻ അടുത്ത് വിളിച്ചു, മോനെ എന്റെ നീളം എനിക്കറിയാമെന്ന് ചോദിച്ചാണ്. ഒക്കെ അറിയാം. നിങ്ങളെ അവിടുത്തെ പള്ളിന്റെ അവിടുത്തെ മുഅദ്ദിന്റെ ഖബർ കുഴിക്കണ ആളെ നമ്പറൊക്കെ എൻ്റെ അടുത്തില്ലേന്ന് ചോദിച്ചു. എന്നാ ജിഞ്ഞി പോണിന്റെ മുമ്പ് ആ ഖബറൊന്ന് കുത്തിടാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ ഫയല് റേഡിയോ കൂടെ ഉണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയണ കുട്ടികൾ വേറൊരു തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താ? അവർക്ക് ഫീഡ് ചെയ്യപ്പെടുന്ന സാധനങ്ങൾ ഇങ്ങനെ പലതുമാണ്. ഇനി ഇവിടെ തീരുന്നില്ല കേട്ടോ, ഇവിടെ തീരുന്നില്ല. ഞാൻ കുറച്ചുകൂടി കാര്യങ്ങളിലേക്ക് വരാം. എന്താണ് ഒരു വിവാഹത്തിന് മുമ്പ് ഇങ്ങനത്തെ ഒരു കാര്യം പറ്റുമെന്നാണ് അടുത്തൊരു പബ്ലിക് റിയാക്ഷൻ വീഡിയോ. വിവാഹത്തിന് മുമ്പ് ഇങ്ങനത്തെ ഏർപ്പാടുകൾക്ക് പോകാൻ പറ്റും, നിങ്ങളെ അഭിപ്രായം എന്താ? മൈക്ക ക്യാമറ ഒക്കെ വെച്ചിട്ടേ അത് പബ്ലിക്കേറ്റ്, ഇതൊക്കെയാണ് ഇൻസ്റ്റയിൽ കാണുന്നത്. ഞാൻ ഇൻസ്റ്റനെ കുറിച്ച് കുറച്ച് കാര്യം പറയും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും പറഞ്ഞു തുടങ്ങിയിട്ടില്ല കേട്ടോ, അപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. ഉണ്ട് 16 കാര്യം ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 47 മിനിറ്റ് ഉണ്ട് നമ്മുടെ മുന്നിൽ, സമയത്തിനനുസരിച്ച് പറയാം. അപ്പൊ ഇതൊക്കെ എന്തായാലും ഇൻസ്റ്റ കൂടെയാണ് വരുന്നത്, അതിൽ സംശയമല്ല. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. വിവാഹത്തിന് മുന്നേ ഉള്ള ലൈംഗികത തെറ്റാണോ ശരിയാണോ? ഇതൊക്കെ ഇപ്പൊ നിസ്സാര കാര്യങ്ങളായല്ല. കുഴപ്പമില്ല, കല്യാണത്തിന് മുമ്പ് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ആ ടൈമിലാണൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പോ അവരവരുടെ താല്പര്യമല്ലേ. തെറ്റല്ല. അത് ചെയ്യുന്നതിന് കൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അത് അവരവർ ഇഷ്ടം ഉണ്ടെങ്കിൽ ചെയ്യുന്നതിൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. തെറ്റൊന്നുമല്ല. മനുഷ്യ മനസ്സെന്ന് വെച്ചാല് പല ആൾക്കാരോട് ഇഷ്ടം തോന്നിയാണ്. അപ്പൊ അത് ഒന്നിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന എനക്ക് തോന്നില്ല. അപ്പോ ഒന്നാന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ഒഴിവാകാത്ത തന്നെ. അപ്പൊ സഹോദരന്മാരെ, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളെ കുട്ടികള് പോണ ക്യാമ്പസിന്റെ ഒരു അന്തരീക്ഷമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ. ഇത്തരം സുഹൃത്തുക്കളും ഇത്തരം ചർച്ചകൾക്കും ഇടയിൽ നിന്നൊക്കെ ഒരു രക്ഷപ്പെട്ടു വരണം. അതിനുള്ള എന്ത് ആയുധമാണ് നമ്മൾ അവരെടുത്ത് കൊടുക്കണത്? എന്ത് ബോധ്യമാണ് നമ്മൾ കൊടുക്കണത്? ഒന്നും കൊടുക്കണില്ല. ഇനി അത് മാത്രല്ല, കേരളത്തില് വേശ്യാലയങ്ങൾ വേണോ, റെഡ് സ്ട്രീറ്റ് ടൈപ്പ് സാധനം വേണോ എന്ന് വേറൊരു പബ്ലിക് റിയാക്ഷൻ വീഡിയോയിൽ ചോദിച്ചപ്പോ അതിന് കൊടുത്ത ഉത്തരവ് നിങ്ങൾ കേട്ടോളി. ആവശ്യമുണ്ട്. കാരണം വളരെ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആവശ്യമുണ്ടെന്നാണ് എന്റെ നിഗമനം. ഈ ലീഗലായിട്ട് നടക്കുന്ന കാര്യം തന്നെയല്ലേ നമ്മൾ ലീഗലൈസ് ചെയ്യാൻ പോകും. അത് ആവശ്യമുള്ള കാര്യം, അത് ഉള്ളത് നന്നായിരിക്കും. ഐ ബിലീവ് അങ്ങനെ കുറച്ച് പേരുള്ളത് കൊണ്ടാണ് ഇവിടെ കുറച്ചെങ്കിലും റേപ്പ് കേസസ് കുറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് അങ്ങനെ സെക്സ് തൊഴിലാളികൾ റോട്ടിൽ രാത്രി 11 മണിക്ക് ശേഷം വരുന്നോണ്ടാണ് റേപ്പ് കേസസ് കുറയണത് എന്നാണ് ഇപ്പോൾ അവർക്ക് മനസ്സിലായത്. ഇത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇവിടുത്തെ ഈ പറയുന്ന ടൈപ്പ് ക്യാമ്പയിനുകളാണ്. ഈ കുട്ടികൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പറഞ്ഞ് എവിടെ എത്തുന്നത്? ആ വിവാഹം വേണ്ടായിരുന്ന ടീമില്ലേ, ആ ഹിജാബ് വേണ്ട, ആ മറ വേണ്ട എന്നൊക്കെ പറഞ്ഞ ടീം. അതായത് ഇപ്പോ നമ്മളെ കുട്ടികള് കൊച്ചിൻ യൂണിവേഴ്സിറ്റിന്റെ പുറത്ത് ഒരു ഹാളിൽ പ്രോഗ്രാം വെച്ചപ്പോ ബോയ്സ് കഴിഞ്ഞിട്ട് ഗേൾസിന്റെ ഇടയിൽ ഒരു മറ വെച്ചപ്പോ അത് ഇവിടെ ഭയങ്കര വിവാദമായി. ഞെട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ ടീമൊക്കെ ഞെട്ടി. താലിബാനിസം വരുന്നു, ആകെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമ്പയിൻ ചെയ്തു. നമ്മൾ വളരെ കൃത്യമായിട്ട് മീഡിയയിലുള്ള ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ വിഷയത്തിൽ ഡിബേറ്റ് ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾ പറയുന്ന മറന്റെ പിന്നിൽ വേറെയും കുറെ സാധനം ഞങ്ങൾ പച്ചക്ക് പറയുന്നിറങ്ങി. എന്തേ പിന്നെ വിവാദമൊന്നും ഉണ്ടായില്ലല്ലോ? പിന്നെന്തേ ആർക്കും എന്ത് വിവാദമാക്കാൻ പറ്റാതിരുന്നേ? സ്വന്തം പെങ്ങളെയും അമ്മയെയും വരെ ശാരീരിക ബന്ധത്തിന് ഉപയോഗിക്കുന്നത് തെറ്റല്ല, ഇൻസെസ്റ്റ് എന്നാണ് ഞാൻ പറയാ. അത് തെറ്റല്ല എന്ന് മലയാളത്തിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി പ്രസംഗിക്കുന്ന യുക്തിവാദി നേതാക്കളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരതൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഇപ്പോ നമ്മളെ കുട്ടികള് കൊച്ചിൻ യൂണിവേഴ്സിറ്റിന്റെ പുറത്ത് ഒരു ഹാളിൽ പ്രോഗ്രാം വെച്ചപ്പോ ബോയ്സ് കഴിഞ്ഞിട്ട് ഗേൾസിന്റെ ഇടയിൽ ഒരു മറ വെച്ചപ്പോ അത് ഇവിടെ ഭയങ്കര വിവാദമായി. ഞെട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ ടീമൊക്കെ ഞെട്ടി. താലിബാനിസം വരുന്നു, ആകെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമ്പയിൻ ചെയ്തു. നമ്മൾ വളരെ കൃത്യമായിട്ട് മീഡിയയിലുള്ള ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ വിഷയത്തിൽ ഡിബേറ്റ് ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾ പറയുന്ന മറന്റെ പിന്നിൽ വേറെയും കുറെ സാധനം ഞങ്ങൾ പച്ചക്ക് പറയുന്നിറങ്ങി. എന്തേ പിന്നെ വിവാദമൊന്നും ഉണ്ടായില്ലല്ലോ? പിന്നെന്തേ ആർക്കും എന്ത് വിവാദമാക്കാൻ പറ്റാതിരുന്നേ? സ്വന്തം പെങ്ങളെയും അമ്മയെയും വരെ ശാരീരിക ബന്ധത്തിന് ഉപയോഗിക്കുന്നത് തെറ്റല്ല, ഇൻസെസ്റ്റ് എന്നാണ് ഞാൻ പറയാ. അത് തെറ്റല്ല എന്ന് മലയാളത്തിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി പ്രസംഗിക്കുന്ന യുക്തിവാദി നേതാക്കളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരതൊന്ന് പറഞ്ഞോട്ടെ. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ്, ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. അത് അവരെ സമ്മതിച്ചുകൊണ്ടാണ് നടത്തുന്നത്, യാതൊരു പ്രശ്നമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഉപോൽപ്പന്നമാണ് കുടുംബങ്ങളിലേക്ക് കയറി വന്നിട്ടുള്ള എല്ലാ അസന്തുഷ്ടികളും. മൊത്തം കാഴ്ചപ്പാടുകൾ ട്വിസ്റ്റ് ചെയ്യാണ്. കുറെ
ഫെമിനിസ്റ്റുകളായിട്ടുള്ള വ്ളോഗർമാരുണ്ട്. ഈവൻ നമ്മുടെ കുടുംബിനികൾ അടക്കം ഇതൊക്കെ കാണും. നമ്മുടെ കുടുംബിനികൾ അടക്കം ഇതൊക്കെ കണ്ടിട്ട് എന്താ അവർ ചിന്തിക്കുക? തുല്യത വേണം അല്ലെ? എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹം ഓഫീസ് റൂമിൽ ഇങ്ങനെ ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു, തുല്യത വേണം, എന്താ സംശയം, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ചർച്ചയാണ്. അപ്പൊ അവസാനം അവിടെ അരി കൊണ്ടുവരുന്ന വണ്ടി ഉണ്ടല്ലോ, ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾക്ക് ചോറിന്റെ അരി കൊണ്ടുവരും. ചെറിയ സ്കൂളാണ്. അപ്പൊ അങ്ങനെ പണിക്കാരൊന്ന് വിളിച്ചുവിടാ. അപ്പം മൂപ്പരാണ് ഇത് ഇറക്കുക. എന്തിനും റെഡിയാണ്, ആള് ഭയങ്കര റെഡിയാണ്. ചാനലിലൊക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു മൂപ്പരെ കുറിച്ചുള്ള ചില വാർത്തകളൊക്കെ, മരം മുറി ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ മൂപ്പര് 4 ചാക്കോ 3 ജാക്കറ്റ് ഉണ്ട്. ഒരു ചാക്ക് മൂപ്പര് എടുത്തിട്ട് പറഞ്ഞേ, തുല്യത വേണമല്ലോ, ബാക്കി ചാക്ക് നിങ്ങൾ എടുത്തിട്ടോളി പറഞ്ഞു. ലേഡീസ് ടീച്ചേഴ്സിനോടേ, അല്ല പക്ഷേ ഞങ്ങൾ അങ്ങനെ പറയല്ലേ, അല്ല തുല്യത വേണമല്ലോ. നമ്മളെ സ്ത്രീകളും ചിലപ്പോൾ നമുക്ക് മൂച്ചിമ കയറും. ഇസ്ലാം ഈക്വാലിറ്റിനെ കുറിച്ചല്ല, ഇക്വിറ്റിനെ കുറിച്ചാണ് ഇസ്ലാം പറഞ്ഞത്. ഈക്വാലിറ്റിയും ഇക്വിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ? ഈക്വാലിറ്റി പ്രകാരം ഇവിടെ ഒരു മതിൽ കെട്ടി, ആ മതിലിന്റെ ഇപ്പുറത്ത് ആൺകുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട് എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും നിൽക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ മതി. നീളല്ലാത്ത കുട്ടിക്ക് മതിലിന്റെ അപ്പുറത്തുള്ള കാണാൻ പറ്റില്ല. പറ്റുമോ? ഇതിപ്പോ ഒരു മതിലാണ്, ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ട്, ഇവിടെ ചെറിയൊരു കുട്ടി നിൽക്കുന്നുണ്ട്, അവിടെ ചെറിയൊരു കുഞ്ഞിനെ കടത്തിയിട്ടുണ്ട്. എന്താണ് തുല്യത പ്രകാരം എന്താ വേണ്ടേ? എല്ലാവർക്കും അവരുടെ റൈറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇക്വിറ്റി പ്രകാരം എന്താണ്? ആ കാണാത്ത കുട്ടീനെ എടുത്ത് പൊക്കണം, എന്നിട്ട് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീക്കും പുരുഷനും അനുഗുണമായിട്ടുള്ളൊരു തരം ഫ്രെയിമാണ്. ഇത് കുടുംബരംഗത്ത് മാറ്റി എഴുതാനുള്ള ബോധപൂർവമായ ശ്രമം എങ്ങനെ നടക്കണേ? ഗെയ്സ് എന്ന് പറഞ്ഞു വരുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. ഓര് എന്തിനാ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കണ്ണൂരിലെ മുട്ടമാലി മുട്ട ബജിയൊക്കെ ഉണ്ടാക്കാനാണ് വരിക. അതിന്റെ ഇടയിൽ കൂടെ അതിങ്ങനെ കയറ്റും. പിന്നെ ഏട്ടനെ ഞാനും ഏട്ടനൊക്കെ തുല്യം തന്നെയല്ലേ. അപ്പൊ ഏട്ടൻ എന്ത് ചെയ്തൊക്കെ കഴുകി തരും, അതാക്കി തരും, ഇതാക്കി തരും അല്ലേ. നമ്മളിതിങ്ങനെ തലയിൽ എടുക്കും, സ്ത്രീകൾ ഇങ്ങനെ യെസ് വണ്ടർഫുൾ ഇതിങ്ങനെ തലയിൽ എടുക്കും. എന്നിട്ട് ഇതുകൊണ്ടാണ് പിന്നെ എന്ത് ചെയ്യുക, അഭിമുഖീകരിക്കാൻ വേണ്ടി നിൽക്കുക. ഇതാണ് നമ്മളെ കുട്ടികൾ കാണുക. എന്താ? സ്വാതന്ത്ര്യമില്ല, പെണ്ണിന് സ്വാതന്ത്ര്യമില്ല. മുസ്ലിം സ്ത്രീക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാൻ എത്രങ്ങാനും ഓൺലൈൻ ആങ്ങളമാരെ അറിയോ? നമ്മളെ പ്രധാനമന്ത്രി തൊട്ട് എല്ലാവരും ഇറങ്ങിക്കാണ്, മൊത്തം ടീമിന്റെ ഇറങ്ങിക്കാണ് മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാൻ. അവർ വാങ്ങിക്കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ എന്റാണ് ഞാൻ നിങ്ങളോട് പറയണത്. അവർ വാങ്ങിക്കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണിത്. എന്നാൽ മുസ്ലിം കുടുംബങ്ങളിൽ ഇസ്ലാമിക നിയമങ്ങൾക്ക് അപ്പുറത്ത് നടക്കുന്ന അനീതികൾ ഉണ്ട്. അതിനെ നിരാകരിക്കണില്ല. സ്വത്തോഹരി വെക്കുമ്പോ പെങ്ങൾക്കുള്ള സ്വത്ത് ആ മലന്റെ ചോട്ടിൽ ഇങ്ങനെ ചെരിഞ്ഞ സ്ഥലത്ത് കൊണ്ടാക്കും. അവിടെ 2 ഏക്കർ ഉണ്ട്, എന്താ കാര്യവും? വഴി ഉണ്ടാവില്ല. അതൊക്കെ പരലോകത്ത് വെച്ച് കാണാം കേട്ടോ. അത് പരലോകത്ത് വെച്ചിട്ട് നല്ല കിട്ടണമാതിരി കിട്ടും. ഈ പറമ്പോ ഈ സ്വത്ത് മുഴുവൻ കഴുത്തിൽ അണിയിപ്പിച്ചു തരും. അപ്പൊ അതിലൊക്കെ ഒരു ഓർമ്മയും ബോധമൊക്കെ ഉണ്ടാകണം, നല്ലതാണ്. അവിടെ ഞാൻ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരികയാണെങ്കിൽ, വിവാഹം എന്ന് പറയുന്നത് ചില ആൾക്കാർ വിചാരിക്കണമെന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിച്ച് കുടുങ്ങി, അങ്ങനെ മാർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. ഞാനിട്ട ക്വസ്റ്റ്യൻ ബാങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്ത ആൾക്കാരുണ്ട്, കുടുങ്ങി. പിന്നെ അങ്ങനെ പോണ്. ഇത് അങ്ങനത്തെ ഒരു വിഷയമല്ല. ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചോയ്സ് അല്ല. എന്താണ് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്? മൻ തസവ്വജ ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീനി. ഒരാൾ വിവാഹം കഴിക്കുന്നതോടുകൂടെ ദീനിന്റെ പകുതി അയാൾ പൂർത്തിയാക്കുന്നു. ഫല്യത്തഖില്ലാഹ ഫി നിസ്ഫിൽ ബാഖി. ഇനിയൊരു പകുതി ഉണ്ട്, അതിൽ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചായക്ക് സ്വർഗ്ഗമാണ്. അതുകൊണ്ട് ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, ചോയ്സ് ഇല്ല. അതോടൊപ്പം തന്നെ യഥാർത്ഥ മനഃശാന്തിയും സമാധാനവും വിവാഹത്തിലാണ്. മിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. വിവാഹത്തിന്റെ ലക്ഷ്യം തന്നെ ശാന്തമായ ആശ്വാസമുള്ളൊരു ജീവിതം കിട്ടലാണ്. വിവാഹത്തിന്റെ ഫീച്ചർ അതാണ്. വിവാഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഫീച്ചർ അതാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ റഹ്മത്തിനെയും മവദ്ദത്തിനെയും രണ്ടിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തെയും പ്രണയത്തെയും ഇട്ടു തന്നിരിക്കുന്നു എന്നാണ്. അപ്പൊ അത് പലപ്പോഴും എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിടയിൽ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിവാഹം എന്നുള്ള സിസ്റ്റത്തിന്റെ പ്രശ്നമല്ല. ഒരു കമ്പനി ഇറക്കിയ കാറ്, എത്തിയോസ്ലിവ എന്ന് പറയുന്ന കാറ് 10 ആൾ ഓടിക്കാണ്. ഒരാൾ ഓടിച്ചപ്പോൾ ഇടിച്ചു, അയാൾ അങ്ങനെ ഓടിച്ചാൽ ഇടിക്കും. അപ്പൊ ആ കാറിന്റെ കുഴപ്പമല്ലേ, ബാക്കി 9 ആളും വൃത്തിക്ക് ഓടിക്കുന്നുണ്ട്. അയാൾ ആ കാർ ഓടിക്കുന്നിടത്ത് എന്തോ പ്രശ്നമുണ്ട്. അതാ സിസ്റ്റത്തിന്റെ പ്രശ്നമല്ല, അയാളുടെ പ്രശ്നമാണ്. എന്റെ പ്രശ്നം എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റണം. അത് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. അതെന്തായാലും പറഞ്ഞിട്ട് നമ്മൾ പിരിയുള്ളൂ. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞങ്ങൾ തമ്മിൽ എന്തുകൊണ്ടാണ് വഴക്ക് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ചില ട്രിക്സ് ആൻഡ് ടിപ്സ് ഉണ്ട്, നമുക്ക് പറഞ്ഞു നോക്കാം കേട്ടോ. ശരി. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരു ജീവിത പരിസരത്ത് നമ്മൾ കാണുന്ന കുറെ നല്ല എക്സാമ്പിൾസ് ഉണ്ട്. എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം മാരകമായ രോഗം ബാധിച്ച്
മരണശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തിന്റെ ഭാര്യന്റെ വിശേഷമൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പാതി ചിരിച്ച് കണ്ണ് നിറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം അവളോട് ചോദിച്ചു, നമ്മൾ തമ്മിലുള്ള സെക്സ് നടന്നിട്ട് എത്ര കാലമായി, നീ ഭയങ്കര ചെറുപ്പല്ലേ? അപ്പൊ അതിനവർ കൊടുത്ത ഉത്തരം എന്താ അറിയോ? അതിനവർ കൊടുത്ത ഉത്തരം, നിങ്ങളുടെ തളർന്നു തൂങ്ങിയ ചുണ്ടിൽ വായിലേക്ക് ഇങ്ങനെ കഞ്ഞി കോരിത്തരുമ്പോ എനിക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്, പുതപ്പിന്റെ ഉള്ളിലെ ശാരീരിക ബന്ധത്തിന് കിട്ടണില്ലാതെ വലിയൊരു സമാധാനം സുഖം എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് നിങ്ങളെങ്ങനെ കുറച്ച് ദീർഘകാലം കിട്ടിയാൽ മതി, ഇങ്ങനെ കിട്ടിയാൽ മതി, ഈ രോഗം പോലും മാറണ്ട. ഈ രോഗം മാറൂല എന്ന് ഡോക്ടർമാർ പറഞ്ഞാണ്. ഇത് പിന്നെ പടച്ചോ മാറ്റിയാൽ മാറുമെന്ന് വേറെ കാര്യം. എന്നാൽ പോലും ഇങ്ങനെ കിട്ടിയാൽ പോലും ഞാൻ ഓക്കെ ആണെന്നാണ്. അത് പ്രൊഫൈൽ പിക്ചർ നോക്കിയും കട്ടിമീശ നോക്കിയും അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ് നോക്കിയും കല്യാണം കഴിച്ചോടൊന്നും ഉണ്ടാവില്ല. അത് കെട്ടിനോടത്ത് പയക്കണാണ്, കെട്ടിനോടത്ത് പയക്കണാണ്. ഇനി കെട്ടിയെടുത്ത് പയച്ചു, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ കെട്ടിനോടത്ത് എന്ന് പറയുമ്പോൾ വേറൊരു പെണ്ണിനെ കെട്ടണമെന്ന് വിചാരിക്കേണ്ട, തിരിച്ചും അവിടെ പയക്കണാണ്. അവിടുത്തെ മാനദണ്ഡങ്ങൾ പയക്കണതാണ് കേട്ടോ. നമ്മളായിട്ട് ഇനി നമ്മളെ മക്കളെ കെട്ടിക്കുമ്പോൾ പയക്കാതെ നോക്കുക എന്നുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല ശരിയായ തവക്കുലുണ്ടായില്ലേ. അള്ളാഹു റസൂലിന്റെ സദസ്സിൽ വന്ന് ഒട്ടകത്തെ കെട്ടിടാതെ വന്നിരുന്ന മനുഷ്യനോട് എന്താ പ്രവാചകൻ പറഞ്ഞേ? പ്രവാചകൻ പറഞ്ഞു, ഒട്ടകത്തെ കെട്ടിടുന്നിട്ട് തവക്കലാക്കുന്നതാണ്. നമ്മൾ കാർക്കിച്ചു തുപ്പുന്ന കഫത്തില് രക്തത്തിന്റെ കണ്ടന്റുകൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് ഈ വാരിയലിന്റെ ഇതിലെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സാരില്ലടി നമുക്ക് ഡോക്ടറെ കാണാം എന്ന് പറയാൻ ഒരാൾ ഉണ്ടാവുമ്പോ വാപ്പാക്കും ഉമ്മാക്കും ആങ്ങളക്കും വേറെ ആർക്കും നൽകാൻ കഴിയുന്നതിലേറെ വലിയൊരു സമാധാനം അവിടെ നൽകാൻ കഴിയുന്നുള്ള കാര്യം ഉറപ്പാണ്. വളരെ പ്രായം ചെന്ന ചില ആളുകളുടെ ചില വീഡിയോസൊക്കെ ഭയങ്കര പിന്നെ കാണാറുണ്ട്, യൂട്യൂബിലൊക്കെ കാണും. എന്താ വളരെ പ്രായം ചെന്നിട്ടുണ്ടാവുന്നാലും ഭക്ഷണമൊക്കെ ഇങ്ങനെ വായിലേക്ക് വെച്ചുകൊടുക്കണേ വയോധികരായ മനുഷ്യരെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. വയോധികരായ മനുഷ്യരെ തന്റെ 20-22 വയസ്സിൽ ഭാര്യ കിടപ്പ് രോഗിയായിട്ട് 70 വയസ്സ് വരെ 70-ാമത്തെ വയസ്സ് മൂപ്പർക്കാവുമ്പോൾ ഭാര്യ മരിച്ച് പിരിഞ്ഞ ഒരാളെ എനിക്കറിയാം. ഞാൻ മൂപ്പരോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളോട് ആരും കല്യാണം കഴിക്കണമെന്നും പറഞ്ഞില്ലേ ദീർഘമായ കാലം? മൂപ്പര് പറഞ്ഞു, എങ്ങനെ മൗലവി, അവളിവിടെ ഇങ്ങനെ വെയ്യാതെ കിടക്കുമ്പോൾ പിന്നെ എങ്ങനെ? അവൾ എന്നെ ഭയങ്കരമായി നിർബന്ധിച്ചു, ഇനി പ്രായമാകുമ്പോൾ നിങ്ങൾ ഇടങ്ങാറാകും, ഞാനും ഇടങ്ങാറാകും, കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കൊരാളെ കൊണ്ടുവന്നൂടെ എന്ന് എന്നോട് അവൾ പലവരും ചോദിച്ചതാണ്. ഇത് ഹൃദയത്തിന്റെ ഉള്ളിൽ പടച്ചോൻ തരേണ്ട ഒരു വലിയ സംഭവമാണ്. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പടച്ചോൻ ഇട്ടേണ്ടതാണ്. അത് ഈ പൈസയൊക്കെ കൊടുക്കണ വരെ തന്നെ കൊടുക്കുക. ചില ആളുകൾക്ക് നല്ല പൈസ ഉണ്ടാവും, ആരോഗ്യം കൊടുക്കണ പോലെ പൈസ കൊടുക്കണ പോലെ ഒക്കെ തന്നെയാണ് ഈ മവദ്ദത്തും റഹ്മത്തും പടച്ചോൻ കൊടുക്കുക. ശ്വാസം കൊടുക്കണ പോലെ തന്നെയാണ് ഇത് കൊടുക്കുക. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള ചില വഴികളുണ്ട്, ആ വഴികൾ നമ്മൾ നോക്കണമെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ചില അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളണം. ഞാൻ അത്തരം ചില കാര്യങ്ങളിലേക്ക് പോകാം. ആ അടിസ്ഥാനം എന്താ? പെൺകുട്ടികളോട് പറയാണ്, അതുകൊണ്ട് വിവാഹത്തിന് സമയമായാൽ ആൺകുട്ടികളോട് അത് വല്ലാതെ പറയേണ്ടതില്ല, പൊതുവേ നടന്നോളൂ. വെറുതെ ഡയലോഗ് പറഞ്ഞ് നിൽക്കരുത്. നല്ല ബന്ധങ്ങൾ വന്നാൽ കല്യാണം നടത്തുക. കല്യാണം നടത്തുമ്പോൾ നിങ്ങളെ പഠനവും കോഴ്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പഴയ ആ പെണ്ണ് കാണൽ പരിപാടിയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മള് ഈ വിവാഹപ്രായം എത്തിയ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ചില കോഴ്സസ് ഒക്കെ നടത്താറുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മളൊക്കെ കൃത്യമായിട്ട് പറയും, നല്ല പച്ചക്ക് പറയും. വേറെ ഒരു മാലത്തിലല്ലേ നിൽക്കണുള്ളൂ കേട്ടോ. ഇവിടെ അങ്ങനെ വല്ല പച്ചക്ക് പറയാൻ പറ്റൂല. എന്താ പണ്ടത്തെ ഒരു പെണ്ണാണ് രീതി? എന്താ എൻ്റെ പേരെന്താ? പേര് കുഞ്ഞിപ്പത്തു. ഇതെന്ത് പഠിച്ചു? ഞാൻ എന്നെ പഠിച്ചു. എത്ര മാർക്ക് ഉണ്ടായിരുന്നു? കഴിഞ്ഞു, എൻ്റെത് കഴിഞ്ഞു. ഒരു ടെക്സ്റ്റൈൽസ് പോയിട്ട് ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ, ഇതേ പെണ്ണിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ ആദ്യത്തെ ടെക്സ്റ്റൈൽസിൽ മൊത്തം തിരഞ്ഞിട്ട് കിട്ടായിട്ട്, രണ്ടാമത്തേൽ കാണായിട്ട്, മൂന്നാമത്തേന്ന് സാധനം കിട്ടൂലെന്ന് ഉറപ്പായപ്പോൾ നാലാമത്തേക്ക് പോയിക്കാണ് ഇപ്പോൾ ഒരു ഡ്രസ്സ്. കല്യാണ ദിവസം എടുക്കുന്ന ഡ്രസ്സ് അങ്ങനെ തരും. എന്നാലോ ആ പെണ്ണിനോട് ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്, ആ ആണിനോട് തിരിച്ചു ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ. അതൊന്നും ചോദിക്കൂല, അതൊന്നും പറയില്ല, അതിനുള്ള അന്തരീക്ഷം ഒരുക്കൂല. ഒന്നുമില്ല, ഇത് കാണണമെങ്കിൽ തന്നെ എന്താ വെച്ചാൽ 100 ആളെയൊക്കെ കാണുന്ന ടീമൊക്കെ ഉണ്ട്. എന്താ കാര്യം? ആണ് പോകലാണ്, കാണലാണ്. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഉണ്ടാവില്ല. നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ ഇത്ര റാം വേണം, ഇന്ന കോൺഫിഗറേഷൻ വേണമെന്നൊക്കെ നമുക്കൊരു പ്ലാൻ ഉണ്ടാവും. ഞാനൊരു കല്യാണം കഴിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷനെ സ്വീകരിക്കുമ്പോൾ എനിക്ക് എന്തു വേണം എന്നുള്ളൊരു കാഴ്ചപ്പാട് വേണ്ടേ? അതിൽ തന്നെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത പോയിന്റ്സ് എന്താണ്, കോംപ്രമൈസ് ആകാവുന്ന പോയിന്റ്സ് എന്താണ്? ഉദാഹരണം പറഞ്ഞാല്, അവള് കണ്ട ചങ്ങായിക്ക് പല്ല് കുറച്ച് പൊന്തിയിട്ടാണ്. അതൊന്നുമില്ല, ഒരു ഡെന്റൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് കമ്പിയിട്ടാ തീരുന്ന കേസുള്ളൂ. പക്ഷെ അവന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ഫങ്ഷനിങ്സ് ഉണ്ട്, ഈമാൻ, ഇഖ്ലാസ് എന്നൊക്കെ പറയുന്ന സാധനം. ആ സാധനം അങ്ങനെ പല്ല് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാൽ കിട്ടൂല. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നല്ല വെളിച്ചം കൊടുക്കണം, കൃത്യമായ കാഴ്ചപ്പാട് കൊടുക്കണം. അല്ലെങ്കിൽ റിയൽ ജീവിതങ്ങളായി വിചാരിച്ചു നോക്കും. റിയൽ ജീവിതങ്ങളായിട്ട് പരിണമിക്കണ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒക്കെ അങ്ങനെയാണ്. എല്ലാം അങ്ങനത്തെ ഒരു വൈബ് എന്ന് പേരിടുന്നതോടുകൂടെ
കണ്ടിട്ടില്ല നിങ്ങൾ? 4 മറ്റേ ലൈറ്റും ഒരു സാധനവും കുറച്ച് ഒച്ചവിളി ഉണ്ടായി അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കും, ഇടിച്ചിങ്ങനെ നിൽക്കും. എന്തേ ഉള്ളൂ, അവിടെ സോഡയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, നാട്ടിൽ കിട്ടണമൊക്കെ മുറിച്ചിടുന്നുണ്ടാവും. എന്നിട്ട് ഓരോ ഗ്ലാസ് ഒന്ന് മേലക്കണ്ട് എറിഞ്ഞിട്ട് ഒന്നും പിടിക്കുക മാത്രം അവിടെ ഉള്ളൂ. പക്ഷേ നമ്മളെ സമുദായം ഇങ്ങനെ ക്യൂ നിൽക്കും തിരക്കിട്ട്. എന്ന് 27 രാവിന് ഓന് ഒരു ഇടങ്ങാറൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ സൊഫിൽ നിന്നിട്ട് ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ഈ നിലവാരത്തിലാണ്. ഒന്ന് ഒഴിഞ്ഞിരുന്ന് ചിന്തിച്ചാൽ ഇതേപോലത്തെ കുറെ കോമഡി നമ്മുടെ അടുത്തുണ്ടാവും. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ ഹോട്ടലിൽ തന്നെ തിരക്കി കയറും. എന്താ ചെയ്തിട്ടുള്ളൂ, ആ ഹോട്ടലിന്റെ ആള് നല്ല വൃത്തിക്ക് ആ സാധനം ഒന്ന് പ്ലാൻ ചെയ്തു, അത്ര മാത്രമേ അവിടെ ഉള്ളൂ, വേറൊന്നുമില്ല. വൃത്തിക്ക് എന്ത് ചെയ്തു, ആ ഭക്ഷണം അവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്തു. അതിന്റെ അപ്പുറത്ത് പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല. അപ്പൊ ഞാൻ പറയണത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് കൃത്യമായിട്ട് ചില അടിസ്ഥാനങ്ങൾ വേണം. അപ്പൊ അത് കാണുന്നിടത്ത് സംസാരിക്കുന്നിടത്തൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. പെൺകുട്ടികളൊക്കെ ശരിക്കും ചോദിക്കണം. എന്നിട്ട് നിങ്ങൾ അമ്മാനോട് എനിക്ക് സംസാരിക്കണം എന്ന് പറയണം. ആരേതൊക്കെ നിങ്ങളോട് പറഞ്ഞു? ഫനാർ സെന്ററിൽ വന്ന് മറ്റു ചങ്ങായി പറഞ്ഞായിരുന്നു നിങ്ങൾ, ഇഞ്ഞൊക്കെ വിളിച്ചോട്ടെ, ഞാൻ പറഞ്ഞോട് ബാക്കി മറുപടി. പെൺകുട്ടികളോടാണ് ഞാൻ പറയണേ. എന്താണെന്നറിയോ, അയാളുടെ ഷെഫീഖ് എന്നെ കാണാൻ വന്നിരുന്നു. ഷെഫീഖിന്റെ ഉമ്മയല്ലേ, ഞാൻ മുമ്പ് എന്നെ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കോഴ്സിന് പഠിക്കുന്ന ആളാണ്. ഞങ്ങൾ പഠിക്കണതിന് ഉമ്മക്ക് എതിർപ്പൊന്നുമില്ലല്ലോ. വൃത്തിക്ക് ചോദിക്കണം, എന്താ പ്രശ്നം? അങ്ങനെ സറണ്ടർ ആയി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഫെമിനിസ്റ്റുകൾ പറയുന്ന കേട്ടിട്ട് ആയുസിലെ നല്ല കാലം മുഴുവൻ കൊണ്ടുപോയി കളഞ്ഞിട്ട് അവസാനം ദീനുള്ള ചെറുപ്പക്കാരൊക്കെ കെട്ടിപ്പോവും. 22, 23 ഒക്കെ ആകുമ്പോഴത്തേന് നമ്മളോടൊക്കെ പറയും, പാപ്പാനോടൊന്ന് സംസാരിക്കണം, കാക്കാനോടൊന്ന് സംസാരിക്കണം. ചെറുപ്പക്കാരൊക്കെ വന്ന് പറയും. അപ്പൊ ഞാൻ പറയണത് ഇത് വളരെ ഭയങ്കര ഏറ്റവും റിക്വയർമെന്റ് ഉള്ള ഒരു കാര്യമാണ്. കൃത്യമായിട്ട് ഒരുത്തം പെണ്ണ് കാണാൻ വേണ്ടി പോയ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ്. ആരും പേടിക്കും കേട്ടോ. ഞാൻ നിങ്ങൾക്കൊക്കെ പേടിയുണ്ടായിരുന്നു പെണ്ണ് കാണാൻ പോയപ്പോൾ. നമുക്ക് ആളുകൾ മുന്നിൽ നിന്ന് സംസാരിക്കാനൊന്നും ഭയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അൽഹംദുലില്ലാ മുട്ടുറക്കൊന്നുമില്ല. SSLC പ്രായം മുതൽ നമ്മൾ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒരു ചെറിയ വരണ്ടാവും സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇനി വരല്ലാത്തവരാണെങ്കിൽ അവനക്ക് ആദ്യം ഉണ്ടാവില്ല, ഓതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. ഒരു ഷവർമ വാങ്ങി കഴിക്കണ ലാഘവത്തോടെ ചില ആൾക്കാർ പെണ്ണിട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നീട് കുട്ടിച്ചൻ്റെ എഴുതിക്കളാ, എനിക്ക് ചോദിക്കാനുള്ളതൊക്കെ വെറുതെ ട്രോൾ ചെയ്താണ്. ഓനൊരു കടലാസിൽ ഇതൊക്കെ എഴുതിയിട്ട് കുട്ടീനെ മുന്നിൽ പോയിരുന്നിട്ട് പറഞ്ഞു, എനിക്ക് വിശദമായ കുറച്ച് കാര്യം ചോദിക്കണ്ട്, എനിക്ക് വരച്ചിട്ട് ചോദിക്കാൻ വയ്ക്കണില്ല, ഞാനൊരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓനെ ഫുള്ളിരുന്നിട്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു 6ാമത്തെ 7ാമത്തെ ചോദ്യത്തെപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഇന്നാളായിട്ട് സംസാരിച്ചിരുന്നോന്ന് ചോദിച്ചു. ഒരു വ്യക്തി ഉണ്ടാവും. എന്നാലും ആ ലാസ്റ്റത്തെ ചോദ്യമല്ലേ, ജോലിക്ക് പോകണമെന്നുള്ള ചോദ്യം, അതിൽ മാത്രം എനിക്ക് പ്രശ്നം. എനിക്ക് ജോലിക്ക് പോകണം എന്ന് പറഞ്ഞ കുട്ടി, എനിക്ക് ജോലിക്ക് പോകണം, വേറെ പ്രശ്നമൊന്നുമില്ല, ബാക്കി ആ ക്വസ്റ്റ്യനൊക്കെ എനിക്ക് ഓക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 ആൾ പിരിഞ്ഞു. എന്നാൽ നമുക്ക് കല്യാണം കഴിക്കണ്ടായിരുന്നു, പിരിഞ്ഞു. അപ്പോൾ ആ X എന്ന് പറയുന്ന വ്യക്തിക്ക് ഇടപെട്ടു, കല്യാണം നടന്നു. ഒരു 3 കുട്ടികളെ പോൽക്കുള്ളൂ കേട്ടോ, 3 കുട്ടികളുള്ളൂ. അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടെത്തുന്നിടത്ത് മുതലേക്ക് ഈ പ്രശ്നമുണ്ട്. 2, ഇതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ലോകത്ത് അവസാനിക്കേണ്ടതല്ല. ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ എന്നൊരു വലിയ പ്രഖ്യാപനം പരലോകത്ത് വെച്ചിട്ടുണ്ടാകുന്നതാണ്. അപ്പൊ നമ്മളെ ഭാര്യനെ നമ്മള് കൊണ്ടുവന്ന കാറിലേക്ക് കൈപിടിച്ച് കയറ്റിയതിലേറെ മനോഹരമായിട്ട് നമ്മളെ ഭർത്താവിന്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകണം നീയത്തുള്ള ഒരാൾക്ക് ആ നീയത്താണ് ആദ്യം സെറ്റാക്കി വെക്കേണ്ടത്. ആ നീയത്ത് സെറ്റാക്കി വെച്ചാൽ ബാക്കിയൊക്കെ ഓക്കെയാണ്. കാരണം ഇവരൊന്നിച്ചുള്ള ജീവിതം എത്ര കാലം ഉണ്ടാകും അതൊന്നും നമുക്കറിയില്ല. കല്യാണം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് എല്ലാവരും പോയി ജീവിതത്തിൽ വിശുദ്ധി പാലിച്ചൊരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞ് ഭാര്യ വീട്ടിൽ വന്ന ആദ്യത്തെ ദിവസം, ആ വൈകുന്നേരം, ആ രാവ്, അതൊക്കെ ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരിക്കും. ആ ദിവസങ്ങൾ വെറുതെ അങ്ങനെ ആലോചിച്ച് നോക്കി എല്ലാവർക്കും കിട്ടും, ആണിനും പെണ്ണിനൊക്കെ കിട്ടും. ഭയങ്കര രസമുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. നമ്മുടെ ഭാര്യ നമ്മുടെ അടുത്ത് ഇങ്ങനെ, നമ്മൾ പെട്ടെന്ന് ഉണരുമ്പോൾ നമ്മുടെ ഭാര്യ നമ്മുടെ അടുത്ത് ഇങ്ങനെ കിടക്കണമെന്ന് ആലോചിക്കണേ. കല്യാണം ജീവിതത്തിൽ വിശുദ്ധി പാലിച്ച ഒരാൾക്ക് ഉള്ളിലുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു മനോനിലുണ്ട്, അൽഹംദുലില്ലാ എന്നുള്ളൊരു മനോനിലുണ്ട്. അപ്പൊ അതിനു വേണ്ടി കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാരൻ, ചെമ്പൊക്കെടുത്ത ആളുകൾ പോയി അയൽപ്പക്കത്തെ വീട്ടിലെ സഹോദരിക്ക് നെഞ്ചുവേദനയെന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ട് പെട്ടെന്ന് ആശുപത്രിയിൽ പോയി. അവനവിടെ കൊഴഞ്ഞു വീണു. ആംബുലൻസ് തിരിച്ചു വന്നപ്പോൾ ഹെഡ് പേഷ്യന്റ് ഈ സഹോദരി ആയിരിക്കും മരിച്ചതെന്ന് വിചാരിച്ച്. മരിച്ചതാരാ? ഇവരെ കൊണ്ടുപോയ ചെറുപ്പക്കാരനാണ്. താൻ കല്യാണം കഴിച്ച പെണ്ണിനെ ഒന്ന് സ്പർശിക്കാൻ പോലും കിട്ടാതെ 0 ബൾബുകൾ മിന്നുന്ന അയാളുടെ ബെഡ്റൂമിലെ മനോഹര നിമിഷങ്ങൾക്ക് പകരം ഇരുട്ടറയിൽ ഖബറിൽ അയാളുടെ ആദ്യ രാത്രിക്ക് തുടക്കമായി. ആ രാവ് അയാൾക്ക് വേണ്ടി നിശ്ചയിച്ചു വെച്ചതായിരുന്നു. അത്രയുള്ള ജീവിതം എന്ന് പറയണേ എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം പെടുന്നനെ. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, ഇവിടെ വേറെ പലർക്കും ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു സഹോദരൻ, വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് അതിലേക്ക് മാറി താമസിക്കാനിരിക്കെ ദിവസങ്ങൾക്ക് മുമ്പ്, വളരെ ചെറിയ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു.
ജീവിതം വളരെ ചെറുതാണ്. അപ്പൊ ഈ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേന് അതിനെ ഭയങ്കരമായിട്ട് വലുതാക്കും. ഐഡന്റിഫൈ ചെയ്താൽ മതി വാട്ട് ഈസ് ദ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്താൽ അതിന് പരിഹാരമുണ്ട്. പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം കുറച്ച് കാര്യങ്ങൾ നമ്മുടെ തലയ്ക്ക് കാരണം എന്താ അറിയോ, നമ്മൾ ശരിക്ക് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളുണ്ട്. ഇതിന്റെ ഇടക്ക് ഒരു വെള്ളിയാഴ്ചയായിരുന്നു ലോക മാനസികാരോഗ്യ ദിനം. അപ്പൊ എൻ്റെ ഒരു സഹപ്രവർത്തക ഇന്ന് ലോക മാനസികാരോഗ്യ ദിനാണ് എന്ന് പറഞ്ഞിട്ട് രാവിലെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളൊരു സ്കൂളിലെ മൈക്കിൽ അനൗൺസ് ചെയ്യാനുള്ളൊരു മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്തുമ്പോഴാണ് ഇന്ന് ലോക മാനസികാരോഗ്യ ദിനാണല്ലോ എന്ന് ഞാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഖുത്ബക്കുള്ള ടോപ്പിക്ക് അന്നത്തെ വിഷയം മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഖുത്ബയിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നതാണ് അവർ വിചാരിക്കുന്നത്. സമൂഹം അനുഭവിക്കുന്ന തീക്ഷ്ണമായ പ്രശ്നങ്ങളെ നമ്മുടെ അടുത്ത് വരുന്ന കേസുകളെ പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. അതെന്ത് വിഷയമാണെങ്കിലും, അത് ചരിത്രമാണെങ്കിലും, അത് സയൻസ് ആണെങ്കിലും, അതെന്ത് വിഷയമാണെങ്കിലും പടിഞ്ഞിരിക്കുന്നുള്ള കാര്യത്തിലൊരു സംശയമല്ല. എൻ്റെ ബോധ്യം അതാണ്. നമ്മളെ മുന്നിൽ ഒരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് എന്താ? ഇത് പഠിച്ചിട്ട് ഇതിലൂടെ ഒരു ജോലി വാങ്ങിയിട്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ളതല്ല. നമ്മൾ സമൂഹത്തെ നയിക്കുന്നവരും സമൂഹം പരിഹാരം ആഗ്രഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് അതിന് നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ഒരു മനുഷ്യന്റെ വോയിസ്, ഞാൻ അസറസ്വല കഴിഞ്ഞ് ഇറങ്ങാണ് ഒരു പള്ളിയിൽ നിന്ന്. അപ്പം ഞങ്ങൾ ഖുത്ബ കേട്ടു, വല്ലാത്ത വിഷമത്തിലാണ്. എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ പൈസ ഉണ്ട് മൗലവി, പക്ഷെ മനസ്സിനൊരു സമാധാനമല്ല. എനിക്ക് എൻ്റെ ഭാര്യ ഒന്ന് കൂർക്കം വലിച്ച് ഉറങ്ങണത് കാണാൻ ആഗ്രഹമുണ്ട്. എത്രയോ വർഷമായിട്ട് രാത്രി അവൾക്ക് ഉറക്കല്ല. അവൾ വാതിൽ തുറന്നു പോയി ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ച് ഞാനും അങ്ങനെ തൂങ്ങി ഉറങ്ങിയിരുന്നും നടന്നും ഖുർആൻ ഓതി സുന്നത്ത് നിസ്കരിച്ചു അങ്ങനെ കഴിയലാണ് എത്ര കാലമായിട്ട്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ പരിഹാരം പറഞ്ഞു കൊടുത്ത് അവിടെ എവിടേക്കോ ഞങ്ങൾക്കുള്ളൊരു പരിഹാരം ഉണ്ടെന്നുള്ള തോന്നലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഒരു ഓഡിയോ ഇടുന്നത്. അയാള് ഒരു 5 മിനിറ്റ് അത് പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഒരു വലിയ മനുഷ്യൻ എത്രയോ തവണ അയാൾ കരഞ്ഞ് അയാളുടെ ഓഡിയോ കട്ടാകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അസ്രസല കഴിഞ്ഞ് ഇറങ്ങാണ്. ഈ ഓഡിയോ കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറിയോ, ശരിക്കും അസ്രസല കഴിഞ്ഞ നിസ്കാരം ഉണ്ടോ? നിസ്കാരമില്ലല്ലോ. ഞാൻ വിചാരിച്ചു സബബിന്റെ ഒരു നിസ്കാരമല്ലേ. ഞാൻ 2 റകഅത്ത് നിസ്കരിച്ച് പടച്ചോനോട് പറഞ്ഞു, പടച്ചോനെ ഇങ്ങനത്തെ ഒരു പരീക്ഷണം എനിക്ക് നീ തന്നിട്ടില്ല. ആ മനുഷ്യന് എൻ്റെ അടുത്ത് നിന്ന് ഒരു ഉത്തരം ആഗ്രഹിച്ചാണ് അയാൾ ഈ ഓഡിയോ അയച്ചത്. ഇതിന്റെ ഉത്തരം നിനക്കറിയില്ല. അയാൾക്ക് നീ ഹൈർ കൊടുക്ക്. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഞാൻ വോയിസ് ടാപ്പ് ചെയ്തു. വോയിസ് ടാപ്പ് ചെയ്തിട്ട് അയാളോട് പറഞ്ഞു തുടങ്ങി, നിങ്ങളെ വോയിസ് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഉപ്പ സംസാരിക്കുന്ന ഫീലിംഗ് തോന്നി. നിങ്ങളെ വിഷമങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും, ഒക്കെ ശരിയായി വരും. മാത്രമല്ല നിങ്ങൾ ഈ സബറാക്കണീനൊക്കെ 1000 രാവുകളിൽ സുജൂദിൽ കിടന്ന് നിസ്കരിക്കുന്ന തഹജ്ജുദിനെക്കാളും വലിയ കൂലി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മൂപ്പരോട് പറഞ്ഞു കേട്ടോ, ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്ത ഉത്തരമല്ല, ഞാൻ മൂപ്പരോട് പറഞ്ഞു ഈ ദിക്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. ആയത്തുൽ കുർസി ഓതി ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് ഒരു സംരക്ഷകനെ അള്ളാഹു കൊടുക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഭാര്യക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഭാര്യ എണീക്കുമ്പോഴൊക്കെ പറയണം. ഭാര്യ എന്താ ചെയ്യുക? ഭാര്യന്റെ പ്രശ്നം എന്താ? ഭാര്യ കട്ടിലും വന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ ഭാര്യയ്ക്ക് ഇങ്ങനെ തോന്നും, വാതിലടച്ചിട്ടില്ലേ? ഇപ്പൊ ലൈറ്റ് കെട്ടിട്ട് പോയി വാതിലടക്കും. പിന്നെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും, അടുക്കള സൈഡ് അടച്ചിട്ടില്ലേ? പിന്നെ അവർക്ക് തോന്നും, നമ്മളെ മോള് ഒക്കെ എന്തെങ്കിലും പറ്റുമോ? ഇപ്പൊ മോളെ റൂമിൽ പോയി നോക്കും, മോന്റെ അടുത്ത് പോയി നോക്കും. കല്യാണം കഴിച്ച മോന്റെയും മരുമോളെയും വാതിലിൽ മുട്ടിയിട്ട് തുറന്നിട്ട് ചോദിക്കും, മാന്റെ കുട്ടികൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? നമ്മളൊന്ന് ആലോചിക്കണി. ഉറങ്ങണ ആളുകൾ വിളിച്ചോണ്ടിർത്തുമ്പോൾ അവരുടെ പ്രതികരണം ഇവർ പറയാ നല്ല സ്വഭാവം. ചില ദിവസമൊക്കെ ചോദിക്കും, എന്താ മങ്ങക്ക് എന്നോ ചോദിക്കും. ചോദിച്ചാൽ പിന്നെ അവൾ വന്ന് ഫുള്ള് കരച്ചിലായിരിക്കും, ഞാൻ എൻ്റെ കുട്ടീനെ വിഷമിപ്പിച്ചു, എന്തായാലും ഞാൻ മരിച്ചു പോയാൽ മതിയായിരുന്നു, എൻ്റെ കുട്ടികളെ രക്ഷപ്പെട്ടിരുന്നു, നിങ്ങളും രക്ഷപ്പെടായിരുന്നു, നിങ്ങൾക്ക് വേറൊരു കല്യാണം കഴിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കും. പിന്നെ ഞങ്ങളെ വരുമാന മാർഗങ്ങളെ കുറിച്ച് പിന്നെ അവൾ ആലോചിക്കുക, കാറ്റടിച്ചാൽ റബ്ബർ മറിയോ? മൗലവി ഞാൻ കാറിൽ അവളെയും കയറ്റിയിട്ട് രാത്രി 2-2.5 മണിക്ക് റബ്ബർ തോട്ടം കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത ദിവസമുണ്ട്. ഈ മനുഷ്യൻ പറയാണ്. അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ കിടക്കുമ്പോ എന്ത് ചെയ്യണം? കൈനോട് പിടിക്കണം. എടി നബിന്റെ ഹദീസ് ഉണ്ട്, മൗലവി പറഞ്ഞത് കേട്ടില്ല, ഹദീസ് വോയിസ് ഒന്നുകൂടി കേൾപ്പിച്ചു കൊടുക്കുക. ആയത്തുൽ കുർസി ഓതി ഉറങ്ങണ ആൾക്ക് അള്ളാഹുവിന്റെ ഹിഫാദത്തുണ്ട്, അള്ളാഹിന്റെ സംരക്ഷണം ഉണ്ട്, ഹാഫിൽ ഉണ്ട് എന്നുള്ള സംഭവം ഉണ്ട്. പിന്നെ മറ്റൊന്ന് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ ദിക്ർ പഠിപ്പിച്ചു കൊടുക്കണ സ്വഹാബി, അദ്ദേഹം താബിഈ സ്ട്രോക്ക് ബാധിതനാണ്, കുഴഞ്ഞു പോയിട്ടുണ്ട് കൈ. അപ്പൊ ഇത് കേൾക്കണ ശിഷ്യന്മാരിൽ ഒരാൾ മൂപ്പരെ കയ്യുമൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരം എന്താ അറിയോ? ഈ ദിക്റൊക്കെ ഉണ്ടായിട്ട് എന്താ എങ്ങൾക്ക് ഇത് വന്നു എന്ന് അതിന്റെ അർത്ഥം. മൂപ്പര് പറഞ്ഞു,
ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞ ഉസ്മാനും കള്ളം പറഞ്ഞിട്ടില്ല. പിന്നെന്താ സംഭവം? എനിക്കിത് ബാധിച്ചന്ന് ഞാൻ അത് ചൊല്ലിയിട്ടില്ല. ഞാൻ കാർ ആക്സിഡന്റ് ആയപ്പോഴും ഞാൻ ആലോചിച്ചു, ഞാൻ അന്ന് എല്ലാ ദിവസം നമ്മൾ ചൊല്ലും, അന്ന് ചൊല്ലിയിട്ടില്ല. വലിയൊരു ആക്സിഡന്റ് പൊട്ടിയാണ്, അൽഹംദുലില്ലാ രക്ഷപ്പെട്ട്. അപ്പോ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അത് നിങ്ങൾ വളരെ ബലം പ്രയോഗിച്ച് അവരോട് കടത്തണം. മെഡിക്കേഷൻ വേറെ എടുക്കണം, ഡോക്ടറെ കാണണം. നമ്മൾ ഡോക്ടേഴ്സിന്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തവർക്ക് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോയി ഒരു വോയിസ് വന്നു എനിക്ക്. ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ, നമ്മൾ പരീക്ഷയിൽ നല്ല മാർക്കും ജയിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ വളരെ വലിയ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊന്നും കിട്ടാത്തൊരു ആനന്ദമാണ് ശരിക്ക് പേഴ്സണലി നമ്മൾ അനുഭവിച്ചത്. മൗലവി കഴിഞ്ഞ 2 ദിവസമായിട്ട് അവൾ നല്ല ഉറക്കുറങ്ങി, സ്വസ്ഥമായിട്ട് ഉറങ്ങി. ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ വല്ല അവസ്ഥ നമുക്ക് ആർക്കെങ്കിലുണ്ടോ? ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പണക്കൊക്കെ മാറും, ഓലെ ലാംഗ്വേജ് ഒക്കെ മാറും, ഓല് ഭയങ്കര സ്നേഹത്തിലാകും. ആകുവേ രണ്ടിലൊരാൾ മരിച്ചാൽ മതി, അപ്പൊ ഒക്കെ ഓർമ്മ വരും. ഒരു വാപ്പ പെട്ടെന്ന് ഭാര്യ മരിച്ചപ്പോൾ മൂപ്പരൊന്നുകിൽ പള്ളിയിൽ അല്ലെങ്കിൽ റൂമിൽ, അപ്പോൾ മൂപ്പരോടൊന്ന് സംസാരിക്കണം, ഫുള്ള് വീട്ടിൽ റൂം അടച്ചിരിക്കുകയാണ് എന്നാണ്. അപ്പം നമ്മൾ മൂപ്പര് പോയി കണ്ടു. മൂപ്പര് അടുത്തിരുന്ന് പറഞ്ഞു, മൗലവി ഞാൻ ഭയങ്കര ചൂടനായിരുന്നു, ഇന്ന് അവളോട് ദേഷ്യം പിടിച്ചാൽ സംസാരിക്കുക. ഇപ്പോൾ ഓരോ വാക്കും, ഞാൻ പറഞ്ഞ ഓരോ വാക്കും എനിക്കിങ്ങനെ തിരിച്ചു വരികയാണ്. അവളില്ലാതായപ്പോഴാണ് മനസ്സിലാകുന്നത്. അവൾ ഗുളികയും കൊണ്ടുവരുമ്പോൾ എനിക്ക് കീറായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയാണ് ഞാൻ ചോദിച്ചിരുന്നത്. അവളില്ലാതെ ഈ ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ് മൗലവി, പറ്റണില്ല എനിക്ക്. ഇപ്പം ഞാൻ പള്ളിയൊക്കെ പോയിരിക്കണം, എന്താ അറിയോ, തൊട്ടപ്പുറത്ത് അവളെ ഖബറില്ലേ, ഞാനിവിടെ ഇങ്ങനെ കിടക്കും, ഞാൻ ആ ഖബറിലാണ് കിടക്കണം എന്നുള്ള ഫീലിങ്ങിലാണ്. ഇവിടെ മക്കളോട് പറയണം, ഇവിടെ തിന്നാനും കുടിക്കാനുള്ളതൊന്നും ഞാനിവിടെ ഇരുന്നാൽ മുടങ്ങൂലല്ലോ, ഞാൻ കുറച്ച് ഖുർആൻ ഓതി ഇരിക്കട്ടെ, ഓരോട് എന്നെ ഇങ്ങനെ വിളിക്കണ്ട നിങ്ങൾ പറയണം. ഇതായിരിക്കും അവസ്ഥ. ഭയങ്കര ഡയലോഗൊക്കെ വിടണവർ നല്ലോണം ആലോചിച്ചോളി. എനിക്ക് ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്ന് അബോധാവസ്ഥയിലായി, ഹോസ്പിറ്റലൈസ് ചെയ്ത് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ഞാനെന്റെ സ്പീച്ചിലൊക്കെ പൊതുവെ പറയും, കുഞ്ഞിന് കുപ്പിപ്പാൽ കൊടുത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്ന ഭാര്യയെ കാത്തു നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിലും ചില ടോക്കിലൊക്കെ അത് വരും. അത് ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. 1.5 വയസ്സുള്ള കുഞ്ഞിന് പാലും കൊടുത്ത് കഴിഞ്ഞ 48 മണിക്കൂർ അയാളോട് ഇരിക്കുകയാണ്. കണ്ടപ്പോൾ അയാൾ കരഞ്ഞു. അപ്പോൾ അയാളെ ഓർമ്മിപ്പിച്ചു, നിങ്ങൾ ചെയ്ത ഇന്ന കാര്യങ്ങൾ, ദീനി രംഗത്ത് ദാവാ രംഗത്ത് ഒക്കെ ചെയ്ത ഇന്ന കാര്യങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക. അതിനുള്ളതാണ് അതൊക്കെ. നമ്മൾ 8 മണിക്കൂർ ജോലിന്റെ തിരക്കും ഭയങ്കര പ്രശ്നമൊക്കെ പറഞ്ഞ് ദീനി ദാവാ രംഗത്ത് നിന്ന് എങ്ങനെയൊക്കെ മാറാം, എങ്ങനെയൊക്കെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാം, എങ്ങനെയൊക്കെ എനിക്ക് പേഴ്സണലായി പുതിയ അച്ചീവ്മെന്റുകളിലേക്ക് പോകാമെന്നാണ് ആലോചിക്കുക. അള്ളാഹു മഹാപരീക്ഷണങ്ങൾ തന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ തവസ്സുലിന് വേണ്ടി വെക്കാൻ ഒന്നുമില്ലാത്ത ഹതഭാഗ്യവാന്മാരായി നമ്മൾ മാറരുത്. അപ്പൊ ഞാൻ അവനെ ഓർമ്മിപ്പിച്ചു, അവൻ ചെയ്ത ചില കാര്യങ്ങൾ, എനിക്കറിയണ ചില കാര്യങ്ങൾ ഞാൻ അവനെ ഓർമ്മിപ്പിച്ചു. ഏത് വലിയ കോൺഫറൻസുകളൊക്കെ ഉണ്ടാകണമെങ്കിലും അവിടുത്തെ ടോയ്ലറ്റൊക്കെ അവസാനം ക്ലോസ് ചെയ്ത് അതിന്റെ എല്ലാ സാധനവും വൃത്തിയാക്കി എല്ലാവരും പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ഒരു സഹോദരനാണ്. നീ അത് മുൻനിർത്തി പ്രാർത്ഥിച്ചോ, ഓള് നേരം വെളുക്കുമ്പോൾ എൻ്റെ കൂടെ നല്ല ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിക്കുമെന്ന് പറഞ്ഞാണ്. സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ചോദിച്ചു, എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ ഇഷ്യൂ ഉണ്ടായിരുന്നോ? അങ്ങനെ വളരെ ഡോക്ടർമാരെല്ലാ ടെസ്റ്റ് നടത്തിയിട്ട് ഒന്നും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഞാൻ അവളോട് ഭയങ്കര ഷൗട്ട് ചെയ്തിരുന്നു. സത്യത്തിൽ ആ വിഷയത്തിൽ അവൾ പ്രതിയല്ല, ഞാൻ അവളോട് ഭയങ്കര ക്രൂരമായി ഇടപെട്ടിരുന്നു. അപ്പൊ എനിക്ക് താങ്ങണില്ലട്ടോ എന്ന് ഇടക്കിടക്കോട് പറയലുണ്ട്. ഞാൻ അതാകുമോ, അത് നീ ഡോക്ടറോട് പറഞ്ഞിരുന്നോന്ന് വെച്ചില്ലായിരുന്നു. അപ്പൊ 6 മണിക്ക് അറിയണ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു അതായിരിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല, അത് റിക്കവറി ചെറിയൊരു ടൈം കഴിയുമ്പോൾ റിക്കവർ ചെയ്ത് വന്നോളൂ. പറഞ്ഞ പോലെ തന്നെ രാവിലെ ആയപ്പോൾ തന്നെ അവിടെ റിക്കവർ ചെയ്തു. ഞാൻ പറഞ്ഞേ, നമ്മളൊരു ട്രോമയിൽ എത്തിയതിന്റെ ശേഷം നമുക്ക് പറഞ്ഞതും ചെയ്തതും ഒക്കെ പിന്നീട് നമ്മളിങ്ങനെ വേട്ടയാടും. ഭർത്താവ് വന്നിട്ട് കൊലായ്മ ഇരുന്നു, മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ആ പുറത്തുള്ള തിന്നുണ്ടല്ലോ അവിടെ ഇരുന്നു. അട്ടുച്ച നേരത്തെ ഒരു ചായ എടുക്കടിയാണ്. ഭാര്യ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പയറും മീനും ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇനിയിപ്പോൾ ഒരു ചായ വേണോ? ഞാൻ പറഞ്ഞതാണ് എടുക്കാൻ എനിക്ക് നല്ലത്. അങ്ങനെയാണല്ലോ പഴയ കാരണന്മാരുടെ ശൈലിയാണത്. ആ കാരണന്മാരുടെ ശൈലി 2 ഇംഗ്ലീഷ് വാക്കും കൂടി കൂട്ടിയിട്ട് പറയണ ചില അമുക്കുകളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ പറയാം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അപ്പോൾ ഓര് പറഞ്ഞു എന്താ അറിയോ, നിങ്ങൾ പറഞ്ഞ കേൾക്കലന്നല്ലേ എൻ്റെ പണി, എന്നാൽ ചായ ഉണ്ടാക്കി തരാം, അതിനിപ്പോൾ എന്താ ചൂടാക്കണം നിങ്ങൾ? ഇതാരെ പറയണറിയോ? ആ മനുഷ്യൻ എന്നോട് പറയാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ മക്കളൊക്കെ പുറത്താക്കിയിട്ട് വാതിൽ കുറ്റിട്ട് അദ്ദേഹം തോളിൽ കടന്ന് കരഞ്ഞു പറഞ്ഞത്. അത് മൗലവി, ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ അവളുണ്ട് സിമന്റ് തറയിൽ മരിച്ചു കിടക്കുന്നുണ്ട്. ചായ എനിക്കെന്തേ തരാത്തെന്നുള്ള ദേഷ്യം തീർക്കാൻ ചെന്നതാണ്. ചായ അവിടെ ഇങ്ങനെ തിളക്കുന്നുണ്ട്, അവളുണ്ട് സിമന്റ് തറയിൽ വായെന്ന് അറിയുമ്പോൾ വന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പോയി മൗലവി,
പക്ഷെ അവള് ജയിച്ചിട്ടാ പോയത്, ഞാൻ തോറ്റിട്ടും. അവൾ ജയിച്ചു. ഞാൻ എങ്ങനെ ദേഷ്യം പിടിച്ചാലും അവൾ തിരിച്ച് ദേഷ്യം പിടിക്കൂല. ഞാനാണെങ്കിലോ അന്നും അവളോട് നല്ലോണം പറഞ്ഞിട്ടാ പോയത്. ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ ഭാര്യ ഇതൊക്കെ മനസ്സിൽ വെക്കുന്നത് തോന്നുന്നുണ്ടോ? അങ്ങനെ ആലോചിച്ചു നോക്കര്. മനസ്സിൽ വെക്കാൻ മാത്രമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പൊ ഞാൻ ഒരു സംഭവം ഓർമ്മിപ്പിച്ചു. ഇടയിലുണ്ടായ സംഭവം അതിൽ ഞാൻ ഇടപെട്ട ഒരു സംഗതി ഓർമ്മിപ്പിച്ചു. അന്ന് എന്ത് താത്ത പറഞ്ഞ ശരിയാണ്, ആയിരിക്കും, അവളൊന്നും മനസ്സിൽ വെക്കൂലായിരിക്കും അല്ലേ. ഞാൻ പറയണത്രേ ഉള്ളൂ, ഈ ജീവിതം ഇവിടെ അവസാനിക്കേണ്ടതല്ല, ഈ ജീവിതം ഇവിടെ തീരേണ്ടതല്ല. നാളെ അവളെയും കൈ പിടിച്ച് സ്വർഗത്തേക്ക് പോകാനുള്ളതാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സുഖസൗകര്യങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? മിനൽ ജന്ന. സ്വർഗത്തിലെ ഏറ്റവും ചെറിയ സൗകര്യം കിട്ടണ, ഇരിപ്പിടം കിട്ടുന്ന ആൾക്ക് പോലും ആൾക്ക് ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. ഹദീസിന്റെ വിശദാംശത്തേക്ക് ഞാൻ പോണില്ല. അങ്ങനെ ആയിരിക്കും ആ ഒരു സംഭവം ഉണ്ടാകുക എന്നാണ്. അതുകൊണ്ട് നമ്മുടെ പെരുമാറ്റവും സ്വഭാവമൊക്കെ ഒന്ന് നന്നാക്കണം ശരിക്ക്. ഇല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ മക്കള് കല്യാണം കഴിക്കൂല, അവരുടെ ജീവിതമൊക്കെ തകരും, മക്കള് പ്രണയത്തിലേക്ക് പോകും, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്കൊരു 3 പ്രകൃതങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളെ പ്രകൃതങ്ങൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാളും ഇരുന്നിട്ട് ചെന്നിട്ട്, ഇവിടെ കൂടുതലും കുടുംബിനികൾ കൂടുള്ള ആളുകളാണെന്നാണ് എനിക്ക് ആ ഫോമെന്ന് ഫീൽ ചെയ്തത്. ഒരു പ്രത്യേക സമയം വരെ ഫോം ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റെസ്പോൺസ് ഒന്നും കൂടി എത്തുന്ന സൂര്യ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചില ആളുകളുടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അതിന് ഓഡിറ്ററി എന്നാണ് പറയുക. ഓഡിറ്ററി അവർക്ക് ജസ്റ്റ് കേട്ടാൽ മതിയാകും. ഒരു കാര്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ താങ്ക്സ് എന്ന് പറഞ്ഞാൽ മതിയാവും. താങ്ക്സ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങേറുണ്ടാവും. നല്ല കാര്യം ചെയ്തിട്ട് എന്ത് ചെങ്ങായാവും. ഇപ്പൊ നമ്മളവന്റെ രാജ്യം തരും, പാകിസ്ഥാനാണ്, ബംഗ്ലാദേശിയാണ് അല്ലേ, വേഗം ഓനുണ്ട് ഇതാവും. എന്നാലും താങ്ക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ചില ആളുകൾക്ക് ക്ലിയർ ആവും. അയാൾ നമ്മൾ പറയാം ഓഡിറ്ററി എന്നാണ് അയാളെ പറയാം. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത്, അയാൾ കുറച്ചുകൂടി വിഷ്വലി ഇമ്പോർട്ടന്റ് പേഴ്സൺ ആയിരിക്കും. അപ്പൊ അയാളോട് നമ്മൾ താങ്ക്സ് എന്ന് വാട്സാപ്പിൽ അയച്ചിട്ട് ഒരു ഹേർട്ടിന്റെ ചിഹ്നം കൂടി ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കര സംഭവിക്കാം. അയാൾക്കൊരു കാഴ്ച കൂടി അവിടെ വേണ്ടി വരും. എന്നാൽ മൂന്നാമത്തെ ഒരാളുണ്ട്, അയാൾക്ക് അത് മതിയാവില്ല. നമ്മൾ അയാളെടുത്ത് ചെന്നിട്ട് അയാൾ 2 കൈ ഇങ്ങനെ പിടിച്ചിട്ട് താങ്ക്സ് എന്ന് പറയുമ്പോൾ അയാൾക്ക് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇത് 3 പ്രകൃതമാണ്. ഈ 3 പ്രകൃതവും എവിടെ ഉണ്ടാവും? ഈ 3 പ്രകൃതവും കുടുംബജീവിതത്തിലുണ്ടാവും. ഇപ്പൊ ചില ആളുകൾക്ക്, ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 13 കൊല്ലം പിണങ്ങി ജീവിച്ചു, 1.25 കൊല്ലം സെക്സേ നടന്നില്ല എന്നൊരു ഫാമിലിനെ കുറിച്ച് പറഞ്ഞില്ല. ഞാൻ എന്റെ ഖുത്ബ തുടങ്ങുന്നത് അങ്ങനെയാണ്, ഈ വാചകങ്ങൾ പറഞ്ഞിട്ടാണ്. ഈ വിഷയം സമഗ്രമായിട്ട് ഞാൻ ഒരു ഖുത്ബി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഖുത്ബയായിട്ടൊന്നുമല്ല, എനിക്കിവിടെ സമയമില്ലാത്തതുകൊണ്ട് ഇനി 13 മിനിറ്റ് ഉള്ളൂ. ഞാൻ റെഫറൻസ് പറയാന്നുള്ളൂ കേട്ടോ, ഒരു റെഫറൻസ് പറയാന്നുള്ളൂ. അപ്പൊ എന്താണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാല്, ചില ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം, പൊതുവെ സ്ത്രീകൾക്കാണ് അത് കൂടുതലുണ്ടാകുക. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞാൽ തരും, മൂപ്പര് ഇന്നേ വരെ എന്ത് ചെയ്തിട്ടില്ല, മൂപ്പര് ഇന്നേ വരെ അതൊന്ന് സ്ക്രീൻ കൊണ്ടുവരാൻ പറ്റുമോ കേട്ടോ, എന്നിട്ട് എനിക്ക് ഇതും തരി, പോയിന്ററും തരി. നിങ്ങൾ വിചാരമുണ്ട് ആരും ഐഡന്റിറ്റി ഒന്നും വ്യക്തമാവില്ല. ഇങ്ങോട്ട് ഒരാൾ പറഞ്ഞു ഇന്റെ അതിൽ വന്നണോ നോക്കുകയാണെങ്കിൽ ഞാൻ നോക്കൂല അറിഞ്ഞാണ്. കാര്യം നമ്മൾ പറയുന്ന വാക്കെന്താണ്, ആരുടെയും വിശദാംശം നോക്കൂലെന്നല്ലേ. നമുക്കിതിന്റെ അതായത് ഒരു ലാബ് റിപ്പോർട്ടും കടലാസും പേപ്പറൊന്നും ഇല്ലാതെ ഇവിടെ ഒരു വേദന ഉണ്ട് എന്ന് പറഞ്ഞ രോഗി വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതേമാതിരിയാണ്. നമുക്കൊന്നും അറിയാത്ത ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സദസ്സിനോട് സംസാരിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കൂല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ചെറിയൊരു ഇത് ചെയ്തത്. അത് പൂർത്തിയാക്കാനുള്ള ഒരു സമയപ്രശ്നം നമുക്ക് ഉണ്ടാവുമെന്ന് മാത്രം. ശരി, അപ്പോ ഈ കുട്ടി പറഞ്ഞെന്താ പറയുക, ഇന്നേ വരെ മൂപ്പരെന്നെ ഒന്നിങ്ങനെ ഒരു ബസ്സിലൊക്കെ പോകുമ്പോൾ ഒരു തോളിലൊന്ന് കൈയിട്ട് ഇരുന്നിട്ടില്ല, ഞാൻ മൂപ്പരെ നെഞ്ചിലേക്കൊന്ന് ചാരി കടന്നിട്ടില്ല, എന്റെ കൈ പിടിച്ചൊന്നും പോയിട്ടില്ല. അപ്പൊ ഇത് മൂപ്പരോട് സംസാരിച്ചപ്പോ പറഞ്ഞാൽ അറിയും, ഭയങ്കര കുട്ടിക്കളിയാണ്. അപ്പൊ എനിക്ക് നല്ല പേഴ്സണലി ഭയങ്കര ഓപ്പണായിട്ട് പറയാം, ഞാൻ എന്റെ മോന്തൊക്കെ ഒന്ന് തരുന്നതന്നെയാണ്. ഞാൻ നബിന്റെ ഒരു അനുഭവം പറഞ്ഞെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയിഷ ബീവി കടിച്ച കോഴിന്റെ കുറകില്ലേ, അതിന് വാങ്ങിയിട്ട് അവിടെ തന്നെ വായ വെച്ചാൽ കടിച്ചു. ആയിഷ ബീവി പറഞ്ഞു, എന്റെ ഉമനീരും പ്രവാചകന്റെ ഉമനീരും ഒന്നിച്ചു വന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണത്, ചില ആളുകൾക്ക് അത് ഭയങ്കര കുട്ടിക്കളിയാ. എന്നാലും വേറൊരു പ്രശ്നമുള്ള എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ വ്ളോഗർമാരുണ്ടല്ലോ, നമ്മളെ മറ്റേ ടീം, മുട്ടമാല ടീം, ഓരത് കേട്ടിട്ട് പിന്നെ അതിന്റെ അപ്പുറത്തത് കേട്ടു കൊടുക്കണ ഒരു ടീമുണ്ട്. എന്താ, സർപ്രൈസ് കിട്ടാത്തതിന് തെറ്റുക. അതങ്ങനെ കിട്ടേണ്ട സാധനമല്ല കേട്ടോ. ചില ആൾക്കാർക്ക് ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് 5 കുട്ടികളുണ്ട്, ഞാൻ 5 കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചോ കണി, എനിക്കറിയില്ല. അപ്പൊ ഞാൻ വൈഫിനെ വിളിക്കടി,
അപ്പോൾ ഒരു വാട്സപ്പിൽ ഒരു സാധനം കുത്തിട്ട് തരും, ഒക്കെ അവിടെ ഉണ്ട്. ഇനി വേറെ തമാശയുള്ള എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്, ഓനും അറിയില്ല, ഓന് പെണ്ണുങ്ങൾക്കും അറിയില്ല, കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല. അപ്പൊ അതൊരു ഭയങ്കര ഇഷ്യൂ ആയിട്ട്, അതിപ്പോ ആണെങ്കിൽ ഒരു ഭയങ്കര ഇഷ്യൂ ആയിട്ട് കൊണ്ടുപോകാം. ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഇവിടെ ഇങ്ങനെ കാത്തിക്കണം, ഭയങ്കര കാത്തിക്കല്. ഓൻ വന്ന് നോർമലി വന്നു, എന്താ വിശേഷം, എന്താ ഭയങ്കര ചോദിക്കണമെങ്കിൽ തന്നെ ഭയങ്കര ടൈറ്റാണ് കേട്ടോ. മസിലൊക്കെ പിടിച്ച് ഓഫീസത്തെ ഫയലൊക്കെ ഓഫീസിൽ വെക്കണം, വീട്ടിലത്തതൊക്കെ വീട്ടിൽ വെക്കണം. പിന്നെയും കൊണ്ടുപോകാൻ പറ്റുക വീട്ടിലത്തേ ഉള്ളൂ അല്ലേ. ഇപ്പൊ നമ്മളൊക്കെ സ്കൂളിൽ ചെന്നാൽ രാവിലെ 10 മണി മുതൽ 4 മണി വരെ ഞാൻ ധൈര്യമായിട്ട് തരും നിങ്ങൾക്ക്. നമ്മൾ ക്ലാസ് ടൈമിൽ ഒരു ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഉമ്മാന്റെ ഫോണ് നിസ്കാരത്തിലല്ലാതെ എപ്പോ നിലമ്പ് എടുക്കും, ഉമ്മാന്റെ ഫോണ്. എന്താ അപ്പോ പണ്ടൊക്കെ നമുക്ക് വീഴ്ച പറ്റിയൊരു ഏരിയയാണത്. നമ്മൾ കുറച്ചും കൂടിയൊക്കെ സംഘടനാ രംഗത്തും പ്രബോധന രംഗത്തൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾ വിളിച്ചോണ്ടിരിക്കും. അതിനൊക്കെ ഉത്തരവാദിത്തം നമ്മളെ ഫർളായിനാണ്, നമ്മളെ ചോറാണ്. അവിടെ നമ്മൾ പണിയെടുത്തിട്ടില്ല, നമുക്ക് കുറ്റം കിട്ടും പഠിച്ചോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ആകം ബോസിനോടൊക്കെ തെറ്റിയിട്ട് കയറാൻ വന്നേ. ഇവളാണെങ്കിൽ ഇപ്പൊ ഒരു സർപ്രൈസ് കിട്ടുന്നൊക്കെ കരുതി കാത്തുക്കേ കയറും. ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് റസൂലുള്ളാഹിന്റെ ഹദീസ് ഇങ്ങനെയാണ്, തഹാദൗ തഹാബു, നിങ്ങൾ ഹദിയ കൊടുക്കൂ, നിങ്ങൾ ഇഷ്ടമുള്ളവരാകൂ. പക്ഷെ അത് പിടിച്ചു വാങ്ങേണ്ട ഒരു കാര്യമൊന്നുമല്ല, എന്നാൽ ഇതൊക്കെ ആ നിലക്ക് ചെയ്യേണ്ടതുമാണ്. അപ്പം ഇങ്ങനത്തെ ചില പ്രകൃതങ്ങൾ ഉണ്ടാകും. അവർക്ക് വേണ്ടത് എന്തായിരിക്കും? അവർക്ക് വേണ്ടത് ഇങ്ങനത്തെ, അപ്പൊ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ത്രീകൾ എന്താ പറയാറ്, പൊതുവെ സ്ത്രീകൾ അത് കൂടുതൽ ഉണ്ടാകുക. അവർക്ക് ആകെ ബെഡ്റൂമിലെ ആവശ്യത്തിന് മാത്രം ഞാൻ മതി, വേറൊന്നിനും വേണ്ടാറ്. അത് തീരെ മനസ്സിലാവില്ല, അങ്ങനെ മനസ്സിലാവും. കാരണം അവൻ ഓഡിറ്ററിയാണ്, ഓനതൊക്കെ ജസ്റ്റ് നോർമലി ഇത്രയൊക്കെ മതി, ഒരു പ്രശ്നമല്ല. അവൻ വളർന്നു വന്ന സാഹചര്യം കാര്യമൊക്കെ അങ്ങനത്തതായിരിക്കും, അല്ലെങ്കിൽ അവന്റെ ഹോർമോണിക് പാറ്റേൺ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഇത് പരസ്പര വിരുദ്ധ ധ്രുവത്തിൽ വരുമ്പോ ഒരു ടച്ചിങ്ങും ഒരു സംസാരവും കാഴ്ചയും എല്ലാം ഒന്നിച്ചു വരേണ്ട ഒരാളും കേവലം ഒരു എന്താ പറയാ വിഷ്വലി ഇമ്പോർട്ടന്റ് ആയ ഒരാളും തമ്മിൽ വരുമ്പോ ഉള്ളതിലേറെ പ്രശ്നം ഉണ്ടാകും. വെറും ഒരു ഓഡിറ്ററി മനുഷ്യനും ഇവരും തമ്മിൽ വരുമ്പോഴാണ് ഇഷ്യൂസ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ നല്ല വളരെ ഓപ്പൺ ആയിട്ട് പറയാൻ നമുക്ക് പറ്റണം. ചില ആൾക്കാരുണ്ട് ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയിൽ രണ്ടാളും നമുക്ക് എല്ലാം ഒന്ന് തുറന്നു പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഓൻ കുറേ തുറന്നു പറഞ്ഞു, അവിടെ തേച്ചതും ഇവിടെ പിടിച്ചതൊക്കെ മൊത്തം പറഞ്ഞു. ഓളും ആവേശം ഉൾക്കൊണ്ടൊക്കെ തുറന്നു പറഞ്ഞു. ഓൻ തുറന്നു പറഞ്ഞതൊക്കെ മറന്നു, ഓള് തുറന്നു പറഞ്ഞത് മറക്കാൻ കഴിയണില്ല. ഇതൊക്കെ എന്താ പറയുക, ഇത് ദീനിന്റെ അസൽ പഠിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അത് വേറെ ആളോട് നമ്മളെ ഒരിക്കലും മെൻഷൻ ചെയ്യാൻ പാടില്ല. ഭയങ്കര കുറ്റം കിട്ടുന്ന കാര്യമാണത്, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്താണ്. ഈ ധാരണയൊന്നും മക്കൾക്ക് കൊടുക്കൂല. നമ്മളെന്ത് തോന്നുക, ഖത്തർ എന്നുള്ളൊരു ബന്ധാകണം. എന്നും ഖത്തറിലെക്കാൻ പോകുന്നതാണല്ലോ അല്ലേ, എന്നും ഖത്തറിലെക്കാൻ പോകുന്നതാണ്. നിത്താക്കാത്തൊക്കെ നല്ല സാധനമാണ് കേട്ടോ. നിത്താക്കാത്തിന്റെ കാലത്ത് ഒരുത്തന് അവിടെ കരിപ്പൂർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, മൗലവി വല്ലാത്ത അവസ്ഥയിലൂടെയാണ് പോണത്, ഇനി എങ്ങനെ ജീവിക്കും? ഞാൻ പറഞ്ഞു, നിങ്ങളെ എംബാം ചെയ്ത ബോഡി ഒന്നുമല്ലല്ലോ പോകുന്നത്, നിങ്ങൾ ആയുസോടെ വന്നാലേ, വർക്ക്ഷോപ്പ് മെക്കാനിക്കാണ്, വേഗം പോയിട്ട് നിങ്ങളെ പഴയ പണിയായുധങ്ങളൊക്കെ എടുക്കിയെന്ന് പറഞ്ഞു. എന്നിട്ടോ ഒരു മൊബൈൽ വർക്ക്ഷോപ്പ് യൂണിറ്റ് എന്നിട്ട് കുറച്ച് ബോർഡ് വെക്കാൻ പറഞ്ഞു. മൊബൈൽ വർക്ക്ഷോപ്പ് യൂണിറ്റ് എന്നിട്ട് നമ്പറും വെച്ചു, പണിയോട് പണി, ഒരു പ്രശ്നമില്ല, ഓനോട് സെറ്റിൽഡായി. നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ വളരെ ലിമിറ്റഡ് സ്പേസിൽ നിന്നിട്ട് ഇത്തരം വിവാഹ ബന്ധങ്ങളൊക്കെ കാണുള്ളൂ. അവിടുന്ന് മാറി ചിന്തിക്കാൻ കഴിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് കാര്യമില്ല, അത് ലോക്കാണ്ട്. അപ്പോ പിന്നെ ഇതിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പരസ്പരം ഉണ്ടാകേണ്ട കുറച്ച് അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ട്. എന്താണ് വീട്ടുജോലി. ഞാൻ പണ്ടൊരു പെടൽ വെട്ടിയിരുന്നു. ഞാൻ നമ്മളൊരു സംവിധാനത്തിൽ പോയിട്ട് ഗൾഫിലെ സ്ത്രീകൾക്ക് പൊതുവെ പണി കുറവാണ് കാരണം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ എണീറ്റതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ വാട്സപ്പൊക്കെ ഭയങ്കര മെസ്സേജ്, താങ്കൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? ചില ആളുകൾ, മൗലവി അങ്ങനെ പറയണോ, അത് ശരിയാണോ, താങ്കൾ അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാനൊരു വൈഫ് വെച്ചു, നിങ്ങൾ എന്തേ പറഞ്ഞോ? എനിക്ക് കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ. ഞാൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ അടക്ക, തേങ്ങ ഇതൊക്കെ കയറ്റിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയുണ്ട്, നമ്മളൊക്കെ പേരിലുണ്ട്. പാടത്തുള്ള പണി, ഇങ്ങനെയുള്ള കുറേ ഏരിയ ഉണ്ട്. ഇതൊന്നുമില്ല പൊതുവേ എല്ലാം പാക്കറ്റഡ് സാധനങ്ങളായിരിക്കും. ഇപ്പൊ ഞാൻ കുവൈത്തിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മീൻ മാർക്കറ്റിൽ പോയിട്ട് 15 കിലോ മീൻ വാങ്ങി. എന്താണെന്ന് വെച്ചു, ഒരാഴ്ചക്കുള്ളതാണ് കയറും. ഇവിടെ ഇരിക്കണമെങ്കിലും ഫ്രിഡ്ജിലാണ്, അവിടെ ഇരിക്കണമെങ്കിലും ഫ്രിഡ്ജിലാണ്, എണ്ണ പൈസ ലാഭമാണ് കയറും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ആ എക്സ്പീരിയൻസിന്റെ സൈഡിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. അവസാനം ഞാൻ മാറ്റി പറഞ്ഞു, ഞാൻ പറഞ്ഞു ഗൾഫിലെ സ്ത്രീകൾക്ക് ഭയങ്കര പണിയാണ് കേട്ടോ. പണി എന്നൊക്കെ പറഞ്ഞ ആലാക്കിന്റെ പണിയാണ്. ഞാൻ എനിക്കറിയാതെ പറഞ്ഞു.
അപ്പൊ ഞാൻ ട്രോൾ ചെയ്തതാണ് നിങ്ങൾക്ക് മനസ്സിലായ സാധനം കേട്ടോ. ഞാൻ ഇനിയിപ്പോ നിങ്ങൾ എത്ര ഉണ്ടാക്കണ്ട. ആണുങ്ങൾക്ക് പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം എന്താ അറിയോ, അനക്കെന്താ പണിയെന്ന് ചോദിക്കും. കണ്ണൂരത്തെ അനക്കല്ല, മലപ്പുറത്തുള്ള അനക്കുണ്ട്. നിനക്കെന്താ പണി ചോദിക്കും. ഇവിടെ എന്താ പണി, ഇങ്ങനെ ഇരിക്കല്ലാതെ എന്തെങ്കിലും പണിയുണ്ടോ? ഞാൻ വെറുതെ ചോദിക്കണേ, ഞാൻ സാധാരണ ചോദിക്കുന്ന ചോദ്യം കേട്ടോ ഈ വിഷയം പറയുമ്പോൾ. ഒരു പാമ്പേഴ്സും എത്ര പണിയുണ്ട് എന്ന് അറിയുന്ന ആളുകളൊന്ന് കൈന്തിച്ചാണ്. 20 സെക്കൻഡേ തരുള്ളൂ. 3-4 കുട്ടികളുള്ള ആൾക്കാരാണ് തോനെ, ഒരു കുട്ടികൾ വളരെ കുറച്ചുള്ളൂ. എൻ്റെ ഒക്കെ കണക്കാൻ പറ്റുന്നുണ്ട്, വെറുതെ അല്ല, കൃത്യമായ കണക്ക്. ഇവിടെ 9+ നേടുന്ന ഒരാളിവിടെ ഉണ്ട്, 30 പ്രതിഷേധിക്കാത്ത എന്തുകൊണ്ടാന്ന് അറിയില്ല. ശരി, ആണുങ്ങളോടെ ചോദിച്ചേ, ഒരു പാമ്പേഴ്സും എത്ര പണിയുണ്ടെന്ന ചോദ്യം അറിയണോല് കൈന്തിക്കുക. കറക്റ്റ് ഉത്തരം പറഞ്ഞാല് അവിടെ ഓടിക്കും മൈക്ക. അവിടെ ബാക്കില് മൈക്ക കിട്ടുമോ? കിട്ടുമെങ്കിൽ സമയം പോകി വേണ്ട. ഉണ്ടെങ്കിൽ ഉണ്ടോ അല്ലേ നിനക്ക് ആദ്യം പറഞ്ഞേരി. നിങ്ങൾ ബേജാറേണ്ട, ഞാൻ നിങ്ങളോട് പെട്ടെന്ന് ചോദിച്ചതല്ലേ, നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ. പ്രശ്നമല്ല കേട്ടോ, നിങ്ങളെ പ്ലാനിങ് പക്കയാണ്, എൻ്റെ പ്രശ്നമാണ്. ഷംസുവിന് ചോദ്യം മനസ്സിലായിട്ടില്ല. ഷംസുവിനോട് ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഒരു പാമ്പേഴ്സും എത്ര പണിയുണ്ട്? നിങ്ങൾ എണ്ണിക്കോളൂട്ടെ, എനിക്ക് പറഞ്ഞു തരണം മേലെന്ന്. അരണോല് കൈ എന്തിച്ചാൽ മതി, പറയണ്ട. ക്ലിയർ ഇല്ലേ? യെസ്. ഇങ്ങനെയുണ്ട്, സക്കാത്തിന്റെ കണക്ക് മാതിരിയാണ്, അതെങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല കേട്ടോ. അതേപോലത്തെ മസലയാണത്. ഒരു പാമ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൽ എത്ര ആക്ടിവിറ്റീസ് വരുന്നുണ്ട്? ഇപ്പോഴും ചോദ്യം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവന്തിച്ചാണ്. വെറുതെ അതിന് ബാക്കില് ശലുവിന് മനസ്സിലായിട്ടില്ല, അവന്റെ പെണ്ണുങ്ങളോട് അല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നമല്ല. ഓളോട് ഞാൻ പറഞ്ഞോണ്ട് കേട്ടോ. പിന്നെ ആർക്കാ മനസ്സിലാത്ത? അങ്ങക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങളൊന്ന് പറഞ്ഞാണി. ഞാൻ UP സ്കൂളിലെ മാഷായതുകൊണ്ട് ഇടക്കിടക്ക് ചോദ്യം ചോദിക്കും. പണിയാ ഒരു പാമ്പേഴ്സും എത്ര ആക്ടിവിറ്റി, എണ്ണം പറയണം, ഇതാക്കാൻ പറ്റില്ല, പറയാൻ പാടില്ല. എത്ര ചെയ്യുന്ന ആൾക്കാർ എണ്ണം പറയാൻ പറ്റും. പറഞ്ഞു ധൈര്യമുള്ള ആൾക്കാർ പറയട്ടെ. പാമ്പേഴ്സിന് ഇവിടെ യൂസ് ചെയ്യുന്ന കുറവാണ്, പക്ഷെ നാട്ടിൽ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ ഉള്ളിലുള്ള ബോൾസ് ഒക്കെ റിമൂവ് ചെയ്ത് അത് 2 പാർട്ടാക്കിയിട്ട് കത്തിക്കൊക്കെ വേണം. അതൊന്നും അവിടെ നിൽക്കൂല. ഞാനതാ പറഞ്ഞ, നാട്ടിലെ പെണ്ണുങ്ങൾക്ക് പണിയുണ്ട് എന്നാ പറഞ്ഞേ. അതൊരു ചെറുത്തിട്ടാ ഞാൻ പറഞ്ഞേ, മനസ്സിലായില്ലേ? അപ്പൊ എന്നോട് സംവാദം ചെയ്ത ആൾക്കാർ കുറച്ചാൾക്കാർ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടുന്ന് പറയണ്ടേ. അവരോട് വന്നണോന്നറിയില്ല കേട്ടോ. എന്റെ അടുത്ത് അന്ന് പിന്നാലെ കൂടെ കുറച്ചാൾക്കാർ ഇവിടെ ഉണ്ട് മേലെ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പാമ്പേഴ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യത്തെ പണീന്റെ ഫ്രണ്ടും ബാക്കും നോക്കണം അല്ലേ? ഫ്രണ്ടും ബാക്ക് അല്ല, ഞാൻ ഇവിടുത്തെ കാര്യത്തെ കുറിച്ചല്ലല്ലോ സംസാരിക്കണേ. ഞാൻ ഇവിടുത്തെ കാര്യത്തെ കുറിച്ചല്ല, നോർമലി ചെറിയ വിലക്ക് നാട്ടിൽ കിട്ടുന്ന സാധനത്തെ കുറിച്ച് ഞാൻ പറയണേ. നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടാവും, നിങ്ങൾക്ക് നല്ല സാധനം വാങ്ങാം, അതിന് നമുക്ക് എതിർപ്പില്ല. നിങ്ങളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാം. ഞാനത് അറിയാത്ത ആളൊന്നും അല്ല കേട്ടോ. 1. 2, ഈ സാധനം കുറെ നേരമായിട്ട് കുട്ടിയുടെ ഇത് പുറത്തേക്ക് എടുക്കണം. അത് ഇനി എന്താണെങ്കിലും അതിന്റെ സ്മെല്ലുണ്ടാവും. പക്ഷെ ഉമ്മാർക്കുള്ള അത്ര, വാപ്പാർക്കുള്ള അത്ര സ്മെല്ല് ഉമ്മാർക്ക് ഉണ്ടാവില്ല. വെറുതെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ക്ലോസ് വാച്ച് ചെയ്യണം നമ്മളെ ഭാര്യനെ, അപ്പൊ മനസ്സിലാവും. അപ്പം ഭയങ്കര ബഹുമാനം തോന്നുവലോട്. നമ്മളെ നാവൊക്കെ നമ്മളെ താത്തി വെക്കും, മനസ്സിലായില്ലേ? അപ്പൊ ചില ആളുകൾ, മൗലവി നിങ്ങൾ ഞങ്ങളെ കുറിച്ച് കുറച്ച് പറയൂ. ചില കണ്ണും മുറം കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. നിങ്ങളിപ്പോ എന്താണ് ഇവരെ കുറിച്ച് മാത്രമാണല്ലോ പറയണേ. എനിക്ക് അവിടെ വന്നത് മുതൽ കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്, അതുകൊണ്ടത് പറയണേ. ഞാൻ അവിടെ വന്നത് മുതൽക്ക് എനിക്ക് കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജ് വന്നുകൊണ്ടാണ് അങ്ങനെ ഗൂഗിൾ ഫോം ഞാൻ പബ്ലിഷ് ചെയ്തത്. ഞാൻ പറഞ്ഞത് അത് അപ്പിയോടെ കൊണ്ട് തട്ടണം, അത് കഴുകണം, അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ വൃത്തിക്ക് എന്ത് ചെയ്യണം, ആക്കണം. ആ സാധനം എടുത്ത് ഉണക്കണം. അത് ഉണക്കാനൊക്കെ മെഷീനുടെ വീടൊക്കെ ഉണ്ടാവും. അതിനെ കുറിച്ചൊന്നല്ലേ പറഞ്ഞേ. നോർമലി 60% വരുന്ന മലയാളിയുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ പോയിട്ട് അനക്കിപ്പോ എന്താ പണിയെന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെയാണെങ്കിലും പ്രശ്നമാണ്. പാമ്പേഴ്സ് എല്ലാത്തങ്ങളും എടുത്തോളി. ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ള ഒരു പെരും പണിയാണ്. അപ്പം ഇത് പക്ഷെ സ്ത്രീകൾ എങ്ങനെ എടുക്കാറോ? സ്ത്രീകൾ എങ്ങനെ എടുക്കുക വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, അങ്ങനെ പോകണം, അങ്ങനെ പോകണം. അങ്ങനെ പോകാൻ അതിലൊരു ഇസ്ലാമികമായൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. ഒരു പെണ്ണിന് പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമമുണ്ട്. ഒരിക്കലും ഇവിടെ നിൽക്കണമെന്ന് യാതൊരു നിർബന്ധമല്ല. ഉണ്ടോ? നാട്ടിൽ പോയി നിൽക്കാം, ഫിനാൻസ് സേവ് ചെയ്യാം, ഇവിടുന്ന് വേഗം മടങ്ങണീനെ കുറിച്ചുള്ള പ്ലാനിങ് ആലോചിക്കാം. നമ്മള് വീട്ടുജോലികളെ സംബന്ധിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് പൊതുവെ വേണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പീരിയഡ്സിന്റെ സമയം അവർക്ക് നല്ലൊരു കെയറിങ്ങും നല്ലൊരു സമാശ്വാസമൊക്കെ ആവശ്യമുള്ള സമയമാണ്. ചിലപ്പോൾ നമ്മൾക്ക് അവരുടെ അടുത്ത് ഉള്ള കടത്തം പോലും ടച്ചിങ് പോലും ഭയങ്കര പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ സ്ത്രീകള് പുരുഷനോടുള്ള കടമ ശരിക്കും പഠിച്ചിട്ട് സഹിച്ച് ജീവിക്കായിരിക്കും ചിലപ്പോൾ.
ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. രോഗികളാവുമ്പോൾ തിരിച്ച് ഭർത്താവ് അങ്ങനെ തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും ഭർത്താവിനോട് പിണങ്ങാൻ പാടില്ലാത്ത കുറച്ച് സമയമുണ്ട്. മൂപ്പര് കയറി വരുന്ന നേരം മൂപ്പരിങ്ങനെ നടക്കും, അവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട്. എന്താ കള്ളിമുണ്ട് തരെയാണേ, ആ മേലുണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, എവിടെ ഉണ്ട് എന്ന് പറയില്ല. അപ്പൊ അവിടെ ശരിക്ക് ആണ്ട് സ്വീകരിച്ചിരുത്തി അല്ലേ. ഇവിടെയൊക്കെ പലപ്പോഴും നമ്മൾ ടോണാണ് പ്രശ്നം, ടോണിന്റെ പ്രശ്നമാണ്. ഏത് കാര്യം നമുക്ക് പറയാനതിന്റെ ടോണും ലാങ്ങും ഒക്കെ. ഇപ്പൊ നമ്മളൊരാളോട് ഇപ്പൊ മൂടുമ്പോ പോലും ഇതൊക്കെ ടോണാണല്ലോ. ഇതൊക്കെ ഒരു കോൺവെർസേഷന്റെ, ഒരു സംഭാഷണത്തിന്റെ കാര്യത്തിൽ പ്രധാന സാധനമാണ്. ഒരാൾ വൈകി വരികയാണ്, രാത്രി കുറച്ച് വൈകി വരിക. അപ്പോ പല രീതിയിൽ ഭാര്യക്ക് വാതിൽ തുറക്കാം. ഒന്ന് ബെല്ലങ്ങനെ അടിക്കും, അടിക്കട്ടെ. ചെറിയ കുട്ടികളൊക്കെ ഉണർന്നിട്ടുണ്ടെങ്കിൽ വേഗം പോയി തുറക്കും, അല്ലെ പണി വരിക്കന്നെയുള്ള വരിക അല്ലേ. പിൻകാരൻ്റെ ഒരു സുഹൃത്ത് മൂപ്പര് വീട് മാറിയപ്പോ ഭയങ്കര നിർബന്ധിച്ച് വീട് കൂടലിന് ക്ഷണിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റുകയാണെങ്കിൽ വരാം. അല്ല, നിങ്ങൾ നമ്മളെ നാടിന്റെ അടുത്ത സ്ഥലത്തുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ 5-5:30 വരെ ഞാൻ എൻഗേജ്ഡ് ആണ്. അത് കഴിഞ്ഞ ട്രെയിൻ 6:15 അത് പ്രശ്നമില്ല, ട്രെയിൻ നമുക്ക് ടിക്കറ്റ് ചെയ്യാൻ മാറ്റിയെടുത്തോളാം. അപ്പൊ എന്താ സംഭവം എന്നറിയോ, ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ അവിടെ സിറ്റ് ഔട്ടിലൊരു ബെഡ് കിടക്കുന്നുണ്ട്, ഒരു സോഫ കിടക്കുന്നുണ്ട്. ഇവർ പറഞ്ഞു ഞാൻ മിക്കവാറും രാത്രി സോഫയിലാണ് ഉറങ്ങല്, ഞാൻ വൈകി വന്ന അവള് വാതിൽ തുറന്നു തരൂല. അപ്പൊ ഇസ്ലാം സ്വീകരിച്ച കുട്ടിയാണ് ഇവര് കേട്ടോ, ഇസ്ലാം സ്വീകരിച്ച കുട്ടിയാണ്. ഞാൻ അവരോട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. അയാൾ ഇന്ന കാര്യത്തിനൊക്കെയാണ് പോകുന്നത്, അതിൽ നിങ്ങൾക്ക് ഇന്ന കൂലി കിട്ടണം, നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുക, നിങ്ങൾക്ക് മാത്രമേ ദീനും ദാവത്തൊക്കെ ഉള്ളൂ എന്ന അവളെന്നോട് ചോദിക്കുക. ഞാൻ ചോദിച്ചു, ജീവിതത്തിൽ ഒരു പുരുഷന്റെ സ്പർശം കിട്ടാത്ത, ഒരു ഹലാലായ സ്പർശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട്? 50-60 വയസ്സൊക്കെ ആയി ഒരു പുരുഷന്റെ കൂടെ ഒരു ദിവസം പോലും ഉറങ്ങാത്ത ആൾക്കാരുടെ നമ്പർ ഞങ്ങൾക്ക് തരാം. കല്യാണം കഴിച്ചു, 2-ാം ദിവസം 4-ാം ദിവസം ഡിവോഴ്സിലേക്ക് പോകേണ്ടി വന്നവരുണ്ട്. കല്യാണം കഴിച്ചു, ഒരാണിന്റെ ഡ്യൂട്ടി നിർവഹിച്ചു കൊടുക്കാൻ അയാൾക്ക് കഴിയാഞ്ഞിട്ടും അഭിനയിച്ച് കുടുംബത്തിന്റെ മുന്നിൽ ജീവിക്കണവരുണ്ട്, എനിക്കറിയാം. ലഹരി കഴിച്ച് രാത്രി വന്ന് അടിക്കണവരുണ്ട്, എനിക്കറിയാം. രാത്രി വീട്ടിൽ തന്നെ വരാത്തവരുണ്ട്. 2-3 കൊല്ലത്തിന്റെ ഇടക്ക് 1 മാസം ഓടി വന്ന് പെങ്ങന്മാരെയും തൃപ്തിപ്പെടുത്തണം, വാപ്പാനിമാനെയും തൃപ്തിപ്പെടുത്തണം, നാട്ടുകാരെയും തൃപ്തിപ്പെടുത്തണം, പാർട്ടിക്കാരെയും തൃപ്തിപ്പെടുത്തണം. ഇങ്ങനത്തെ പ്രവാസി ഉണ്ട്. അപ്പൊ ഓരൊക്കെ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ കാര്യമൊക്കെ ഒരുപാട് കരഞ്ഞു സ്ത്രീ. മൂപ്പര് ഇതിനൊക്കെയാണ് പോകണമെന്നുള്ള ഒരു ദിവസം എന്നോട് പറഞ്ഞോ, ഒരു നല്ല വർത്താനം എന്നോട് പറയും. എന്നോട് ചൂടായിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ. അവന് എനിക്കൊന്നും തലയിൽ കയറൂല. നേരെ മറിച്ച് എന്താണ്, വാതിൽ തുറന്നെടുത്തിട്ട് ഒന്നും മുണ്ടാതെ പോയി കിടക്കാം, ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കാം, കുളിക്കാനുള്ള തോർത്തുമുണ്ട് എടുത്തുകൊടുക്കാം, വരുമ്പോഴേക്ക് നല്ല ദോശയൊക്കെ ചുട്ടുകൊടുക്കാം. ഇതൊക്കെ ജീവിതം തന്നെയാണ്, ഇതൊക്കെ നിലപാടുകൾ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ ടോണുകൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചേ പറ്റൂ. സംസാരങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, അതെങ്ങനെ പരിഹരിക്കാം? ഒരാൾ പറയുമ്പോൾ മറ്റാൾ അതിന്റെ മേലെ കയറി പറയും. ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. ഒരാൾ പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണെങ്കിൽ അയാൾ അവിടുന്ന് പോയതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ പറയുമ്പോഴേ ഇത് പ്രശ്നം ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞ് പറയുമ്പോൾ ബോധം ഉദിച്ചിട്ടുണ്ടാവും. അപ്പൊ പറയാനുള്ളത് എന്ത് ചെയ്യാം, ദൂരത്തുനിന്ന് പറയാം. എന്നാ പിന്നെ ആക്ഷൻസ് ഒന്നും കാണൂല. വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ. വാട്സപ്പിൽ ടെക്സ്റ്റ് വന്നാൽ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചർച്ചയോട് തുടങ്ങണമെന്നുള്ള ബോധ്യം ഉണ്ടാകുക. അതുകൊണ്ട് കോടതിയിൽ, സുപ്രീം കോടതിയിൽ കപിൽ സിബിൽ NRI പിന്നെ മറ്റതിനു വേണ്ടി വാദിക്കണമാർ വർത്തമാനം പറയാതിരിക്കുക, വിട്ടുകൊടുക്കുക സംഭവം കേട്ടോ. പിന്നെ ഈ ഫോണിങ് എന്നുള്ളതൊരു വലിയ കലയാണ്. ചില ആൾക്കാർക്ക് തീരെ അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ 12 മണിക്ക് ശേഷം നിരന്തരം ഭാര്യയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരുണ്ട്. അവിടെ 12 മണിയാവും. അപ്പൊ ഇവിടെ എത്ര 9 അല്ല, ഇത് മൂപ്പർക്കൊരു പ്രശ്നമല്ല. ഈ പെണ്ണ് കാത്തിരിക്കുകയാണ്. ഇന്നൊരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഇങ്ങനെ കുറെ ആൾക്കാരോട് ചോദിച്ചു, 1-2 സ്ത്രീകളോട് ഞാൻ ചോദിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് തോന്നുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. ഞാൻ സലാം പറയും, അല്ല അവള് സലാം പറയും, ഞാൻ ചിലപ്പോൾ മടക്കാൻ മറക്കും. ഇപ്പതാ ഇക്കാ നിങ്ങൾക്കൊന്ന് സലാം മടക്കിക്കൂടെ ഉണ്ട്. അപ്പൊ ശരിക്കും ഇയാളുടെ ഒരു ലൈഫ് ഷെഡ്യൂള് അയാളുടെ ഭാര്യക്ക് പൊതുവെ കൊടുത്തിട്ടില്ല. കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അല്ലേ. നമ്മക്ക് എന്താ, നമ്മളെ 12 മണിവരെ ഈ കാത്തിരുത്തേണ്ട കാര്യം എന്താ? ഈ 12 മണിവരെ ഉറക്കം വരാതിരിക്കാൻ വാട്സപ്പിൽ തോണ്ടുകയാണ് ചെയ്യുക, ഇൻസ്റ്റയിൽ തോണ്ടുകയാണ് ചെയ്യുക. നമ്മളെ ഫോണ് നമ്മളൊരു അലാം അടിക്കുമ്പോൾ നമ്മൾ നേരെ ഫോൺ എടുക്കും. ഫോൺ എടുത്തിട്ട് നമ്മൾ നേരെ വാതിൽ കുറ്റിയിടും. വാതിൽ കുറ്റിയിട്ടിട്ടാണ് ഭാര്യനോട് ഫോൺ ചെയ്യണ്ടേ. നമ്മളിങ്ങനെ എന്താ വിശേഷം, അസുഖം തന്നെ, അതന്നെ ഇതന്നെ. ശരിക്ക് നമ്മളെ ഫോൺ സംഭാഷണം കഴിയുമ്പോൾ ഭാര്യക്കൊരു ഭയങ്കര സമാധാനം കിട്ടണം.
ഭർത്താവിനൊരു ഭയങ്കര സമാധാനം കിട്ടണം. ഭാര്യ എന്തായിരിക്കും പറയാ, മോൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ടീച്ചർ വിളിച്ചു അല്ലേ, ഇങ്ങനെ ഒരുപാട് ഞാൻ പുറത്തുള്ള പിന്നെ ഭാര്യമാരുള്ള ആൾക്കാരോട് പറയണേ, ഇങ്ങനത്തെ കുറേ കാര്യമായിരിക്കും പറയാം. നമ്മളെന്താ പറയാ അറിയോ, ഞാൻ വിളിക്കുമ്പോഴൊക്കെ എനിക്ക് എന്താ പറയാനുള്ളത്, ഇതൊരു പാർട്ട്നർഷിപ്പാണ്. നമ്മൾ രണ്ടാളും കൂടിയാണ് ഈ കുട്ടിയുടെ ജന്മത്തിന് കാരണമായതേ. ഇപ്പൊ നമുക്ക് ഉത്തരവാദിത്തണ്ടേ, രണ്ടാളും ഒന്നിച്ചാ വളർത്തേണ്ടതേ. ഇപ്പൊ നമ്മൾ പറയടി ആദ്യം ഏജ് വിളിക്കുമ്പോ സന്തോഷമുള്ള കാര്യമൊക്കെ ഒന്ന് പറയണ്ടേ. നമ്മളും അങ്ങനെ പറയാം, ഞാനിന്ന് പോയി കമ്പനിയിൽ നിന്ന് മുതലാളി പിന്നെ ഭയങ്കര ഇതായി, എന്തെങ്കിലുമൊക്കെ സന്തോഷം ഉണ്ടാക്കിയിട്ട് പറയാം. ഒരു സന്തോഷം ഇല്ലെങ്കിലും ഓൾക്കൊരു സമാധാനം കിട്ടാൻ കുറച്ച് വർത്തനൊക്കെ പറയാം. ഇന്നിപ്പോ നമ്മളിപ്പോ വേണമെങ്കിൽ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും സന്തോഷമാകാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്താ, ഞാനെന്നാണ്ട് ഉറങ്ങിയിട്ട് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടേക്കാരം, ഞാനവിടെ ഉറങ്ങിയിട്ടേ അല്ലേ. നമ്മൾ പഠിക്കണ കാലത്താണെങ്കിലോ നമ്മൾ കോളേജിൽ നിന്ന് വിളിക്കുമ്പോൾ പറയും, ഇന്ന് വായിച്ച് നേരം വെളുത്തു, ഭയങ്കര സന്തോഷിക്കാരപ്പോൾ അവർക്ക്. അപ്പൊ ഇവർക്ക് സന്തോഷമുള്ള കാര്യം എന്താണെന്നുള്ളതാണ് അത് നമ്മൾ ആദ്യം പറയാം. എന്നിട്ട് എന്താണ് മോന്റെ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ പറഞ്ഞു തുടങ്ങും. അപ്പോൾ അവരെ സമാധാനിപ്പിച്ച് ആ കേസ് നമ്മൾ ഒരു സ്റ്റഡിക്ക് എടുത്ത് അത് പൂർണ്ണമായി കേട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും ഫോൺ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്, തോന്നുന്ന ആൾക്കാരില്ല. തിരക്കാണ് നമുക്ക്. 1 മണിക്കൂർ ഫോൺ ചെയ്യണം. നമ്മളെ മാത്രം കാത്തു നിൽക്കുന്ന, നമുക്ക് വേണ്ടി നമുക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്ന ഒരാളാണ് അപ്പുറത്തുള്ളത്. അപ്പൊ അതിന്റെ ഭാഷയും സംഗതിയും കാര്യങ്ങളൊക്കെ കാമുകനും ചാറ്റ് ചെയ്യണമാരാണ് ചാറ്റ് ചെയ്യേണ്ടത്. നേരത്തെ ഒരു പരിപാടി പറഞ്ഞ മാതിരി ഭാര്യയോട് അശ്ലീലം പറയാമോന്ന് വെച്ചല്ലോ ഒരു ചങ്ങായി, ഭാര്യയോട് അശ്ലീലം പറയാമോന്ന്. ഇതുപോലെ കഥ പിന്നെ ആരോട് പറയാം, നാട്ടുകാരോട് പറയാൻ പറ്റുമോ? ഞാൻ പറയണത് നമ്മൾക്ക് നമ്മളുടെ വികാരങ്ങളും വിചാരങ്ങളും കൈമാറാനുള്ളൊരു സ്പേസ് ആണത് കേട്ടോ. യൂട്യൂബിൽ ഈ വിഷയം മാത്രം നമ്മളൊരു ഡിസ്കഷനിൽ പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വിഷയം മാത്രമാണ് പറഞ്ഞത്. ആ ഫോൺ സംഭാഷണം, അതിന്റെ ഭാഷയും ശൈലിയും ഒക്കെ കുട്ടികളെ കൊണ്ടൊരു സദസ്സായതുകൊണ്ട് കൂടുതൽ ഞാൻ പോണില്ല. ചില ആളുകൾക്ക് തോന്നുന്നു ഇതൊക്കെ പറയണേ ചില ലോക മണ്ടന്മാരാണ്, ഒരു കുന്തും അറിയില്ല ഈ മേഖലയിൽ, ഒരു ഐഡിയ ഇല്ല അല്ലേ. എന്താ പറയാ വെച്ചാൽ ബെഡ്റൂമിൽ ചെന്ന് ഇന്റർകോഴ്സസും കാര്യങ്ങളൊക്കെ നടക്കേണ്ട ഒരു ദിവസം ആദ്യം തന്നെ കുറേ നെഗറ്റീവ് ചാക്കുകൾ അയച്ചിടും, ഇമോഷണൽ ബാഗുകൾ അയച്ചിടും. അപ്പൊ എന്താ പ്രശ്നം? ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിക്ക് നടക്കുന്നത് അയാളുടെ ഹോർമോണിക് പ്രോസസ്സിങ് കൊണ്ടാണ്. അപ്പോൾ ഒരു ലൈംഗികതയ്ക്ക് പ്രചോദനം നൽകുന്ന ഹോർമോണുകളൊക്കെ ഓടിച്ച് പേരൻ്റെ ഉള്ളിൽ കയറി കുത്തിരിക്കും. ആരാ വരിക? ഫ്രസ്ട്രേഷനും ഡിസ്ട്രാക്ഷനൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് വരിക കേട്ടോ. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എന്തേലും പണി, അതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോദിച്ചാൽ മതി, പിന്നെ വല്ല ചോദിക്കാനൊന്നും തോന്നൂല. ഞങ്ങൾ 8 വട്ടം വിളിച്ചു, അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു പണി? കുറെ ഒച്ചിട്ടുണ്ടാവും. 8 വട്ടം എപ്പോഴും വിളിച്ചു, 1-5 ഇടിയ ജമാഅത്തിന്റെ സമയമാണേ. അങ്ങനെ പറയണതിന്റെ പകരം നമ്മളത് ആലോചിക്കൊന്നുമില്ല. അനക്കിപ്പോ എന്താ അവിടെ പണി? അവളെ ചോദിക്കുന്നത്. ആണ് വിളിച്ചൂട്, എനിക്ക് സൗകര്യം ഉണ്ടാവുമ്പോൾ ഞാൻ എടുക്കും. എന്നാലേ ഇനി ഞാനും അങ്ങനെ തന്നെ കയറും. പിന്നെ എന്തേ 2 ആൾ തിരിഞ്ഞ് കടന്നുറക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അവിടെയൊക്കെ നമുക്ക് വലിയ തോതിൽ നഷ്ടങ്ങളുണ്ട്. ഇതേപോലെ പാരന്റ്സ്, വയസ്സായ മാതാപിതാക്കൾ ഉണ്ടാവും. ഓലെന്താ ആലോചിക്കറിയോ, ഓനിപ്പോ ഇനി കുറെ പൈസ ചെലവാകണ്ട അങ്ങനെ വിചാരിക്കേ. ചില മാതാപിതാക്കൾ ഫോൺ ചെയ്യൂല, അവരോട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. പ്രത്യേകിച്ച് പ്രായമുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ 2-3 വട്ടം. വാട്സാപ്പൊക്കെ ഒന്നാണ് പഠിപ്പിച്ചു കൊടുത്താലുള്ള സുഖം എന്താ അറിയോ? വാട്സാപ്പൊക്കെ പഠിപ്പിച്ചു കൊടുത്താലുള്ള സുഖം പിന്നെ എങ്ങനെ ഇട്ടോളും വോയിസ്, നമുക്ക് സുഖമാണ്. ഒക്കെ കഥ പറയാം, നമ്മൾ ഭക്ഷണം കഴിക്കണ കാണിച്ചു കൊടുക്കുക, പോണ പ്രദേശങ്ങൾ വെറുതെ നിങ്ങൾ ആ കടപ്പുറൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു നോക്ക്. അങ്ങനെ ഉമ്മാനോട് ഇങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനമൊക്കെ പറഞ്ഞു കൊടുത്തു നോക്ക്. ജീവിതത്തിൽ നമ്മൾ ഉയർച്ചയിൽ ഇങ്ങനെ പോകണതാണ്. കാരണം നിസ്കാരത്തിന്റെ സുജൂദിലും നിസ്കാരക്കുപ്പായത്തിൽ ഇരിക്കുമ്പോഴൊക്കെ ഒരു ഓർമ്മ ഉണ്ടാവും. പിന്നെ ഇതൊക്കെ എപ്പോഴാണ് ഫീൽ ചെയ്യും നമുക്ക്? ഉമ്മ മരിച്ചു എന്ന് അറിയുമ്പോഴാണ് ഒരു ഭയങ്കര കുറ്റബോധമാണ്. ഞാൻ കെയർ ചെയ്തിട്ടില്ലേ? ഇപ്പൊ എന്റെ വാപ്പയമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. എന്റെ ഫാദറിലോ മരിച്ചപ്പോൾ എനിക്ക് ഇപ്പോൾ എന്നെ ഇങ്ങനെ വേട്ടയാടുന്നുണ്ട്. ശരിക്കും ഞാൻ ഇവരിങ്ങനെ ഭയങ്കര ദാവാ കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. നമ്മൾ ലൈറ്റ് നൈറ്റിൽ വീട്ടിൽ വരും, നേരത്തെ ഇറങ്ങി ഓടും കേട്ടോ. എന്റെ ചെരുപ്പ് ഇവർ കഴുകി വെക്കും കേട്ടോ. ഞാൻ വളരെ പേഴ്സണലായ ഒരു കാര്യം പറയുന്നത്. എന്നിട്ട് അനിയത്തി കുട്ടികളോട് പറയും, നിങ്ങൾക്ക് പുതിയാപ്പിളാരുണ്ടാവുമ്പോൾ ഞാൻ കഴുകിയിട്ടില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത്, ഞാൻ മരുവൻ എന്നുള്ളവർക്കല്ല, ഒരു ദാഴി എന്നുള്ളവർക്കാണ് ഞാനത് ചെയ്യുന്നത് എന്നൊക്കെ പറയും. ചെരുപ്പെടുത്ത് ഒളിപ്പിച്ചൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തൊരു മനുഷ്യൻ ഇവരെ ഖബറങ്ങ് പോയി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് പടക്കും. അപ്പോൾ നമ്മൾ പോയാണ് നമ്മളെ ഉപ്പാൻ്റെ അടുത്തും കുറച്ചേരം ഒന്ന് പോയി ഇരിക്കാനോ ഒന്നും നേരം ഉണ്ടാവില്ല, ആർക്കും നേരം ഉണ്ടാവില്ല. മക്കളോടൊക്കെ ചോദിക്കുമ്പോൾ മക്കള് ഈ വല്യപ്പയും വല്യമ്മയൊക്കെ ഇങ്ങനെ കുറെ കഥ പറയും. പറയുന്ന കഥയൊക്കെ പൊതുവെ എന്തായിരിക്കും?
പറയണ കഥയ്ക്ക് എന്ന് പറയുന്നത് പൊതുവെ ഈ പഴയ കഥകളായിരിക്കും. അപ്പോൾ നമ്മൾ മൂത്ത മോനും ഇളയ മോളോട് പറയും 1021 എന്താ ആ കഞ്ഞിയിൽ പുഴുള്ള കഥ 1021 വട്ടമാണ് പറയണതെന്ന്. ഇനി മാത്രമല്ല നമ്മളെ മക്കൾ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെക്കാളും ഈ വല്യപ്പാക്കും വല്യമാക്കും പ്രിയമാരായിരിക്കും, പേരക്കുട്ടികളായിരിക്കും. ഈ പേരക്കുട്ടികളെ അവർക്ക് എപ്പോഴാണ് കിട്ടുക? നമ്മൾ ചെല്ലണ 2 ആഴ്ച. ആ 2 ആഴ്ചൻ്റെ ഉള്ളിൽ നമുക്ക് 21 യാത്രയുണ്ടാവും. പിന്നെ അവരുറങ്ങിൻ്റെ ശേഷം വരിക. ഈ കുട്ടിയൊക്കെയാണെങ്കിൽ ഈ വല്യപ്പാനും വല്യമാനൊന്നും ഭയങ്കര ഇതൊന്നും ഉണ്ടാവില്ല. കാരണം അവർ കുട്ടികളെ ഒന്ന് ഇണക്കാനുള്ള കുറച്ച് പണികളുണ്ട്, അതൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. ഇണക്കാനുള്ള പണികൾ അവരെ പറ്റി പറഞ്ഞു കൊടുക്കുക, അവരതൊന്ന് ഗിഫ്റ്റാന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് കൊടുക്കുക, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതൊന്നും നമ്മൾ ചെയ്യൂല നമ്മളെ പാച്ചിലിനും തിരക്കിലും ഒക്കെ ഇടയിൽ. അപ്പൊ നമ്മളെ മോളെ മമ്മ എന്താ വിശേഷം എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭയങ്കര സംഭവമുണ്ട് കേട്ടോ. മുറ്റത്ത് വിമാനം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. എൻ്റെ അടുത്തൊരു വീഡിയോ ഉണ്ട് കേട്ടോ. ഞാൻ മോളിങ്ങനെ വിമാനം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തു. ഞങ്ങളെല്ലാവർക്കും കണ്ണട ഉണ്ട്, എൻ്റെ എല്ലാ മക്കൾക്കും. അപ്പോൾ ഇവള് വിമാനം കണ്ണടല്ലാതെ കാണുന്നതാണല്ലോ, ഒരു ഡോക്ടർ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യുന്നതാണ്. എവിടെയെന്ന് വെച്ചിട്ട് അപ്പോൾ ഇമ്മമ്മ പോയ വിമാനമാണത്. കറക്റ്റ് ഞാനത് ഉമ്മാക്ക് അയച്ചു കൊടുത്തു. ഉമ്മാൻ്റെ ഒരു സന്തോഷം കാണുന്ന ആ ഓഡിയോ ഉണ്ട്, എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അവരെ കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പൊതുവെ നമ്മൾ ചെയ്യൂല. ബന്ധങ്ങളിലും കുടുംബങ്ങളിലും പോകുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തൂല. ഫ്ലാറ്റ് മുറികളുടെ പരിമിതികളിൽ ജീവിക്കണ കുട്ടികളാകുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഭയങ്കര പ്രശ്നമായിരിക്കും. അവർക്ക് ആരോട് വർത്താനം പറഞ്ഞ് ഇടപെടാനൊന്നും ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല, ഒരു ആശ്വാസവാക്ക് പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പം ഇത്തരം ഏരിയകളിലൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോലികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, വേണമെങ്കിൽ ഇതിലൂടെ ജസ്റ്റ് ഒന്ന് പോകാം. മടുത്തു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. മടുത്തു എന്ന് പറഞ്ഞ ആൾക്കാർ ഞാൻ കറക്റ്റ് പറയുന്നു, അവിടുത്തെ പ്രശ്നം പെരുമാറ്റമായിരിക്കും അവിടുത്തെ പ്രശ്നം. അത് കറക്റ്റ് പരിഹരിക്കാൻ പറ്റും. നിങ്ങൾ രണ്ടാളും ദേഷ്യം പിടിക്കൂല എന്നുള്ളത് ഇരുന്നിട്ട് രണ്ടാൾക്കും പറയാനുള്ളത് പറഞ്ഞ് മൂന്നാമത്തെ ഒരാൾ ചിലപ്പോൾ ഇടപെടേണ്ടി വരും, എന്നാലേ അത് പരിഹരിക്കണ്ടാവുള്ളൂ. മൂന്നാമത്തെ ഒരു ആളെ ഇടപെടുത്തി വിഷയം പരിഹരിക്കണം തന്നെയാണ് പറയാനുള്ളത്. പിന്നെ എല്ലാ സുഖവും കിട്ടുക എവിടെയുള്ളൂ? പരലോകത്തെ കിട്ടുള്ളൂ. അത് നമ്മൾ മറക്കരുത്. എല്ലാ സുഖവും 100% സുഖം കിട്ടുക പരലോകത്തായിരിക്കും. ഖുർആന് അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ പ്രണയത്തിന്റെ ആഴത്തിൽ കാണാതെ പോകണമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. കുറെ പോസിറ്റീവ് കാര്യങ്ങൾ അത് റസൂൽ പറഞ്ഞ തന്നെയാണ്. അവളിൽ നിനക്ക് ഏതെങ്കിലും ഒരു സ്വഭാവം മോശമായിട്ട് തോന്നിയാൽ അവളിൽ നല്ല ഗുണങ്ങളുണ്ട്, ആ നല്ല ഗുണങ്ങൾ എടുക്കുക. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, ശരീരത്തിൽ എന്തെങ്കിലും ഗ്രോത്തുകൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ കൃത്യമായ മെഡിക്കേഷനുകൾ ചില കാര്യങ്ങളിലൊക്കെ ആവശ്യമുണ്ടാകും. ചിലപ്പം ഇപ്പം സെക്സ് നിർവഹിക്കുന്നിടത്ത് അവർക്ക് ചില പരിമിതികൾ ഉണ്ടാകും, പെയിനുകൾ ഉണ്ടാകും, കാര്യങ്ങളുണ്ടാകും. അല്ലെങ്കിൽ ഒരു സ്ത്രീ അവർക്ക് ഇത്തരം ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ടൈമിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഡിസ്കസ് ചെയ്യണം. നീ ഹാപ്പി ആണോ എന്ന് ചോദിക്കണം, രണ്ടാളും അങ്ങോട്ട് ചോദിക്കണം. എന്നിട്ട് അത് ചിട്ടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. പൊതുവെ ഉള്ളൊരു പ്രശ്നം എന്താ അറിയോ? കുളിക്കൂല, അലക്കൂല, ശരീരത്തിൽ വൃത്തിയാക്കേണ്ട ഭാഗങ്ങൾ വൃത്തിയാക്കൂല, ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലീൻ ചെയ്യൂല, നഖം വെട്ടൂല, അല്ലെ? അവർ പോക്കാണ്, ഒരു തരം മൃഗീയ ജീവിതമാണ് ഇതെന്നൊക്കെ പറയണത്. 2, 3, 4 ഞാൻ വളരെ പച്ചക്ക് പറയണേ കേട്ടോ. 2, 3, 4, 5 ഒക്കെ സ്പ്രേ അവിടെ ഉണ്ടാകും, നമുക്ക് പ്രത്യേക ഡ്രസ്സ് ഉണ്ടാകും. ഇതൊക്കെ അങ്ങനെ ഒരു ഇബാദത്തായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇത് അത്ര സീരിയസ് ആയിട്ട് നമ്മളെ എന്റർടൈൻ ചെയ്യേണ്ട പടച്ചോൻ ഭൂമിയിൽ ചെയ്ത ഏറ്റവും വലിയ മഹാ അനുഗ്രഹം സൗകര്യമാണ്. അത് നിർവഹിക്കപ്പെടാത്തിടത്തോളം കാലം കുടുംബജീവിതത്തിന്റെ മനോഹാരിത ഉണ്ടാവില്ല. അത് വളരെ കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഒരു ഫാമിലിയിൽ എല്ലാ നിലക്കുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടാകും. ഇതിന്റെ പെർസെന്റേജിലൊക്കെ വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം. ഇവിടുത്തെ ഏകദേശം എല്ലാ ആളുകളും ഖത്തറിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ ഖത്തറിലുള്ള ആളുകൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വേറെ തന്നെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ശരി, കൃത്യമായിട്ടൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. എന്തൊക്കെ ഇഷ്യൂസ് ആണ്? ഒരു ഇഷ്യൂസിനും പരിഹാരം പറ്റാത്ത ഉണ്ടാവില്ല, അത് എനിക്ക് ഉറപ്പാണ്. എല്ലാറ്റിനും പരിഹാരം പറയാൻ പറ്റുണ്ടാവും. മിക്കവാറൊക്കെ പ്രശ്നം ടോൺ ആയിരിക്കും, ടൈം ആയിരിക്കും. കൂടെ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി കൂടെ ഉണ്ടാകുക എന്ന് മാത്രമേ നമ്മൾ അർത്ഥം വെക്കരുത്. ഫിസിക്കലി കൂടെ ഉണ്ടാകുക എന്ന് മാത്രമേ അർത്ഥം വെക്കരുത്. ഇന്നിപ്പോൾ വാട്സാപ്പ് ഒക്കെ ഉള്ള കാലത്ത് നമുക്ക് എങ്ങനെയൊക്കെ കൂടെ ഉണ്ടാകാൻ പറ്റും, അല്ലേ? എങ്ങനെയൊക്കെ പല നിലക്കും ഉണ്ടാകാൻ പറ്റും. പലൊരു പബ്ലിക് വേദിയിൽ ചില കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഉൾക്കൊള്ളണം. 2 കൂട്ടരും ഉൾക്കൊള്ളണം. ഈ ടൈമിന്റെ കാര്യം ഉൾക്കൊള്ളണം. അടുത്തിരിക്കാൻ പ്രവാചകൻ പ്രത്യേകം സമയം കണ്ടെത്തിയിട്ടുണ്ട്. ആ സമയം കണ്ടെത്തണം, ഇറങ്ങണം, ഔട്ടിങ്ങിന് പോകണം, അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ അനിവാര്യമായും നിർവഹിക്കേണ്ട കാര്യങ്ങൾക്ക് സ്പേസ് കൊടുക്കും വേണം. ഭാര്യയ്ക്ക് കൃത്യമായ എൻഗേജ്മെന്റുകൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം.
നീണ്ട ഇടവേളയിൽ കാണുമെന്ന് പറഞ്ഞ ആൾക്കാർ ആരുമില്ല. ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ച് ഒരു കൊല്ലത്തിലോ അല്ലെങ്കിൽ 6 മാസത്തിലൊക്കെ ഉണ്ടെന്ന് ഉറപ്പാണ്. ചോദ്യം മനസ്സിലാകാത്ത പ്രശ്നമാണ്. അവർ ഫോണിങ് വളരെ വൃത്തിക്ക് ശ്രദ്ധിക്കണം, സമ്മാനങ്ങൾ അയച്ചു കൊടുക്കണം, കാര്യങ്ങൾ ചെയ്യണം. എല്ലാ ഇടവേളയിലും ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നും പിണങ്ങണ കുറച്ച് ആൾക്കാരുണ്ട്. അത് സാരല്ല, അവരെ അങ്ങനെ പിണങ്ങി തീരുമാനമായിക്കോളൂ കേട്ടോ. നമ്മൾ പോലോടൊന്നും പറയണില്ല. എന്നാലോ ഇടക്കിടക്ക് പിണങ്ങും. ഇതൊരു അപകടകരമായ സാധനമാണ് ഈ ഇടക്കിടക്ക് പിണങ്ങല്. അത് മിക്കവാറും വീട്ടിലെ ആവശ്യങ്ങൾ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ആയിരിക്കും. നിങ്ങൾ വരുമ്പോ കൊണ്ടുവരണം കേട്ടോ, ആന്നറിയുമ്പോനെ കേട്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് 3, 4, 5 വട്ടമൊക്കെ പറയും. ഒരുത്തനെ നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞേ, മൗലവി ഒറ്റ കേസ് പറയാം, ഒറ്റ കേസ്. ഞാൻ പറഞ്ഞു കേസ് നമുക്ക് ഒരുപാടുണ്ടാവും, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തോന്നണേ ഒരു കേസല്ല 3 കേസ് പറഞ്ഞോളൂ. ഞാൻ കേട്ടോളൂ പറഞ്ഞു. കാരണം ഇത് ഈ ചോറ് വെന്തോ നോക്കാൻ നമ്മൾ 2 വറ്റ് ഇങ്ങനെ ആക്കി തന്നെ കിട്ടും. അവൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കേസ് പറയാം. അപ്പൊ ക്രമം തെറ്റാൻ പറ്റില്ല അറിഞ്ഞു കേട്ടോ. ഒന്നിങ്ങനെ ആലോചിച്ചിട്ട് അവൻ പറഞ്ഞു, എൻ്റെ വീട്ടിലെ ടോയ്ലറ്റൊക്കെ ഒന്ന് വന്നു നോക്കണം, നിങ്ങൾ ആകെ മഞ്ഞ പിടിച്ച് കിടക്കുകയാണ്, ഇത് കഴുകില്ല, വൃത്തിയാക്കൂല, ഒന്നുമില്ല, ഭയങ്കര അവസ്ഥയാണ്. ഞാനേ ഇത് കാണുമ്പോൾ ആ ടോയ്ലറ്റിന് വാങ്ങാനുള്ള ക്ലോസറ്റ് വാങ്ങാനുള്ള പൈസ കടം വാങ്ങിയ ആളെയും ആ നേരൊക്കെ എനിക്കിവിടെ ഓർമ്മ വരും. പിന്നെ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി എനിക്കിവിടെ പിരാന്താവും. അപ്പോൾ ഭാര്യ പറഞ്ഞൊരു കാര്യമാണ്, ഓപ്പര ടോയ്ലറ്റിൽ കുളിച്ചിറങ്ങിയ കാണാം പെരും ചൂട്, കുളിച്ചിറങ്ങിയ കാണാം. ഞാൻ മൂപ്പരോട് ചോദിച്ചു, ടോയ്ലറ്റ് ഭാര്യ കഴുകലില്ലേ? അപ്പോൾ അവൾ മറുപടി എന്താ പറയുക, മൗലവി ടോയ്ലറ്റ് എനിക്ക് ചെറിയ മക്കളാണ്, 2 വയസ്സ് 5 വയസ്സ് ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ ഇതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ടോയ്ലറ്റ് വൃത്തിയാക്കുന്ന ഒരു ബ്രഷ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ദിവസമായി ഞാൻ പറയൽ തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു അസൈൻമെന്റ് തരികയാണ്, അടുത്ത 4 ദിവസങ്ങളാണ് ടോയ്ലറ്റ് കഴുകേണ്ടത്, പുതിയത് വാങ്ങാൻ പാടില്ല അറിഞ്ഞാൽ. പുതിയത് വാങ്ങാൻ പാടില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് 1 ഉറുപ്പ്യ വാങ്ങാതെ 5 മണിക്കൂർ ഇരുന്നാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കണം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ കൗൺസിലർ അടുത്ത് പോയാൽ നിങ്ങൾ മിനിമം 3000 അല്ലെങ്കിൽ 5000 കൊടുക്കേണ്ടി വരും. അവിടെ എനിക്ക് നിങ്ങൾ തരേണ്ട ഫീസാണത്. റെഡി ഏറ്റു കേട്ടോ. കാരണം ഓള് പെരേക്ക് പോയതാണ്, ഇനിയിപ്പോ എന്ത് കേൾക്കുമല്ലോ, അങ്ങനത്തെ സ്റ്റേജൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞേ ഭയങ്കര സംഭവം തന്നെ കേട്ടോ, ഇതുകൊണ്ട് നല്ല ടൈം എടുക്കുന്നുണ്ട് കഴുകാൻ, ക്ലീൻ ആകണമില്ല. ഇപ്പൊ ഇങ്ങനത്തെ ഇപ്പൊ പ്രവാചകൻ വീട്ടിൽ എടുത്ത ഡ്യൂട്ടി ഏതാ? ഹാർഡ് വർക്കുകളാണൊക്കെ എടുത്ത് മരം വെട്ടുക, വിറക് വെട്ടുക, വെള്ളം കോരി കൊടുക്കുക, അതൊക്കെയാണ്. ഇനി സ്ത്രീകൾക്കുള്ളൊരു പ്രശ്നം എന്താ അറിയോ? ഒരുത്തം പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു, അപ്പൊ അവൾ എന്നോട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ വരുന്ന ഞാൻ വിചാരിച്ചേ. അപ്പോൾ പറയാ കുറച്ച് ഗ്ലാസും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കഴുകിയൊക്കെ. ഇങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഒരു പ്രശംസാവാചക ആവശ്യമല്ലേ? ഭക്ഷണമാണെങ്കിലോ ഭക്ഷണത്തിൽ ഉപ്പ് വരണം എന്നൊക്കെ പറയും, ഭക്ഷണം ശരിക്കും കാണണമെന്ന് ഒന്നും പറയില്ല കേട്ടോ. അങ്ങനത്തെ ചില കുഴപ്പങ്ങളുണ്ട്. അപ്പൊ ഈ ഇടക്കിടക്കിന്റെ പൈസ അതാണ്. പിണക്കെന്ന് പറയാൻ മാത്രം പിണങ്ങാറില്ല എന്നാണ് സന്തോഷം. പിന്നെന്താ, ദിവസങ്ങൾ നീളും, ഒന്നുമില്ല, മരിച്ചാൽ പിന്നെ നല്ല ചിന്തിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ടാവും, ആലോചിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ടാവും. നീളുന്ന ആൾക്കാർ നല്ലോണം ആലോചിച്ചോളി. എന്താ പറയുക, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളൊക്കെ വിശകലനം ചെയ്ത അഹ്ലുസുന്ന പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വ്യക്തി നിന്നോട് ഒരു കാര്യം ചെയ്താൽ നീ അയാൾക്ക് ഉദറിനെ തരയണം. എന്താണ് ഇപ്പൊ മിഷ്കാത്തി എന്നോട് പറയാം, പോട ചെങ്ങയോടുന്ന് എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ അങ്ങനെ ആക്കുമ്പോ എന്താണ്, എന്താ ഇപ്പം അങ്ങനെ പറഞ്ഞ ആളല്ലല്ലോ, എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ ഇവര് തൊട്ട് മുമ്പ് ആരോടോ ഫോൺ ചെയ്തിരുന്നു, അതിന്റെ ചൂടിലായിരിക്കും. അപ്പോ ശൈത്താൻ വന്നിട്ട് അത് പൊളിച്ചു തരും. എങ്ങനെ അറിയോ? അങ്ങനെയാണ് ഇപ്പോ മൂപ്പര അവിടുന്ന് ഇപ്പോ ഷെലീനോട് സംസാരിച്ചുള്ള ഒരു പ്രശ്നമല്ലാതെ ഇഞ്ഞോട് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടു, അടുത്ത ഉദർ ആലോചിക്കണം. മോനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, അപ്പോ ഓനിപ്പോ ഒരു ജോലി ഉറച്ചത് ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അപ്പോ ശൈത്താൻ വന്ന് പൊളിച്ചു തരും. ശൈത്താൻ എന്താ പറയാ, അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ദേഷ്യം പിടിക്കണം എന്തിനാണ്, നിങ്ങൾ ജോലി കൊടുക്കുന്ന ആളൊന്നുമല്ലല്ലോ. അങ്ങനെ പൊളിച്ച് ശൈത്താൻ എന്ത് ചെയ്യുന്നറിയോ, 70 വരെ എത്തിക്കും. അപ്പൊ നമ്മളെന്താ ചിന്തിക്കേണ്ട അറിയോ, ലലീല ആരിഫു എനിക്കറിയാത്ത എന്തോ ഒരു പ്രശ്നം മൂപ്പർക്കുണ്ട്, അത് സാരല്ല, ഈ പ്ലാനിക്ക് ബെഡ്റൂം എത്തിയാലും ഒരു പ്രശ്നമല്ല, പക്കയായിരിക്കും. പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ട് ചോദിക്കാം, അല്ലടേ അതാ ബുധനാഴ്ച ഞാൻ ഇവിടുന്ന് ഇറങ്ങണ നേരത്തെ വാതിലൊന്ന് വലിച്ചടച്ചല്ലോ, എന്തിനേനു? അപ്പോഴുണ്ടല്ലോ ആകെ എന്നിട്ടേ, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു തിരുത്തുള്ളൊരു വിഷയം കിട്ടും. മിക്കവാറും എന്തേക്കാരും പ്രശ്നം എന്നറിയോ, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാത്തായിരിക്കും. ഞാൻ സാധാരണ പറയാം, ഞാൻ ദീർഘമായ കാലം കുത്തു പറഞ്ഞൊരു പള്ളിയിലത്തെ ഒരാള് പറഞ്ഞാൽ ചിലപ്പോൾ മിഷ്കാത്തിക്കും ഫൈസൽക്കാർക്കൊക്കെ ആളെ മനസ്സിലാവും. മുപ്പര് വീട്ടിൽ ചോറയ്ക്കാൻ പോവാ. അപ്പൊ ഞാൻ ചെന്ന് ഫാനിൽ ഇട്ടോട് കൂടെ ഫാൻ ഇങ്ങനെ ടക് 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 നിറങ്ങനെ അടിക്കാണ് കേട്ടോ. പിന്നെ
അപ്പൊ ഞാൻ ചോദിച്ചു ഈ പരീത്തെ പ്രശ്നം എത്തിക്കാറല്ലേ എന്ന് ചോദിച്ചു. അപ്പോ ആ സ്ത്രീ പറയണേ മൊലവി ഇത് ഈ ആഴ്ചകളോടൊന്ന് പറയണമെന്ന് കരുതിയാ. അപ്പൊ ഈ മനുഷ്യന്റെ പ്രത്യേകത എന്താ അറിയോ? നാട്ടിലെ എല്ലാവർക്കും ഫാൻ വെച്ച് കൊടുക്കണതും ബൾബ് വെച്ച് കൊടുക്കണതും ഒക്കെ ഇലക്ട്രീഷ്യന്റെ പണിയാ മൂപ്പർക്ക്. മൂപ്പരൊരു പരീത്തെ മാത്രം എന്ത് ചെയ്തിട്ടില്ല, നേരാക്കിയിട്ടില്ല. ഇനി എന്റെ പ്രവാസം എനിക്ക് ഇവിടെയാണ് ഇഷ്ടം. 52% ആളുകൾക്ക് ഇവിടെയാണ് ഇഷ്ടം. മടുത്തു എന്ന് പറഞ്ഞ ആരുമില്ല. അപ്പൊ ഈ രാജ്യത്തിന് ഭയങ്കര സംഭവമാണ്. പിന്നെ നാടാണ് പ്രിയം, നിർവാഹമില്ല. ഈ സദസ്സില് ഒരു തവണയെങ്കിലും PSC എഴുതിയ ആൾക്കാരെന്ന് കൈവന്തിച്ചാണ്. PSC അല്ലേ, പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകൾ എഴുതിയ ആൾക്കാർ. അതായത് ഒരു വില്ലേജിൽ ചെന്നാൽ, ഒരു പഞ്ചായത്തിൽ ചെന്നാൽ എത്ര സീറ്റ് ഉണ്ടറിയോ? ആ സീറ്റിലൊക്കെ നിശ്ചിത സീറ്റ് നമുക്കുള്ള. നമ്മൾ നേരെ ഇങ്ങോട്ട് വരും, ഭാര്യനെയും കൂട്ടും. ഈ പരീക്ഷകളൊന്നും എഴുതൂല, തൊഴിൽ സാധ്യതകളെ കുറിച്ച് ചിന്തിക്കൂല. ഒരു സ്ഥലത്ത് കയറി അവിടെ തന്നെ കയറും. അപ്പോ നാട്ടിൽ നിർവാഹമല്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നാട്ടിൽ നിർവാഹമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ നഷ്ടം കണക്കൂട്ടണം. ഭാര്യനെയും കെട്ടിപ്പിടിച്ചിട്ട് രാത്രി ഉറങ്ങണീന് ഒരു എമൗണ്ട് നിശ്ചയിക്കുക. മക്കൾക്ക് ചുടുചുടാ ഉമ്മ കൊടുത്ത പോലെ കളിപ്പിച്ച് ആനക്കളിയൊക്കെ കളിക്കണീന് ഒരു ഒരു വില നിശ്ചയിക്കുക. ഉപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തൊക്കെ പോയി ഗുളിക പൊട്ടിച്ചു കൊടുക്കണീന് ഒരു പെർസെന്റേജ് നിശ്ചയിക്കുക. നാട്ടിലെ പള്ളി അങ്ങനത്തെ സംഗതി അതിനൊക്കെ ഒരു പെർസെന്റേജ് നിശ്ചയിക്കുക. എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന സാലറി ഇവിടുന്ന് കിട്ടുന്ന സാലറി കൂട്ടുവയ്ക്കൽ സംഭവം തീരുമാനം. കൂടണയാത്ത ഇണക്കിളികൾ എന്നുള്ള പേരിലൊരു പ്രോഗ്രാം ചെയ്തിരുന്നു നമ്മള്. എന്താണ്, ജീവിതം ഒട്ടുമില്ലാതെ പോകുന്ന കുറെ സ്ത്രീകളുണ്ട്, കുറെ പുരുഷന്മാരുണ്ട്. ഒരു മര്യാദക്ക് ഫോണും കൂടി ചെയ്യൂല. ചെന്നാൽ തന്നെ അവിടെ വീട്ടിലുണ്ടാവില്ല. അപ്പൊ ഭയങ്കര സംഘാടകനെ കയറും. ഒരു മാസത്തിന് വന്ന ഒരാൾ ഒരു സംഘാടകനും ആകണ്ട. ആർക്കാ സംശയമുള്ളത്? ഞാൻ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരുന്നിട്ടാ പറയണത്. നമ്മളെ സ്ത്രീകൾ ചെയ്തൊരു പണിയുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞൊരു ഭാഗം മുറിച്ചിട്ട് എല്ലാ ഗ്രൂപ്പ് കൂടി ഇട്ടു. അതിന്റെ ബാക്കി എന്താ അറിയോ? അതിന്റെ ബാക്കി, എന്നാൽ ആ വ്യക്തിക്ക് ഇടപെടേണ്ട സ്ഥലത്ത് ഭാര്യ മുഖം കറുപ്പിച്ച് എന്ത് ചെയ്യരുത്, ഇടപെടുന്നത് മുടക്കരുത് എന്നും കൂടി ഉണ്ട്. അത് മുറിച്ചില്ല. ഭയങ്കര വളവത്തികളാണേ. കഴിഞ്ഞപ്പോ അതെന്ത് ചെയ്തു, ഭയങ്കര പരാതി ഒരു ചങ്ങായി പറഞ്ഞു, വജ്ജ് മുറിച്ചിട്ടുള്ള അറിഞ്ഞാൻ. അത് ഇടുന്നിടത്തൊക്കെ പിന്നെ ഇത് കൊണ്ടേടുള്ള തുടങ്ങി. പിന്നെ ഇപ്പൊ കാണില്ലേ. ശരി, ഇനി മക്കൾ ഇല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വാലിഹീങ്ങളായ സ്വാലിഹാത്തുകളായ മക്കളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു ടെൻഷൻ ആവശ്യമില്ല. നല്ലോണം പ്രാർത്ഥിക്കാതെ ദിക്ർ ചൊല്ലുക, ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കുക. എന്നിട്ട് കുട്ടിനെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല ആ ദുആക്കെ നമുക്കുള്ള സംരക്ഷണമായിട്ട് മാറിക്കോളും. പിന്നെ ഷഹബാസറിന് കുട്ടി മരിച്ചത് എങ്ങനെ അറിയാലോ? അങ്ങനെ കുട്ടികളെ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ കാര്യമില്ല. അപ്പൊ എല്ലാം പടച്ചവനെ ഏൽപ്പിച്ച് നല്ല പ്രാർത്ഥിച്ചു പോവുക, വിഷമിക്കേണ്ടതില്ല. പിന്നെ ഒരു കുട്ടിയുണ്ട്, 2 കുട്ടിയുണ്ട്, 3 കുട്ടിയുണ്ട്, 3-ലധികം കുട്ടികളുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. ഈ കുട്ടികൾ ഉണ്ടാകുന്ന പോയിന്റ് ഞാൻ ചോദിച്ചത് എന്തിനാ വെച്ചാൽ എനിക്കൊരു പോയിന്റ് പ്രത്യേകം പറയാൻ വേണ്ടിയിട്ടാണ്. അബോർഷൻ ഒരു ട്രെൻഡായിട്ട് നമ്മുടെ നാട്ടിൽ മാറിയിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ്. വീഡിയോ ഉണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഒരാൾ ചോദിക്കുകയാണ്, ഒരു ഓംലേറ്റ് അടിക്കണില്ലേ? ഓംലേറ്റ് അടിക്കുമ്പോൾ അതിൽ ജീവനല്ലേ നമ്മൾ അടിച്ചിട്ട് കഴിക്കണത് എന്നാണ് ഒരു ഫിലിം ആർട്ടിസ്റ്റിന്റെ ഈ പറയുന്ന അബോർഷനെ ന്യായീകരിക്കാൻ വേണ്ടി ഇറക്കിയ ഫിലിമിന്റെ സംവിധായകന്റെ ഡയലോഗ് അവിടേക്ക് എത്തുകയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞൊരു 4 ദിവസം കൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു കേസാണ്. കുട്ടിക്ക് കൈ വളഞ്ഞിട്ടായിരിക്കും, കുട്ടിക്ക് മുഖത്തിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ഡോക്ടർ പറഞ്ഞതോടുകൂടെ കുട്ടിയെ അബോർട്ട് ചെയ്ത് ഒഴിവാക്കാൻ ഭർത്താവിന്റെ വീട്ടുകാരും തീരുമാനിച്ചു. ഈ കുട്ടി ഒരു 18 കഴിഞ്ഞ് 19 എത്തിയിട്ടുള്ളൂ. അവൾക്ക് പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി ബുദ്ധിയും കാഴ്ചപ്പാടൊന്നുമില്ല. ആ ഉമ്മ കരഞ്ഞു വിളിക്കണേ നമ്മളെ. അപ്പോ ഗർഭഗ്രഹത്തിലെ കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെന്ററി ഉണ്ട്, നിങ്ങളൊന്ന് കാണണം എല്ലാവരും. ഗർഭഗ്രഹത്തിലെ കൊലപാതകങ്ങൾ. ജനിച്ച് ജീവിക്കാനും മുറ്റത്ത് ഓടിക്കളിക്കാനും പൂമ്പാറ്റയെ പിടിക്കാനൊക്കെ ആഗ്രഹിച്ചൊരു കുഞ്ഞിനെ വെട്ടി നുറുക്കി കഷ്ണാക്കിയിട്ട് പുറത്തേക്ക് ഇടുന്ന പരിപാടിക്ക് അബോർഷൻ എന്ന് പേരിടുന്ന സംഭവം. എന്താ കാര്യം വളരെ ചെറുതാണ്, ചെറിയ കുട്ടിയാണ്. ഒരു കുഞ്ഞിനെ കിട്ടാതെ കരഞ്ഞ് കഴിയുന്ന എത്ര മനുഷ്യരുണ്ട്. അവർ ഓർക്കണ്ടേ ഈ സ്ത്രീകള്? പിന്നെ പ്രസവം ഭയങ്കര റിസ്ക് ആയിരിക്കും. ഇങ്ങനെ 100 കാര്യങ്ങളാ. നമുക്കൊരു പ്ലാനിങ് വേണം, അതിൽ സംശയമൊന്നുമില്ല. നമ്മളെ പ്ലാനിങ്ങിനെയും മറികടന്ന് നമുക്കൊരു കുട്ടിനെ തന്നിട്ടുണ്ടെങ്കിൽ അത് പടച്ചോൻ തരുന്ന തന്നെയാണ്. ഇപ്പോ വേൾഡ് കപ്പ് ഇവിടെ ഇനാഗുറേറ്റ് ചെയ്ത വേദിയിൽ ഒരു ഗാനിം അൽ മിഫ്താഹ് എന്ന് പറ്റുന്ന കുട്ടിന്റെ പേര് ഇല്ലേ, ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആ കുട്ടിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവനെ ആരാണ്? എനിക്കും ഇല്ലാത്ത കഴിവ് പടച്ചോൻ കൊടുത്തിട്ടുണ്ട്. എന്റെ ഫോണിൽ ഒരു കുട്ടിന്റെ വീഡിയോ ഉണ്ട്. ഞാൻ പൊതുവെ ഈ വിഷയം പറയുമ്പോഴൊക്കെ കാണിച്ചു കൊടുക്കും. എന്താ അറിയോ, ഞാൻ ജുമാ ഖുത്ബ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു സ്ഥിരം ശ്രോതാവ് എന്നെ വിളിച്ചിട്ട് പറയണത്, മൗലവി 5-ാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ആ സ്കാനിങ്ങിൽ വന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡോക്ടർ പറയണത് ഇത് അബോർട്ട് ചെയ്യണം എന്നാണ്, ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഡോക്ടർ അതിന്റെ ഇസ്ലാമിക വിധി എന്താണ്?
ആ ഉമ്മാക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, വെരിക്കോസിന്റെ പ്രശ്നം ഉണ്ടാകും, തൈറോയിഡിന്റെ പ്രശ്നം, ഷുഗർ, അതല്ല പ്രശ്നം, ജീവനെ ബാധിക്കുന്ന പ്രശ്നമുണ്ടാകും എന്ന സാഹചര്യം വരികയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അബോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് നല്ലോണം പ്രാർത്ഥിച്ചോളി പറഞ്ഞു. തലച്ചോറുണ്ടാവില്ല പറഞ്ഞ കുട്ടിയത് ഇതാ, തലച്ചോറുണ്ടാവില്ല എന്ന് പറഞ്ഞ കുട്ടിയാണ്. ഇങ്ങനത്തെ എത്ര എണ്ണം വേണം നിങ്ങൾക്ക്? എത്ര എണ്ണം വേണം? എനിക്കുണ്ടായ 5 കുട്ടികളും സിസേറിയനാണ്. അപ്പൊ നിങ്ങൾ പറയാം, അത് നിങ്ങൾ പറഞ്ഞിട്ടേക്കാരെന്ന്. അത് എൻ്റെ കുട്ടികളുടെ ഗർഭെടുത്ത ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചാൽ മതി. സ്ത്രീകൾ ചിന്തിച്ചൊരു പോയിന്റിനെ മറുപടി പറഞ്ഞാണ്. നിങ്ങൾക്കിപ്പോൾ എന്താ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ബോധ്യങ്ങൾ ഉണ്ടെങ്കിൽ പഠിച്ചു സഹായിക്കും. ഓരോന്നും കഴിയുമ്പോൾ അത് അതിൻ്റെ മെഡിക്കൽ സംഗതിയൊക്കെ വായിച്ച് പൊതുവെ എൻ്റെ വൈഫ് അവരോട് നന്നായി സംസാരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു ഉത്തരത്തിലെത്തും. 4ാമത്തെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അറിയോ? സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സും നമ്മുടെ ഒരു മെഡിക്കൽ ബോർഡൊക്കെ അങ്ങനെ തന്നെ ഡിസിഷൻ പറഞ്ഞു. അപ്പം നമ്മൾ വൈഫിനൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എന്ത് ചെയ്തു, അതിലേക്കെത്തി അവരെന്ത് ചെയ്തു, പ്രൊസീജിയർ പ്രകാരം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരു കുട്ടി കൂടി ഉണ്ടായി, 5ാമത്തെ ഒരു കുട്ടി സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഉണ്ടായി. അത്രേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾ ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ വീണ്ടും നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാ പറഞ്ഞറിയോ? ഇത് ഇങ്ങനെ ഒരു 2 സിസേറിയൻ വരുമ്പോൾ തന്നെ ആകെ ബേജാറാണ്. കുറെ ടീമുണ്ട്. സിസേറിയൻ എന്ന് പറയുന്നത് പുരോഗതിപ്പെട്ടതൊരു വലിയൊരു സയൻസാണത്, വലിയൊരു സയൻസാണ്. അതിന് ഒരുപാട് സംഭവമൊന്നും വരാനൊന്നുമില്ല. നമ്മളെ കൃത്യമായൊരു ഡ്യൂറേഷനും പ്ലാനിങ്ങും ഒക്കെ വേണം. അപ്പൊ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഡോക്ടറാണ്. അപ്പോൾ അവരിങ്ങനെ ഡോക്ടേഴ്സ് ഡിസ്കസ് ചെയ്യണത് എനിക്ക് ഫോണിൽ ഇങ്ങനെ കേൾപ്പിച്ചു തന്നു. നല്ലൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്, കുട്ടിക്ക് ഇത്ര വയസ്സ്, എല്ലാ കുട്ടികളും തമ്മിൽ ഇത്ര ദൂരമൊക്കെ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഒരു ചർച്ച ചെയ്യാണ്, ഈ ഡോക്ടേഴ്സ് ഡിസ്കസ് ചെയ്യാണ്. ഞാൻ പറഞ്ഞത് നമ്മളുടെ ഒരു 100% ഒക്കെ പടച്ചോനിൽ ഏൽപ്പിച്ച് പോകേണ്ട ആൾക്കാരാണ്. ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ധാരാളം, ഞാൻ അതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ADHD എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചിരുന്നു. 99.9% ആൾക്കാർക്കും അറിയില്ല ADHD എന്താണെന്ന് അറിയില്ല. വേണമെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ എടുക്കാം. കുറച്ച് ആൾക്കാർക്ക് കുറച്ചറിയും അറിയില്ല എന്നുള്ളതാണ് ഈ സംഭവം. ADHD കുസൃതി കുട്ടികൾ എന്നുള്ളൊരു സീരീസ് ഉണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. നമ്മൾ പഠിക്കണം, ഇല്ലെങ്കിൽ നമ്മളെ കുട്ടികളോട് നമ്മൾ ഭയങ്കര ദ്രോഹമാണ് ചെയ്യുന്നത്. പാരന്റിങ് ഒരു കോഴ്സായിട്ട് തന്നെ എടുത്ത് പഠിക്കേണ്ടതാണ്. ആ രീതിയിൽ കാര്യങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. ബറക്കല്ലാഹു ഫീക്കും ജമീഅൻ. ഇൻഷാ അല്ലാഹ് 3 ദിവസത്തെ സന്ദർശനം ഇന്നിവിടെ പൂർത്തിയാകുന്നു. നാളെ നാട്ടിലേക്ക് മടങ്ങും. നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാവണം. ഇതുപോലത്തെ 100 സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്താനുണ്ട്. അത്തരം സന്ദേശങ്ങൾ എത്തിക്കുന്ന ദൗത്യ നിർവഹണങ്ങളിൽ നമ്മൾ പങ്കാളികളാകണം. വെറും കേൾവിക്കാരായി കേട്ട് പിരിഞ്ഞു പോകുക എന്നുള്ളതല്ല. നമ്മൾ ഐഡിയാസ് നമ്മൾ കൊടുക്കണം. എന്നിട്ട് സമുദായത്തെ പ്രത്യേകിച്ച് കൃത്യമായി ബോധവൽക്കരിച്ച് കരുത്തുറ്റ ഒരു സമൂഹ സൃഷ്ടിയിൽ നമുക്ക് പങ്കാളികളാകാൻ കഴിയണം. നമ്മൾ പ്ലാൻ ചെയ്താൽ, നമ്മൾ പദ്ധതി ആസൂത്രണം ചെയ്താൽ അതൊക്കെ സംഭവിക്കും, ഒരു സംശയമല്ല. നമ്മൾ നേടിയിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിന് എന്തൊക്കെ പിന്നോക്കാവസ്ഥ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇവിടുത്തെ സംഘപരിവാരത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടി നമ്മൾ മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ. ഇവിടുത്തെ ബിസിനസ്സുകൾ, ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എല്ലാറ്റിലും മികവാർന്ന പ്രകടനം തീർച്ചയായും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ആരുടെയും അവകാശങ്ങൾ വാരിയെടുത്തിട്ടല്ല, വിയർപ്പും രക്തവും ജീവിതവും ഈ മണ്ണിൽ സമർപ്പിച്ച് അധ്വാനിച്ചെടുത്ത നേട്ടങ്ങളാണിത്. ആരുടെ മുന്നിലും കുനിഞ്ഞു കൊടുക്കില്ലെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻസ്റ്റഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് 12 വിഷയങ്ങൾ എന്നുള്ളത് പറയാൻ ഞാൻ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങളത് വാച്ച് ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.